ഫെൻഡി അത് പുതിയ മെറ്റീരിയൽ ആണല്ലോ മാർക്കറ്റില്. നോക്കി ഇത് ഫീഡിങ്ങിലാണ്. ഭയങ്കര സപ്പോർട്ടാണ്. എല്ലാ പുതിയ കസ്റ്റമർ കടക്കാർക്കും നല്ല സപ്പോർട്ടാണ്. ഇതിന് സൈസ് ഉണ്ട് കേട്ടോ. ബിഗ് സൈസ് ഉണ്ട്, പ്ലസ് സൈസ് ഉണ്ട്, എല്ലാ സൈസും ഉണ്ട്. ഇവിടെ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഉണ്ട്. ഇഷ്ടമാണ്. 30 വർഷം എത്ര? 30 വർഷം. ഫെൻഡിയിൽ തന്നെ കളർ നോക്കിയേ, മിഠായി കളറാണ് കണ്ടോ. ഇത് ബിഗ് സൈസിന്റെ കേട്ടോ. കോഡ് സെറ്റിൽ കേട്ടോ മെറ്റീരിയൽ നോക്കിയാ. ഓ ചേച്ചി ഇട്ടിട്ട് അതിന്റെ ലുക്ക് കണ്ടോ, ഹെവി ഐറ്റം ആണ്. വലിച്ചു വലി ചെയ്യൊന്നുമില്ല. എല്ലാം ലിമിറ്റഡ് എഡിഷൻ, നല്ല അടിപൊളി കളേഴ്സ്, നല്ല എൻക്വയറി ഉള്ള ഐറ്റം ആണ്. നല്ല ഹാൻഡ് വർക്ക് ചെയ്തിട്ട് നല്ല വീനക്കില് നല്ല പുതിയ കളക്ഷൻസ് ഉണ്ട്. സ്ഥിരം നമ്മൾ എടുക്കുന്നുണ്ട് ഇവിടെ. തൊടുമ്പോ നല്ല സുഖമുണ്ടല്ലോ. പിന്നെ അതാണ് ആ മെറ്റീരിയലിന്റെ പവറാണത്. ഇവിടെ വന്ന കസ്റ്റമറിന് എല്ലാവർക്കും, സ്റ്റാഫിൽ എല്ലാവർക്കും ഇരിക്കാനോ സ്പെഷ്യൽ നോമ്പുറയാണ്. അലുവ പീസ് എന്ന് പറയുന്നേക്ക, അലുവ പീസ് ഇതാണ്ടോ, ഇതാണ്ടോ നമ്മായിട്ട് ഇതിന് പേരിട്ടേക്കണത് തന്നെ ബസൂക്ക എന്നാണ്. ഇതാണ്ടോ സിമ്പിൾ ആയിട്ടാണ്, എന്നാൽ ഹംബിളും ആണ്. ഇതൊരു പ്ലസ് സൈസ് ആണ്. ഇത് 3 to 6 വരും. അടിപൊളി കളക്ഷൻസ് ആണ്. റേറ്റിനെ കുറിച്ച് പറയാല്ലേ? റേറ്റ് ഒന്നും പറയേണ്ട കാര്യമില്ല. നമുക്ക് സ്പെഷ്യൽ പ്രൈസ് ആണ്. ഓഫീസ് വർക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ബ്രാൻഡ് ഐറ്റം, പ്രീമിയം ഐറ്റം ഒരിക്കും. റേറ്റും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി. കോഡ് സെറ്റ് ആണ്, കട്ട് വർക്ക് വരുന്നുണ്ട്. ഇതൊക്കെ 3 പീസ് ആണ്. ഇതൊക്കെ തായ്ലാൻഡ് ഐറ്റംസ് കണ്ടോ, ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വരും. 6XL സൈസ് വരെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതാണ് ഈ ഐറ്റം കേട്ടോ. നമ്മൾ കൊച്ചിക്കാരെ പറഞ്ഞ തോത് ഐറ്റം. ഹായ് ഗൈസ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എറണാകുളത്താണ്. എറണാകുളത്ത് പ്രസ് ക്ലബ് റോഡിലാണ്. പ്രസ് ക്ലബ് റോഡാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്ന വഴി എന്ന് പറയുന്നത്. അപ്പൊ മേനക ബസ് സ്റ്റോപ്പ് വഴിക്ക് വരാണെങ്കിൽ പ്രസ് ക്ലബ് റോഡ് വഴിക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രസ് ക്ലബ് റോഡ് ഇവിടെ ബോർഡ് കാണാം. അപ്പൊ നേരെ മുട്ടുന്നത് നമുക്ക് CSB ബാങ്ക്. നല്ല തിരക്കുണ്ടാവും ഈ ഒരു റോഡ് എന്ന് പറയുമ്പോൾ. ഓഫ്കോഴ്സ് മാർക്കറ്റ് റോഡാണ്. അപ്പൊ CSB ബാങ്ക് ആണ് കേട്ടോ നേരെ മുട്ടുമ്പോൾ കാണുന്ന കട. അപ്പൊ ഇതിന്റെ തൊട്ട് അപ്പുറത്തായിട്ട് നമുക്ക് MNF ആർക്കേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ബിൽഡിംഗ് കാണാം. ഇതാണ് MNF ആർക്കേഡ് ബിൽഡിംഗ്. അപ്പൊ ഈ ബിൽഡിങ്ങിലേക്കാണ് നമുക്ക് വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മുടെ അബുക്കന്റെ കടയിലേക്ക്. അബുക്കന്റെ കടയിൽ പുതിയ വെറൈറ്റീസ് വന്നിട്ടുണ്ട്. അത് 3 ഫെസ്റ്റിവൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ അതിനുള്ള ഇഷ്ടം പോലെ വെറൈറ്റീസ്, ഇഷ്ടം പോലെ കളക്ഷൻസ് നമുക്ക് ഈ ഒരു ബിൽഡിങ്ങിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നാൽ കാണാൻ പറ്റും. അപ്പൊ നമ്മുടെ അബുക്കന്റെ കടയിലത്തെ നമ്പർ വേണ്ട, നമ്പർ ഇതാ ഇവിടെ നോട്ട് ചെയ്തോ. ശരിക്കും നമ്മൾ അബുക്കാന്നാണ് പറയുക, പക്ഷെ കടയുടെ പേര് ടോപ്പ് കളക്ഷൻസ്. ഇതാണ് ഫോൺ നമ്പർ. ഇനി മാർക്കറ്റിൽ വരുമ്പോൾ നമുക്കൊരു പാർക്കിംഗ് നമ്പർ ഒന്ന് കറക്റ്റ് നോട്ട് ചെയ്തോ. നമ്പർ ഇതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി മാർക്കറ്റ് റോഡിൽ വരുമ്പോൾ നമുക്ക് സാധാരണ ഒരു പാർക്കിങ്ങിന്റെ ഒരു സൗകര്യത്തിന് ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഈ ഒരു ബിൽഡിങ്ങിൽ വന്നാൽ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളില്ല. ഇവിടെ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഉണ്ട്, അതുപോലെ തന്നെ മുകളിലും നമുക്ക് പാർക്കിംഗ് സൗകര്യം ഉണ്ട്. അപ്പൊ എത്ര വണ്ടി വന്നാലും ഇവിടെ പാർക്ക് ചെയ്യാം. അപ്പൊ ഈ പാർക്കിംഗ് ഏരിയയുടെ തൊട്ട് ഇപ്പുറത്തേക്ക് ഒരു വഴി പോകുന്നുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഷോപ്പ് കാണാം, ടോപ്പ് കളക്ഷൻസ്. കണ്ടോ? അപ്പോൾ ടോപ്പ് കളക്ഷൻസ് എന്ന് പറയുമ്പോൾ 2 സൈഡായിട്ട് വരുന്നത്. ആക്ച്വലി കാണുന്നതൊന്നുമല്ല കേട്ടോ, മൊത്തം 4 ഫ്ലോർ കളക്ഷൻസ് ആണ്. അതിൽ നമുക്ക് ഡെയിലി വെയർ കളക്ഷൻസ് വരുന്നുണ്ട്, ഫെസ്റ്റിവൽ കളക്ഷൻസും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അബൂക്കൻ്റെ കടയിൽ ഈ പ്രാവശ്യം വെറൈറ്റീസ് എന്താണെന്നൊന്ന് നോക്കിയാലോ, പോവാം നമുക്ക്. അപ്പോൾ ഇവിടെ ഡമ്മിയിലൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നല്ല ഫെസ്റ്റിവൽ കളക്ഷൻസ്. ഡമ്മിലൊക്കെ നല്ല നല്ല കളക്ഷൻസ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ 2 സൈഡായിട്ടാണെന്ന് പറഞ്ഞു. ഇപ്പുറത്തെ സൈഡാണെങ്കിൽ നമുക്ക് ഫുൾ ഫെസ്റ്റിവൽ കളക്ഷൻസ്, ലേഡീസിൻ്റെ കളക്ഷൻസ്, വെസ്റ്റേൺ വെയർ കളക്ഷൻസ്. ഇപ്പുറത്തെ സൈഡാണെങ്കിൽ നമുക്ക് കുട്ടികളുടെ കളക്ഷൻസ്. അപ്പോൾ കിഡ്സ് വെയറുടെ കളക്ഷൻസ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു സെക്ഷൻ ഫുൾ വരുന്നുണ്ട്. അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും എവിടെ പോയാലും നമുക്ക് ടോപ്പ് കളക്ഷൻസ്. അപ്പോൾ 4 ഫ്ലോർ മൊത്തം അബുക്കൻ്റെ കടയാണ്. അത് കയറി നോക്കിയാൽ എന്താണ് വെറൈറ്റീസ്. കുറേ തിരക്കുണ്ടായിരുന്നു. ഇപ്പൊ ക്യാമറ കണ്ടപ്പോൾ എല്ലാവരും ഓടി ഇവിടുന്ന്. ഇപ്പൊ ഇവിടെ നിറച്ച് കളക്ഷൻസ് ഉണ്ട്, ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട്. ആ, നീ ഇവിടെ നിൽക്കണ്ട, നിങ്ങളും ഉണ്ട്. ആരമേത്ത മൈക്ക് വയ്ക്കണ്ടേ? ഇപ്പൊ രണ്ടാളും അവിടെ വെച്ചോ, ഇവിടെ വെച്ചോ. ഞാൻ ഇപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ നടിക്കൽ ഇങ്ങനെ പിടിച്ചു. ആ, ഇങ്ങോട്ട് പോര്. ആ, ഇനി ഇവളെ അറിയില്ലെങ്കിൽ അറിയണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. ആ, ഇനി നമ്മള് രണ്ടാളും ഇവിടുത്തെ സ്റ്റാഫാണ്. എന്താ വിശേഷം? സുഖാണ്. പിന്നെ ഇവിടെ എന്താ വെറൈറ്റീസ് ഉള്ളത്? പുതിയ വല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട്? ഇഷ്ടം പോലെ കളക്ഷൻസ് വന്നിട്ടുണ്ട്. നമുക്ക് ഇഷ്ടം പോലെ. ആ, ഇനി ഫെസ്റ്റിവൽസ്, അതുപോലെ 3 ഫെസ്റ്റിവൽ അങ്ങോട്ട് ഒരുമിച്ച് നമുക്ക് തകർക്കാനായിട്ട് 4 ഫ്ലോർ മൊത്തം കളക്ഷൻസ് ആണ്. അപ്പൊ കളക്ഷൻസ് കാണിക്കുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ അബുക്ക എന്താ ചെയ്യണമെന്നൊന്നും അറിയണ്ട. അബുക്കനെ ഒന്നും കണ്ടില്ലല്ലോ ഒന്ന്. അബുക്ക സുഖല്ലേ? സുഖം. ഹായ്, എന്താ വിശേഷം? രണ്ടാളുടെ പുഞ്ചിരി കാണുമ്പോ പറയാ കളക്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾ ഇനി കാണാൻ കിടക്കുന്നുള്ളൂ അല്ലേ? വെറൈറ്റീസ് ഒരുക്കിയിട്ടില്ലേ ഞങ്ങൾക്ക് വേണ്ടിട്ട്? അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ കളക്ഷൻസ് കാണിക്കാം. അവര് ക്യാഷ് തിരക്കിലാണ്. എന്തെങ്കിലും പറയണ്ടോ നമ്മുടെ ആൾക്കാരോട്? പറയേണ്ടത് വെച്ചാൽ ഇപ്പൊ റംസാനായിട്ട് നല്ല ഒത്തിരി വെറൈറ്റീസ് കൊണ്ടുവന്നിട്ടുണ്ട്. അവരെ മുസ്ലിം ടേസ്റ്റിന് പറ്റിയ സാധനങ്ങൾ ഇപ്പൊ തിരക്കുണ്ട്. ഇപ്പൊ നല്ല ഇന്നൊക്കെ രാവിലെയൊക്കെ നല്ല കസ്റ്റമേഴ്സ് ഉണ്ടായി. എല്ലായിടത്തുനിന്നും നല്ല എൻക്വയറി ഉണ്ട്. ഇപ്പൊ നല്ല റംസാൻ ആകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സീസൺ വന്നത് റംസാനും ഓണമാണ്.
അപ്പൊ അതിന്റെ ഒത്തിരി സെലക്ഷൻസ് ഇപ്പൊ പല പല സ്ഥലങ്ങളിൽ നിന്നും നല്ല നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. റംസാൻ മാത്രല്ല അത് കഴിഞ്ഞ് വിഷുവും എല്ലാത്തിനുള്ള അത് കഴിഞ്ഞിട്ടുള്ള വിഷു, സെറ്റാണ് ഞങ്ങൾ ആക്കി വെച്ചിട്ടുണ്ട്. അടിപൊളി ഐറ്റംസ്. ഞങ്ങള് റെഡിയാണ്, ഇനി നിങ്ങൾ റെഡി ആയാൽ മതി അല്ലെ? അതല്ലേ പറയാൻ അങ്ങനെ. പിന്നെ ഇവിടെ ഒരാളുണ്ട്, ഒരു ഹായ് പറഞ്ഞു വെറുതെ. ഹായ്. ആള് ഫുൾ ടൈം ഇവിടെ ലാപ്ടോപ്പിന്റെ ഉള്ളിലാണ്. അപ്പൊ ബിസി അങ്ങനെ കണക്ക് തെറ്റി കഴിഞ്ഞാലേ കാശ് കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങോട്ടും സമയം കളയണ്ട, നമുക്ക് നമ്മുടെ കളക്ഷൻസ് വെച്ച് തുടങ്ങാം. അപ്പൊ രണ്ടാളും ഇങ്ങോട്ട് പോകുന്ന വേഗം ചെറപറാന്ന് ഇങ്ങനെ കളക്ഷൻസ് കാണിക്കാനായിട്ട്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ ഏറി അങ്ങോട്ട് പോരട്ടുണ്ട്. ഫസ്റ്റ് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. എപ്പാ റെഡി? അപ്പൊ നീ എങ്ങനെ കാണാൻ നിർത്തിയതിന്റെ മെറ്റീരിയലിനെ കുറിച്ച് പറഞ്ഞത് ഏതാ മെറ്റീരിയല്? ഫെൻഡി. അത് പുതിയ മെറ്റീരിയൽ ആണല്ലോ മാർക്കറ്റില് അല്ലെ? ഫെൻഡി മെറ്റീരിയൽ തിളങ്ങണത്. അപ്പൊ പെരുന്നാൾക്ക് നമ്മൾ ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ തിളക്കത്തോട് തിളക്കായിരിക്കും. പിന്നെ അത് അടിപൊളി ഒരു ഹാൻഡ് വർക്ക് അല്ല, എംബ്രോയിഡറി വർക്ക് ആണ്. അതിൽ സീക്വൻസ് വർക്ക് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കാണിക്കുന്നതിന് വല്ല കളേഴ്സ് ഉണ്ടോ? കളേഴ്സ് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. കളേഴ്സ് ഉണ്ട്. ഏതൊക്കെ കളേഴ്സ് ആണോ വേണ്ടത് എല്ലാ കളേഴ്സും നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? ഈ ഒരു ഫ്ലോർ എന്ന് വെച്ചാൽ ഈ ഗ്രൗണ്ട് ഫ്ലോർ മൊത്തം ഇവരുടെ ഓൺ പ്രൊഡക്ഷൻ ആണ്. അപ്പൊ എത്ര സൈസ്, എത്ര ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് റെഡിയാക്കി തരുന്നതായിട്ട്. സൈസ് ഒക്കെ നമുക്ക് ഐറ്റംസ് വരുന്നുണ്ട്. എത്ര സൈസ് വരെ ഉണ്ട് ഇപ്പൊ? നമുക്ക് നിലവിൽ ഇപ്പോ 6XL വരെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോ അതിൽ കൂടുതൽ വേണം എന്നുള്ളവർക്ക് നമ്മൾ അതനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കും. കാരണം നമ്മുടെ യൂണിറ്റ് ഉണ്ടെന്ന് നമുക്ക് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഇതുണ്ട്. കണ്ട, ഇത് എ ലൈനിന്റെ നല്ല അടിപൊളി കളക്ഷൻ ആണ്. മെറ്റീരിയൽ വൈസ് തൊടുമ്പോഴും നല്ലൊരു ഫീലിംഗ് ആണ് വരുന്നത്. നല്ല അടിപൊളിയല്ലേ? അപ്പൊ ഇത് ഒരു പുതിയൊരു മോഡൽ, പുതിയൊരു മോഡല്, പുതിയൊരു മെറ്റീരിയൽ. അത് അടുത്തത് നോക്കുകയാണെങ്കിൽ ജോർജറ്റില് പറഞ്ഞേ. ഇതിനകത്ത് ചെയ്തിട്ടുള്ളത് ത്രെഡ് വർക്ക് ആണ്. അതിനകത്ത് ചെറിയൊരു സീക്വൻസ് പോലെ കൊടുത്തിട്ട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ആയിട്ടുള്ള ഫ്ലെയറുകളാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഫ്ലെയർ അത് നല്ല അടിപൊളി കളർ ചാർട്ടാണ് നമ്മൾ ചെയ്തിട്ട്. അതും ഫ്ലീറ്റ് ഒക്കെ നോക്കിയാൽ നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ഫ്ലീറ്റ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം എ ലൈൻ ആണ്. പ്രഗ്നന്റ് ലേഡിക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല കളക്ഷൻസാണ് വരുന്നത്. അപ്പൊ ഇതൊരു കളക്ഷനായി. ഇത് ജോർജറ്റിൽ വരുന്നത് കേട്ടോ. കളേഴ്സ് ചൂസ് ചെയ്യാനുണ്ട്. 6XL വയസ്സ് നമുക്ക് പ്ലസ് സൈസ് അവൈലബിൾ ആണ്. പക്ഷെ ഇനി 10XL അല്ലെങ്കിൽ 12XL വരെ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാക്കി തരുമോ? പിന്നെ നമുക്ക് ഉണ്ടാക്കാലോ. നമുക്ക് ഉണ്ടാക്കാലോ. എന്താ പ്രശ്നം? കസ്റ്റമറിന്റെ സംതൃപ്തിയാണ് ഞങ്ങളുടെ സന്തോഷം. അതെ, ഇത് നോക്കിയാ ഒരു വിചിത്രയില് നമുക്ക് യോക്കില് നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഫുൾ എംബ്രോയിഡറി വർക്ക്. ഇപ്പൊ ഈ കാണുന്നത് ഓൺ പ്രൊഡക്ഷൻ ആണ്. ഇതൊക്കെ നമുക്ക് ഡെയിലി വെയർ പിന്നെ സെമി പാർട്ടി വെയർ ഒക്കെ യൂസ് ചെയ്യാം. അല്ല നമുക്ക് ഏറ്റവും പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അത് ഏത് ഫ്ലോറിലാണ്? നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ കാണാൻ സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കണ്ടാൽ മാത്രമേ അത് ഫുൾ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. ഇഷ്ടം പോലെ വെറൈറ്റി കൊണ്ട് വെറൈറ്റി ആണ്. ഇനി ഞാൻ നിന്റെ പേരും മറന്നു, ഇവളുടെ പേരും മറന്നു. എന്താ പേര്? അജിന് എന്തെങ്കിലും പറയണ്ടേ? അടുത്ത കളക്ഷൻ പിടിച്ചേ പറഞ്ഞോടുത്തെ. എന്താണ് വെറൈറ്റി? ഇത് ജോർജറ്റിലാണ്. നമ്മുടെ ഫുൾ ഓവർ വർക്ക് ഇങ്ങനെ പിടിക്കാൻ നല്ല കറക്റ്റ് ആയിട്ട് അറിയുള്ളൂ. ഫ്ലീറ്റഡ് ആണ്. നല്ല എൻക്വയറി ഉള്ള ഐറ്റമാണ്. നമുക്ക് ഒരുപാട് കൂടുതലായിട്ട് പോണ ഐറ്റമാണ്. നമുക്കിത് റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് ഐറ്റംസ്. ഇനിയിപ്പോ ഞാൻ ഇട്ടതിനെ കുറിച്ച് പറയാം. കളേഴ്സും ഉണ്ട്. ഇതിന്റെ കളേഴ്സും അവൈലബിൾ ആണ്. ഇതൊരു കളക്ഷൻ അല്ലേ വൈറ്റ്. നമുക്ക് ഗുഡ് ഫ്രൈഡേ, ഇനിയിപ്പോ ഈസ്റ്റർ, ഗുഡ് ഫ്രൈഡേ ഇതൊക്കെ വരുന്ന അതിലേക്ക് പക്ക അടിപൊളി ഒരു സംഭവം കേട്ടോ. ഇനി ഞാൻ ഇട്ടതിനെ കുറിച്ചൊന്ന് പറഞ്ഞേ. എന്തായാലും ഇതിനെ കുറിച്ചിട്ട് ഇത് വെറ്റിക്കാൻ മെറ്റീരിയൽ ആണ്. ഇതിനകത്ത് ഇപ്പൊ പുതിയ മോഡലായിട്ട് തന്നെ വീനക്ക് ബാക്കിൽ നിന്ന് തുടങ്ങണ വീനക്കാണ്. ഫ്ലീറ്റ് എന്നിട്ട് ലൈനാണ്. പോക്കറ്റ് ഒക്കെ ആയിട്ട്. പോക്കറ്റ് ഉണ്ടാ? ഞാൻ കണ്ടില്ലടാ. അപ്പൊ ഇതെവിടെയത്? പോക്കറ്റ് ഉണ്ട് റൈറ്റ് സൈഡ്. പോക്കറ്റ് ഇല്ല കേട്ടാ. പോക്കറ്റ് ഇല്ല. മിസ്സായതാണ്. പോക്കറ്റ് ഉണ്ടായില്ല. ഓക്കെ, ഒരെണ്ണം മിസ്സായി പോയതാണ്. അത് സാമ്പിള് കൊണ്ടുതന്നെ പീസിലായിരിക്കും. അത് പോക്കറ്റ് ഉണ്ട്. എല്ലാ ഐറ്റത്തിലും പോക്കറ്റ് ഉണ്ടാവും. ഓക്കെ, എല്ലാ ഐറ്റത്തിലും പോക്കറ്റ് ഉണ്ട്. അപ്പൊ ഞാൻ എന്താ തുണിക്ക് എന്നെ ഇഷ്ടമാണ്ടാവും, എനിക്ക് തുണിക്ക് ഇഷ്ടമാണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഇത് വിത്ത് പോക്കറ്റാ വരുന്നത്. അപ്പൊ ഇതിന്റെ കളേഴ്സും അവൈലബിൾ ആണ്. കളേഴ്സ് ചോദിക്കുകയാണെങ്കിൽ ഒരു ഇപ്പൊ 2 കളറേ ഉള്ളൂ. 2 കളർ. ഇങ്ങനെയാണ് 2 കളറാ വരുന്നത്. എന്തായാലും വാട്ടിക്കൻ സിൽക്ക്, വെട്ടിക്കൻ സിൽക്ക് അത് ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ യൂസ് ചെയ്യുമ്പോൾ. എന്ന് വെച്ചാൽ ഡെയിലി വെയറിനായാലും സമ്മർ ഇപ്പൊ വരാൻ പോണ അതിന് നല്ല അടിപൊളി കളക്ഷൻ ആണ്. ഇതിന്റെ കളേഴ്സ് 2 കളർ അവൈലബിൾ ആണ്. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ് ലാർജ്. ഒരു ഓൾട്ടറും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കറക്റ്റ് പെർഫെക്റ്റ് പക്ക. ഇനി അടുത്ത കളക്ഷൻ പോരട്ടെ. അടുത്തത് വരികയാണെങ്കിൽ ഇത് പറയുന്ന മോളെ, ഇത് കാണാൻ നിർത്തിക്കണതല്ലേ? വെർട്ടിക്കല് നമ്മള് സ്കാലപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തേക്കണത്. നെക്കിലൊക്കെ നല്ലൊരു വെറൈറ്റി കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഷോ ബട്ടൺ ഒക്കെ ചെയ്തിട്ട് സ്ലിറ്റില് വിത്ത് ലൈനിങ് ആണ്. ഇതിനകത്ത് നമുക്കൊരു 4 കളേഴ്സ് അവൈലബിൾ ആണ്. ഇത് ഫുൾ വീവിംഗ് ആട്ടോ ഈ കാണുന്നത്. നമുക്ക് പ്രിന്റ് ആയിട്ട് ഫീൽ ചെയ്യും, പക്ഷെ പക്ക വീവിങ്ങോട് കൂടിയിട്ട് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട് ഇതിലും കളേഴ്സ് അവൈലബിൾ ആണ്. ഇനി അടുത്ത ഒരെണ്ണോടി പോറ്റെ.
ഇത് നമ്മൾ നേരത്തെ കാണിച്ചതാണ് തോന്നുന്നു. അല്ല 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 അതിന്റെ എല്ലാ മെറ്റീരിയലില് വ്യത്യാസമുണ്ട്. കണ്ട എനിക്ക് വരെ തെറ്റൊന്നും അടുത്ത് നിന്നിട്ട് ആ സംഭവം എടുത്താ അങ്ങടെ ആ മഞ്ഞ കേട്ടാ. അപ്പൊ അത് ഏകദേശം നമുക്ക് പെട്ടെന്ന് കാണുമ്പോ ഒരു സെയിം പോലെ ഫീൽ ചെയ്യും, പക്ഷെ മെറ്റീരിയൽ ഡിഫറെന്റ് ആണ്. വർക്ക് ഈ ബോക്സ് വർക്ക് കണ്ടപ്പോ ആ ഒരു ഫീലിംഗ് വന്നതാണ്, പക്ഷെ രണ്ടും വ്യത്യാസം മെറ്റീരിയൽ. ഇതിന്റെ പ്ലസ് സൈസ്, ഇതിന്റെ പ്ലസ് സൈസും കൂടി അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ഇത് രണ്ട് മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ. അപ്പൊ ഈ കളക്ഷൻ ഒരാഴ്ച ആകുമ്പോഴേക്ക് തീർന്നു പോകുന്നേ. ഞാൻ ഇട്ടേനെ സെയിം ഒന്ന് പറഞ്ഞാണ്. ഇതിന്റെ കളേഴ്സ് ആണ് ഇത് ട്ടാ. ഇത് 2 പീസ് ആണോ? 2 പീസ് ആണ്, കോഡ് സെറ്റ് ആണ്. ഓഹോ, ഈ പാന്റ് പിടിച്ച നല്ല അടിപൊളി. ഇത് എങ്ങനെയാ കൊടുത്തിട്ട്? അടിപൊളി കംഫർട്ട് ആണ്, നല്ല സൂപ്പർ ആണ്. സൂപ്പർ ആണല്ലേ. ഏതൊരു ക്ലൈമറ്റിലും നമുക്ക് നല്ല മെറ്റീരിയൽ ആണ്, നല്ല ലിനൻ കോട്ടൺ ആ ഒരു മെറ്റീരിയലിൽ പെട്ടതാണ്. ഓക്കെ, അപ്പൊ ഇത് 2 പീസിന്റെ കളക്ഷനാണ് വരുന്നത്. കോഡ് സെറ്റ് പാന്റ് വിത്ത് പാന്റോട് കൂടിയിട്ട്. ഇതൊക്കെ ഇങ്ങനെ ഒരു എന്താ പറയാ സട്ടൽ ആയിട്ടുള്ള ഷെയ്ഡാ വരുന്നതൊക്കെ അല്ലെ, ഒരു മഞ്ഞയും അതുപോലെ തന്നെ നീലയും, അങ്ങനെ സട്ടൽ ആയിട്ടുള്ള ഷെയ്ഡ് ട്രെൻഡ് ആയിട്ട് നിൽക്കുന്ന കളേഴ്സ് ആണ് ഇതൊക്കെ അല്ലെ, സട്ടൽ ആയിട്ട്. ഇതിന്റെ വർക്ക് ഒന്ന് കാണിച്ചു ഇങ്ങനെ ലൈസ് വർക്ക്, ലേസിന്റെ വർക്ക്, വീനക്ക് ചെറുതായിട്ട് ഒരു ഫ്ലീറ്റിന്റെ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോ വയറ് കാണാണ്ടിരിക്കാൻ വേണ്ടിട്ടേ അല്ലേ, അങ്ങനെ പറയില്ല. ഞാൻ ഫ്ലീറ്റിന്റെ ഇരിക്കണത് എനിക്കൊണ്ട് വയറ് പോക്കറ്റ്. ആ, എനിക്ക് ഇതിൽ കൈയിടാൻ പറ്റില്ല, അതിന് പകരം ഇതിലൊന്ന് കൈയിടട്ടെ, പോക്കറ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ അടുത്ത കളക്ഷൻ നോക്കിയത് വന്നു നമ്മുടെ ബ്ലാക്ക് ഫ്ലവേഴ്സിന് വേണ്ടിയിട്ട് സൂപ്പർ ഒരു ഐറ്റം. ഈ ഒരു ഐറ്റത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അടിപൊളിയും ഹാൻഡ് വർക്ക് ആണ് കൂടിയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടാണ്, എന്നാൽ ഹമ്പിളും ആണ്. നല്ല സിമ്പിൾ അമ്പിള് എന്ന് വെച്ചാൽ നല്ല രസമാണ്. ഇതിൽ കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഇതിൽ എത്ര കളേഴ്സ് അവൈലബിൾ ആണ്? 4 കളേഴ്സ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു സൈഡിൽ നിൽക്കാം, അവിടെ കണക്ക് ബിസി ആയിട്ട് നിൽക്കാം, ഇങ്ങോട്ട് നീങ്ങുന്ന. ഓക്കെ, ഇത് 4 കളേഴ്സ് വരുന്നുണ്ട്. ഇതിലും പ്ലസ് സൈസസ് ചോക്കാണെങ്കിൽ നമുക്ക് ചെയ്ത് തരാൻ പറ്റും. ഇപ്പൊ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട്, ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള കളക്ഷൻസ്, പക്ഷേ വെറൈറ്റി ഇനി എടുക്കുന്നുള്ള ഫസ്റ്റ് ഫ്ലോറിൽ മൊത്തം ധമാക്ക കളക്ഷൻസ് അല്ലേ. അതെ. ആ, ഇതെന്താ ചെക്ക് ഉണ്ടല്ലോ ഇതില്. ഇത് വന്നേക്കുന്നത് A-line ആണ്, നല്ല കോട്ടണിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വി ആണ് നെക്ക് വന്നേക്കുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡായിട്ട് നമ്മൾ ചെയ്തേക്കുന്നത് ചെറിയൊരു ഫ്ലീറ്റോട് കൂടിയിട്ടാണ് ചെയ്തേക്കുന്നത്. അടിപൊളി ഐറ്റമാണ്, വിത്ത് പോക്കറ്റും വരുന്നുണ്ട്. പോക്കറ്റ് ഞങ്ങൾ എല്ലാത്തിലും പറയും, വിട്ടുപോകരുത്. ഒരെണ്ണം മിസ്സായി വിചാരിച്ച് ബാക്കിയുള്ളത് അങ്ങനെയല്ല. അല്ല, കോമൺ ആയിട്ട് ഇപ്പൊ എല്ലാരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, A-lineല് പോക്കറ്റ് ഉണ്ടോ, അറ്റാച്ച്ഡ് ആണോ, കുറച്ചുകൂടി കംഫർട്ട് ആയിട്ട് യൂസ് ചെയ്യാനുള്ള നമ്മൾ ഇങ്ങനത്തെ കുർത്തീസ് യൂസ് ചെയ്യണത്. അപ്പൊ ഇത് 2 പീസിന്റെ ഒരു കളക്ഷൻ കോട്ടണിൽ കേട്ടോ. അടുത്ത കളക്ഷൻ നോക്കുകയാണെങ്കിൽ അടുത്തത് വരുന്നതും പാച്ച് വർക്കില് 3 പീസ്. അപ്പൊ ഇവിടെ നമ്മുടെ കയ്യിൽ ഇപ്പൊ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇരിക്കുന്നത് സിംഗിൾ കുർത്തി, 2 പീസ്, 3 പീസ്, കോഡ് സെറ്റ്. അതും ഓൺ പ്രൊഡക്ഷനിൽ നമ്മൾ യൂണിറ്റിൽ ചെയ്തിട്ടുള്ള വർക്ക് എത്ര സൈസ് വേണമെങ്കിലും ഇവിടെ അവൈലബിൾ ആണ്. ഇനി 3 പീസിന്റെ ഒരു കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഇതാണ് നല്ല ബേബി പിങ്ക് കളർ. കണ്ട, ഇനി ഞാൻ പിങ്ക് ഇടാത്തന്റെ ഒരു കുറവുള്ളൂ, അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ പിങ്ക്. ഇനി ഞാൻ മാത്രമേ ഇടാത്തന്റെ ഒരു കുറവുള്ളൂ, അതും തീർത്തിരിക്കുന്നു. പിങ്ക് വിത്ത് ദുപ്പട്ടോട് കൂടിയിട്ട് 3 പീസിന്റെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ. അപ്പൊ ഇതൊരു കളക്ഷനായി. അടുത്ത കളക്ഷൻ നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് വി നെക്കില്. ഇത് എത്ര ഇപ്പൊ 4XL സൈസിന്റെ കൊടുത്തിട്ട്, അതും 2 പീസ് അല്ല, 3, 4, 5, 6 അങ്ങനെ 4 പീസിന്റെ ഒരു പ്ലസ് സൈസ് സെറ്റാ വരുന്നത്. ഇതില് 2 കളേഴ്സ് അവൈലബിൾ അല്ലെ. 3 പീസ് കിടക്കണു അങ്ങോട്ട്. ഒക്കെ നല്ല കംഫർട്ടബിൾ മെറ്റീരിയൽ ആണ് കേട്ടോ. ഓൺ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചുരുങ്ങുന്ന അങ്ങനെ പ്രശ്നമില്ല. അലക്കി കഴിഞ്ഞാലും സെയിം ആ ഒരു ഇതിൽ ഷേപ്പിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്നതായിരിക്കും കേട്ടോ. തുണിയുടെ കാര്യം പറഞ്ഞത്, ഇനി നമ്മുടെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ സ്വയം വിചാരിക്കണം അല്ലെ. അപ്പൊ 3 പീസിന്റെ ഒരു കളക്ഷൻ 2 കളേഴ്സ് അവൈലബിൾ ആണ്. അടുത്ത പോരട്ടെ നല്ലൊരു മെറൂൺ ഷെയ്ഡ്. യെസ്, ഇതും 3 പീസ് ആണ്. ഇതും 3 പീസ് ആണ്. M2XX നമുക്ക് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഇതും 2 കളേഴ്സ് ആണ്, മെറൂണും ബ്ലാക്കും വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇട്ട സെയിം ഏകദേശം അതുപോലൊക്കെ അല്ലേ, അതിന്റെ ഡിഫറെന്റ് പ്രിന്റ് അല്ലേ. അതെ, മെറ്റീരിയൽ സെയിം. വാട്ടിക്കൻ. അപ്പൊ ഒരു കസ്റ്റമറിന് പോണം, മുഖം കാണിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. കടന്നോളൂ വേഗം. ഞങ്ങള് ക്യാമറ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നു, കടന്നോളൂ. ചിലർക്ക് ഇങ്ങനെ കാണാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പൊ ഇത് പ്രിന്റ് ഡിഫറെന്റ് ആണ്. 3 പീസിന്റെ ഒരു കളക്ഷൻ, സെയിം ഒരു ഡിഫറെന്റ് കളർ കൂടി ബ്ലാക്കില്, പ്രിന്റ് ഡിഫറെന്റ് ആണ്. അപ്പൊ ഇതിൽ മെറൂണും ബ്ലാക്ക് 2 ഷെയ്ഡാണ് വരുന്നത്. ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. സൈസ് 10XL വരെ നമുക്ക് പറഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. കളക്ഷൻസ് പോലത്തെ വെറൈറ്റി കളക്ഷൻസ്. കോട്ടണില് നല്ല സോഫ്റ്റ് അല്ലേ, ലൈറ്റ് വെയിറ്റില് മൽമൽ കോട്ടന്റെ ദുപ്പട്ട കേട്ടോ. ഇതാ പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളിലേക്ക് എത്തിക്കണ്ടേ. ഇത് പിടിച്ചേ, ഏത് സൈസ് വേണമെങ്കിലും ചെയ്ത് തരുന്നല്ലേ. ഓഹ്,
എന്തായാലും സുഖം. ലൈറ്റ് വെയിറ്റ് കോട്ടണില് മൽമൽ കോട്ടന്റെ ദുപ്പട്ട ഉടുത്തു വരുമ്പോ ഇങ്ങനെയായിരിക്കും. 3 പീസിന്റെ ഒരു കളക്ഷൻ ആണ് കേട്ടോ. ഇത് ഭയങ്കര കംഫർട്ടബിൾ ആണ്, ഭയങ്കര കംഫർട്ടബിൾ. ബണ്ടിൽ പോട്ടെ ഓരോരുത്തരും ഇവിടെ നിന്ന് ഇങ്ങനെ സെലക്ട്. പിന്നെ നമുക്ക് മേടിക്കുകയാണെങ്കിൽ ഇപ്പൊ ഡയറക്റ്റ് വരാൻ, ഇപ്പൊ ബണ്ടൽ പോണ കാരണം പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. നമുക്ക് മേടിക്കാൻ പറ്റാത്തവർക്കാണെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറ്റാത്തവർക്കാണെങ്കിൽ ഓൺലൈൻ ഫെസിലിറ്റീസ് ഉണ്ട്. അതെങ്ങനെയാ നിങ്ങൾ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു തരും? വീഡിയോ കോൾ ചെയ്യാം, വീഡിയോ കോൾ ചെയ്തിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പൊ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വീഡിയോ കോൾ ത്രൂ എന്ന് വെച്ചാൽ തിരക്കുണ്ടാവും. ഇപ്പൊ പെരുന്നാൾ സീസൺ ആയതുകൊണ്ട് കുറച്ച് തിരക്കുണ്ട്. അപ്പൊ ഇപ്പൊ തന്നെ വേഗം സ്ലോട്ട് ബുക്ക് ചെയ്ത് വെച്ചോ അല്ലെ? എപ്പോഴാ സ്ലോട്ട് കിട്ടാന്ന് പറയാൻ പറ്റില്ല. ക്രഞ്ചി മെറ്റീരിയൽ, അതിൽ സിൽവർ ആണ്, ഫുൾ ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട്. ഹാൻഡ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് ഉണ്ടോ? ബുട്ടിക് ഹാൻഡ് വർക്ക്, നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള ഹാൻഡ് വർക്ക് കേട്ടോ. എ ലൈനില് സിംഗിൾ കുർത്തിയാണ് ഇത് വരുന്നത് കേട്ടോ. പിന്നെ വരുന്ന കളക്ഷൻ എന്ന് പറയുന്നത് ഇത് മൽക്കോട്ടൻ. ഇത് ടോപ്പാണല്ലേ, ഞാൻ ദുപ്പട്ടയാന്ന് വിചാരിച്ചേ. 2 പീസ്. ഇത് ഫുൾ നല്ലൊരു ഫ്ലോറൽ വന്നിരിക്കണ ഒരു ഐറ്റം ആണ്. ഇതും ഫുൾ 3D സ്റ്റൈലാണ് കേട്ടോ വരുന്നത്. ആക്ച്വലി ഫ്രണ്ട് ഇതാണ്, ബാക്ക് ഇതാണ്. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ആൻഡ് ബാക്കിലും സെയിം ആ ഒരു പ്രിന്റോട് കൂടിയിട്ട് വരുന്നത്. ഇതില് 2 പീസ് ആണ് വരുന്നത് കേട്ടോ, വിത്ത് പാന്റ് അടക്കം. കളേഴ്സ് അവൈലബിൾ ആണ്. ഇതിപ്പോ ഞാൻ ഇട്ടെന്റെ സെയിം ആണോ ഈ ബൾക്ക് ഇരിക്കുന്നത് മൊത്തം? ഇപ്പൊ നമ്മൾ കാണിച്ച 3 പീസിന്റെ ബൾക്ക് ഇട്ടാ. അപ്പൊ അതെ ഇങ്ങനെയാണ് എടുക്കേണ്ടത്. അപ്പൊ ഇത് ഹോൾസെയിൽ ആണ്. ഇങ്ങനെ എത്ര പീസ് ഉണ്ടാവും ഇതില്? ഇതിനകത്ത് 4 സൈസ് ആണ് വരുന്നത്. 4 സൈസ് ആണ് വരുന്നത്. അപ്പൊ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ അങ്ങനെ ഒരു കെട്ട് തന്നെ എടുക്കണം. ഇത് സിംഗിൾ പീസ് ആയിട്ട് അവൈലബിൾ അല്ല, ഹോൾസെയിൽ മാത്രമാണ് കിട്ടുള്ളൂ. കസ്റ്റമേഴ്സ് വെയിറ്റിംഗ് ആണ്. അപ്പൊ ജസ്റ്റ് ഒരു കട്ട് വേണ്ടി വരും കേട്ടോ. അതെ, അടുത്തത് കസ്റ്റമേഴ്സിന്റെ നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഫെസ്റ്റിവൽ സമയം ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ വന്നും പോയി ആ ഒരു ബ്രേക്കിലാണ് നമ്മളിപ്പോ ഈ ഷൂട്ട് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത്. അടുത്ത 3 പീസ് ഇതാ നല്ലൊരു പിങ്ക് ഷെയ്ഡിൽ വരുന്നത്. മെറ്റീരിയൽ വരുന്നത് ചന്തേരി മോഡലില് 3 പീസിന്റെ ഒരു കളക്ഷൻ ആണ് വരുന്നത്. ലൈനിങ് ആണ്, ഉണ്ടല്ലേ? പക്ഷെ പിടിച്ചാലും ആ ലൈനിങ് ആട്ടോ അത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആട്ടോ. ഭയങ്കര സോഫ്റ്റും ലൈറ്റ് വെയിറ്റും കൂടിയാണ്. അപ്പൊ ഇപ്പൊ സമ്മറിന് അടിപൊളിയാണ്. കോട്ടൺ തന്നെ എടുക്കണം എന്ന് നിർബന്ധമില്ല. ഇതായാലും ഭയങ്കര സോഫ്റ്റ്, പിന്നെ ഭയങ്കര കംഫർട്ടബിൾ ആണ്. വേറെ കളർ ചാർട്ട് അല്ലേ? അങ്ങനെ 3 പീസ് കേട്ടോ. അങ്ങനെ 3 പീസിന്റെ കളക്ഷൻ ആണ് ഇത് വരുന്നത്. ഇനി അടുത്ത കളക്ഷൻ ഇങ്ങോട്ട് പോരട്ടെ. ഇവിടെ കസ്റ്റമേഴ്സിന്റെ തിരക്കാണ്. ആരെങ്കിലും വീഡിയോ എടുക്കാനായിട്ട് താല്പര്യം ഉണ്ടോ? നമുക്ക് ആരെങ്കിലും ഒന്ന് പിടിക്കാം. എല്ലാവരും റെഡി ആയിട്ട് നിൽക്കണേ. രണ്ട് വാക്ക് മതി. ഇവിടെ കളക്ഷൻസ് എങ്ങനെയുണ്ട്? കാശ് കുറവുണ്ടോ ഇല്ലെന്നോ? നല്ല തോതായിട്ടാണ്, നല്ല വിലക്കുറവാണ്. പിന്നെ ഭയങ്കര സപ്പോർട്ടാണ്. എല്ലാ പുതിയ കസ്റ്റമർ കടക്കാർക്കും നല്ല സപ്പോർട്ടാണ് പുള്ളി. പുതിയത് പിന്നെ നമ്മൾ പുതിയ കടക്കാരാണ്. ഞാൻ തുടങ്ങിയത് ഞാൻ പള്ളുരുത്തില്ല. ഞാനിപ്പോ 2-3 കൊല്ലമായിട്ടുള്ളൂ തുടങ്ങിയത്, സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ഇവിടെ 2-3 കൊല്ലത്തിന് ഇവിടെ തന്നെ ഞാൻ എടുത്തോണ്ടിരിക്കുന്നത്. പുള്ളി ഭയങ്കര സപ്പോർട്ടായിട്ട് നമുക്ക്. കാശൊക്കെ എങ്ങനെയുണ്ട്? നല്ല തോതാണ്, വിലക്കുറവാണ്, നല്ല അടിപൊളി സാധനമാണ്. തോതായിട്ട് നമ്മൾ കൊച്ചിക്കാരെ പറഞ്ഞ തോതായിട്ടാണ്. അത്ര വേണ്ടോ നോക്കാം. എന്തായാലും ആളുടെ ഒരു റിവ്യൂ കിട്ടിയിട്ടുണ്ട്. ഇനി വേറെ ആരെങ്കിലും കിട്ടുമോ നോക്കട്ടോ നമുക്ക്. വേറെ ഇവരൊക്കെ ഒന്ന് 2 വാക്ക് ഇവിടെ ക്യാമറ കാണിക്കാൻ വേണ്ടി കുഴപ്പമില്ല. ഇവിടെ എങ്ങനെയുണ്ട് കളക്ഷൻസ്? എങ്ങനെയുണ്ട്? സാധനം ഉണ്ടോ? നല്ല പുതിയ കളക്ഷൻസ് ഉണ്ട്. സ്ഥിരം നമ്മൾ എടുക്കുന്നുണ്ട് ഇവിടെ തന്നെ എടുക്കണത്. റേറ്റോ? റേറ്റ് നല്ല റേറ്റ് ആണ്, അടിപൊളിയാണ്. ഇഷ്ടപ്പെട്ട്. നിങ്ങളുടെ സ്ഥലം എവിടെയാ? ഒരാളും കൂടി കിട്ടിയില്ല. ട്രിവാൻഡ്രത്തുനിന്നാണോ തന്നെ? ഓക്കെ. അപ്പൊ ഇവിടെ കളക്ഷൻസ് ഇഷ്ടമായിരുന്നു. ഇപ്പൊ എത്ര നാളെ ഇപ്പൊ ഇവിടെ ഷോപ്പ് ചെയ്ത്? 2 വർഷമായി സ്ഥിരമായിട്ട് എടുത്തോണ്ടിരിക്കണേ. എന്തായാലും ഇത്രയും കസ്റ്റമേഴ്സ്, ഇത്രയും തിരക്ക്. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഊഹിക്കാം എന്താണ് വെറൈറ്റീസ് ഉണ്ട്, അതുപോലെ റേറ്റ് വൈസ് എങ്ങനെയുണ്ടെന്നുള്ളത്. എന്തായാലും പേര് ചോദിക്കാൻ വിട്ടുപോയി. എന്റെ പേര് ഷാഫിക്ക. നോയമ്പല്ലേ? നമുക്ക് 6 മണിക്ക് ഒരുമിച്ച് കാണാം. ശരി, എന്നെ വിടുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങോട്ട് ആ കാര്യം പറഞ്ഞിട്ട് പോണല്ലോ. വായോ, കൊറേ നാളെ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോ തൊട്ട് തുടങ്ങിയതാ. അന്വേഷിച്ചില്ല. അതെ ഒരു മിനിറ്റ് ഇവിടെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. നമ്മുടെ അബുക്കന്റെ കടയില് കളക്ഷൻസ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ലതാണ്. ഇഷ്ടമാണ്. 30 വർഷമായിട്ട്. എത്ര? 30 വർഷമായിട്ട് നിങ്ങള് തുടങ്ങിയിട്ടുണ്ട്. അന്ന് തൊട്ട് ഇവിടുന്ന് കളക്ഷൻസ് അവിടെ പഴയ മോളിൽ തുടങ്ങിയിട്ടുണ്ട്. അന്ന് തൊട്ടുള്ള കസ്റ്റമർ എന്ന് വെച്ചാൽ പഴയ കസ്റ്റമർ ആണെന്നുള്ളത്. പേര് ചോദിച്ചില്ല കേട്ടോ. പേര് ഹംലത്ത്. എവിടെ സ്ഥലം? കൊടുങ്ങല്ലൂർ. നമ്മുടെ തൃശ്ശൂകാരിയാണ്. അതെ പോരാ. എങ്ങനെയുണ്ട് റേറ്റ് വൈസ്? കളക്ഷൻ പോട്ടെ, റേറ്റ് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, നമുക്ക് വിചാരിച്ച റേറ്റിന് കിട്ടുന്നുണ്ട്. മതി, അത്രയും ധാരാളം. അപ്പൊ വീഡിയോ കാണാട്ടാ.
ശരി, അപ്പൊ ഇനി നമുക്ക് അടുത്ത കളക്ഷൻ വെച്ച് തുടങ്ങാം. അടുത്ത കളക്ഷൻ വേഗം പോരട്ടെ വെറൈറ്റീസ് പോരട്ടെ. ബിലാലേ, ഇത് ബിലാല് നമുക്ക് കളക്ഷൻസ് കാണിച്ചു തരും. പതുക്കെ എടുക്കുന്ന ഒരു മിനിറ്റ്. മൈക്കൊക്കെ വെക്കടാ, അല്ലാണ്ട് കാണില്ല, കേൾക്കൂല. ബിലാലെ നമുക്ക് പൊളിച്ച് കളക്ഷൻസ് കാണിക്കണം. പോരട്ടെ കാണിച്ചത് ഇതൊക്കെ പെരുന്നാൾ ഐറ്റമാണ്. മെറ്റീരിയൽ വെർട്ടിക്കലാണ്. അതിന്റെ സൈസ് വരും M2XL സൈസ് വരും. കളർ നല്ല അടിപൊളിയാണ്. അലുവ കളറാണ്, അലുവ കളർ. കളേഴ്സ് നോക്കി ഇതാണ്ടോ. പിന്നെ അതാണ് ആ മെറ്റീരിയലിന്റെ പവറാണത്. അതാണ് കണ്ട കളക്ഷൻസ് ഇങ്ങനെ ഇതാണ്ടോ. വെറൈറ്റികള്. ഇത് 3 പീസ് ആണിത്. 3 പീസ് കളക്ഷൻസ്. ഷോളൊക്കെ നോക്കി അതിന്റെ അടിപൊളി ഷോളാണ്. ഷോള് നീളം വീതി ഒക്കെ കറക്റ്റ് ആണ് കേട്ടോ. അതിന് ഒരു വ്യത്യാസമില്ല. നല്ല അടിപൊളി കളറും ഇതിലും കളേഴ്സ് അവൈലബിൾ ആണ്. നല്ല പേസ്റ്റൽ കളറാണ്. ഇത് M2XL സൈസ് വരും. സൈസ് വരുന്നത് പേസ്റ്റൽ കളറാണ്. നല്ല നല്ല കളേഴ്സ് ആട്ടോ. ഏത് കളേഴ്സ് വേണമെങ്കിലും പിക്ക് ചെയ്യാം നമുക്ക്. അപ്പൊ എടുക്കുമ്പോ ഇത്രയുള്ള മീഡിയം, ലാർജ്, XL, XXL അങ്ങനെ സൈസസ് ആണ് പിക്ക് ചെയ്യേണ്ടത്. ഹോൾസെയിൽ ആണ്, റീറ്റെയിൽ ഇവിടെ ഇല്ല. ഇതൊക്കെ നല്ല പോപ്കോൺ മെറ്റീരിയൽ, നല്ല ഒരു പാറ്റേൺ ചെയ്ത് പോക്കറ്റിന്റെ കാര്യം ഇനി ഞങ്ങൾ മറക്കൂല. ഇവിടെ ഒക്കെ പോക്കറ്റ് ഉണ്ട്. അപ്പൊ ഇതൊരു കളക്ഷൻ ആയി. വെറൈറ്റീസ് ഇത് 2 പീസ് ആണ്. മസ്ലിൻ മെറ്റീരിയൽ ആണ്. എവിടെ നോക്കിയാലും തിളങ്ങുണ്ട്. ഷിമ്മറാണ്. അതെ കണ്ട, നല്ല തിളക്കുണ്ട്. ഏത് പെരുന്നാൾക്ക് ഏത് ഫംഗ്ഷന് വേണമെങ്കിലും ഇട്ട് പോകാൻ പറ്റിയിട്ടുള്ള നല്ല തിളക്കുള്ള ഒരു കളക്ഷൻ. അപ്പൊ ഇതിന്റെ കളേഴ്സ് ഇത് 2 പീസ് ആട്ടോ. 2 പീസ് ആണ്. ഇതും ഷിമ്മറില് കണ്ട. ഹാൻഡ് വർക്ക് ചെയ്തിട്ട് നല്ല വീനക്കില് ഹാൻഡ് വർക്ക് ഒക്കെ കൂട്ടണമെങ്കിൽ കൂട്ടാട്ടോ. പക്ഷെ അതിനനുസരിച്ച് നമുക്ക് ഇത്ര പീസ് വേണമെന്ന് പറയണം. ആ പീസ് നമുക്ക് റെഡി ആക്കി തരാൻ പറ്റും. ഷിമ്മറാണ് അതിന്റെ തുണി. അത് മറക്കണ്ട. വിത്ത് ലൈനിങ്. ഇത് വെർട്ടിക്കലില് ഇത് നമ്മൾ ഇട്ടിരിക്കുന്ന സെയിം മെറ്റീരിയൽ തന്നെ പാറ്റേൺ വേറെ. ഇതാകുമ്പോ പ്രിന്റ് വ്യത്യാസമുണ്ട്. ചെറിയ ചെറിയ പ്രിന്റ്. നമ്മൾ ഇട്ടിരിക്കുന്ന കുറച്ച് വലിയ പ്രിന്റ് അല്ലേ. ഇതാകുമ്പോ ഷേപ്പിൽ കിടക്കും. അതും 2 പീസ് ആണ്. 2 പീസ് കേട്ടോ. 2 പീസ് വേണം, സിംഗിൾ പീസ് വേണം. ഇതൊക്കെ ഫ്ലെയറിൽ അലൈൻ ചെയ്തേക്കുന്ന ടോപ്പാണ്. ഇതൊക്കെ സൈഡിൽ കെട്ടല്ലേ. പിന്നെ കെട്ടിയിട്ട് ഫ്ലാപ്പ്. ഇതൊക്കെ ശരിക്കും കാണിക്കണ്ട. പൊന്തിച്ചിട്ട് ഇങ്ങനെ ഫ്ലാപ്പ് ടൈപ്പ് ആയിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ട് കേട്ടോ. അപ്പൊ ഇത് സിംഗിൾ കുർത്തിയാണ്. ഇത് ജോർജറ്റില് പാച്ച് വർക്ക് ചെയ്യാനാണ് നമ്മ. ഇത് എൻക്വയറി ആണ്. ഭയങ്കര ഫാസ്റ്റ് ആണ്. ഇതിന്റെ കളേഴ്സ് ഉണ്ട്. ഇതിന് എത്ര കളേഴ്സ് ഉണ്ട് ഓഫി? ഇതിന് 4 കളേഴ്സോളം വരും. ഇതിന്റെ 4 കളേഴ്സ്. അടിപൊളി പേഴ്സണൽ കളറാണ്. ഇതും വെർട്ടിക്കലിൽ 2 പീസ് ആണ്. 3 പീസ് ആണ്. ഇത് ബിഗ് സൈസ് ആണ്. 3 to 6. അപ്പൊ 3XL, 4XL, 5XL, 6XL അങ്ങനെ 4 പീസിന്റെ ഒരു കെട്ട് എടുക്കണം. അതിന്റെ 2 കളേഴ്സ്. 2 കളർ. ഇതൊക്കെ നമ്മ ലിമിറ്റഡ് എഡിഷൻ ആണ്. കണ്ട കളേഴ്സ് നോക്കി. പിന്നെ ഇത് നല്ല സുഖാട്ടോ. കാരണം ഈ ഒരു മെറ്റീരിയൽ തന്നെയാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. അതിന്റെ ഒരു കംഫർട്ടബിൾ ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. 3 പീസിന്റെ കളക്ഷൻ കേട്ടോ. അപ്പൊ അതില് 2 കളർ ഇപ്പൊ നിലവിലുണ്ട്. ഇനി പ്ലെയിൻ വേണവർക്ക് ഇത് പ്ലെയിനിൽ 2 പീസ് കണ്ടോ. 2 പീസ്. ആഹാ, എന്താ രസം. വെറൈറ്റീസ് വരണുള്ളൂ. കണ്ട, പൊളിച്ചു. ഇതും വെർട്ടിക്കലാണ്. 2 പീസിന്റെ പ്രിന്റഡ് ആണ്. ഫുൾ പ്രിന്റഡ്. അതുപോലെ തന്നെ ഇതൊക്കെ സൈഡ് പോക്കറ്റ് ഒക്കെ ഉണ്ടാവും. പാന്റിലെല്ലാത്തിലും പോക്കറ്റ് വരുന്നുണ്ട്. പിന്നെ ഇതൊക്കെ നല്ല സിമ്പിൾ കുർത്തീസ് ആണ്. നല്ല സ്റ്റാൻഡേർഡ് കുർത്തീസ് ആണ്. അത് ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിനൊക്കെ നല്ല കളേഴ്സ് ഉണ്ട്. നല്ല അടിപൊളി കളേഴ്സ് ആണ് ഇതിന്റെ. ഇത് വേണ്ടത് കാന്താ പ്രിന്റിൽ നോക്കി. ഇതൊക്കെ നല്ല വെറൈറ്റി പീസ് ആണ്. ഇത് സാങ്കേതിക പ്രിന്റ് വേണമെങ്കിൽ അതും ഉണ്ട്. കോട്ടണില് നല്ല അടിപൊളി സാധനം. കോട്ടണിൽ കേട്ടോ. അതും വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട് ഹാൻഡ് വർക്ക്. നല്ല നെക്ക് പീസ്. ഓഹോ, എന്താ രസം. ഞാൻ ഇവിടുന്ന് ഓരോന്ന് കാണിക്കുമ്പോ ബാക്കില് കസ്റ്റമേഴ്സ് നിന്നിട്ട് ഈ പീസ് എടുക്കുക, ഈ പീസ് ഒക്കെ ഇഷ്ടമുണ്ട് എടുക്കണതൊക്കെ അല്ലേ. പിന്നെ നോക്കി, ഇത് ഫീഡിങ്ങിലാണ്. നല്ല ഫീഡിങ് കുർത്തിയാണ്. നല്ല സൈസ് ഐറ്റംസ് ആണ്. എനിക്കൊരു കസ്റ്റമർ വന്നിട്ടുണ്ട്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ബിലാലിന് ഞങ്ങൾ കസ്റ്റമർ ഇത് നമ്മളെ മെയിൻ കസ്റ്റമർ ആണ്. ഒന്ന് തിരിഞ്ഞോ സംസാരിക്ക്. പറയാങ്ങട്. അതെ അതെ, ആരും നിർബന്ധിക്കണ്ട. എല്ലാരും ഒന്നും മിണ്ടാണ്. ഇക്ക ഒന്ന് കളക്ഷൻസ് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ. അടിപൊളി കളക്ഷൻസ് ആണ്. പോരാ, ഇനി റേറ്റിനെ കുറിച്ച് പറയാല്ലേ. റേറ്റ് ഒന്നും പറയേണ്ട കാര്യമില്ല. നമുക്ക് സ്പെഷ്യൽ പ്രൈസ് ആണ് ഇവിടെ. അതെ, നമ്മൾ അബുക്ക കണ്ടറിഞ്ഞ് ചെയ്യാനത്. പിന്നെ ഇനി എന്താ വേണ്ട അല്ലേ. നമ്മുടെ സ്ഥലം പറഞ്ഞില്ല. നമ്മ തൃപ്രയാറ് ബ്യൂട്ടി ഗ്രൂപ്പിന്റെ. തൃപ്തിയാറാണോ? ആഹാ, ഞാൻ തൃശ്ശൂര് കേട്ടോ. അത് പേര് പറഞ്ഞില്ല. റാസിക്. എല്ലാവർക്കും അപ്പൊ ഞാൻ 6 മണിക്ക് നമ്മൾ ഒരുമിച്ചിരുന്ന് കാണാം. കുറെ പേര് ഒക്കെ നോയമ്പ് പിടിച്ച് വന്നവരാണ്. എന്നാലും എനർജിക്ക് ഒരു കുറവില്ല. നോയമ്പിന് ഇവിടെ നോമ്പാറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞിട്ടേ പോകുള്ളൂ ഞങ്ങള്. അതെ, അങ്ങനെ ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ നോമ്പാണ്. അത് ഞാൻ ഫസ്റ്റ് ഞാൻ ഇപ്പൊ വന്നല്ലോ.
ആഹാ അതിനെ കുറിച്ചൊന്നും ഡീറ്റെയിൽ എല്ലാവർക്കും ഇവിടെ വന്ന കസ്റ്റമറിന് എല്ലാവർക്കും സ്റ്റാഫിൽ എല്ലാവർക്കും ഇരിക്കാൻ സ്പെഷ്യൽ നോമ്പ് പറയണം ഇവിടെ. അത് പർച്ചേസ് ചെയ്യണ എല്ലാവർക്കും പർച്ചേസ് ചെയ്യണ്ട അങ്ങനെ ഒന്നുമില്ല, അങ്ങനെ വേർതിരിവൊന്നുമില്ല. പർച്ചേസ് ചെയ്തില്ല ഇല്ലെങ്കിൽ എല്ലാവർക്കും നോമ്പ് പറയണം. നാട്ടുകാർ മൊത്തം അങ്ങനെ എല്ലാരും വിളിച്ചില്ല നമ്മുടെ ഷോപ്പിൽ വന്നവർക്കൊക്കെ അങ്ങനെ നോമ്പ് ഷോപ്പിൽ വരുന്നവർക്ക് പിന്നെ സ്പെഷ്യൽ സമയത്തുള്ളവർക്ക് എല്ലാവർക്കും നോമ്പ് പറയണം. പോരെ ഇത് എവിടെ കിട്ടൂല്ലേ? അത് എവിടെ കിട്ടും? നമ്മുടെ അബുഖന്റെ കടയില്ല. അപ്പൊ എന്തായാലും നടക്കട്ടെ, കളക്ഷൻസ് കാണട്ടെ. ആള് ഈ കുട്ടി ഹാൻഡിൽ ചെയ്യും. ഒന്ന് പോയേ രണ്ട് മിനിറ്റ് ഒന്ന് ഹാൻഡിൽ ചെയ്യും. നമ്മളൊന്ന് കുറച്ചുകൂടി കളക്ഷൻസ് കാണിച്ചിട്ട് നമുക്ക് ആൾക്കാർ വിമിഷ്ടം വിഷമ നമ്മുടെ കസ്റ്റമർ ആണെന്ന് പറഞ്ഞിട്ടേ വിളിച്ചിട്ട് വന്നേനെ. വിളിച്ചിട്ട് വന്നതെന്ന് വെച്ചാൽ ചോദിക്കും ഇവിടെ ഫ്രീ ആണോ എന്താന്നുള്ളത്. ഒരു 10 മിനിറ്റ് കേട്ടോ, ഞാൻ ഇപ്പൊ വീടാ. ബിലാലെ നീ ഇല്ലാണ്ട് എന്ത് വീഡിയോടാ കാണിക്ക് നീ? ഇത് കാണിക്ക്. ഇതേ സാധനം വരുന്ന വരവ് നോക്കുക. ഇത് കോളർ നെക്കിൽ തന്നെ പാറ്റേൺ ആണ്. സ്ലീവ് ഒക്കെ നോക്കി അതിന്റെ ഇതൊക്കെ നല്ല നല്ല അടിപൊളി ഐറ്റംസ് ആണ്. ഇത് നമ്മ നേരത്തെ നമ്മ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ വേറൊരു പാറ്റേൺ ആണ് ഇത്. അതിന്റെ കളച്ചാട്ടും വ്യത്യാസം വരും. ഇത് നോക്കി, ഇതാകുമ്പോ കോട്ടണിൽ 3 പീസ് വരും. ഇതാണ്ടോ 2 പീസ് ആണ്. ഇതൊക്കെ നല്ല ഇപ്പൊ ഈ വേനൽക്കാലത്തൊക്കെ ഇടാൻ പറ്റിയ സമ്മർ ഐറ്റംസ് ആണ് ഇതൊക്കെ. വേനൽക്കാലൊക്കെ തുടങ്ങി കാലാവസ്ഥ പോണത് ഇതിന്റെ ഉള്ളിലല്ല, പുറത്ത് നല്ല ചൂടാണ്. സാധാരണ ചൂടൊക്കെ തുടങ്ങണത് ഇതൊക്കെ നേരത്തെ തുടക്കം കഴിഞ്ഞു. ഇതൊക്കെ നല്ല സൂപ്പർ സാധനമാണ്. ഇത് നോക്കിയത് ഇതാകുമ്പോ ഷോൾ സെറ്റ് മാത്രമാണ്. പാന്റില്ല ഷോളൊക്കെ നല്ല നോക്കി. ഇത് ഡിജിറ്റൽ അടിപൊളി ഷോളാണ്. സൂപ്പർ ഷോളാണ്. ഇത് ഡിജിറ്റലില് ബാക്കിലും ഫ്രണ്ടിലും ഇതുപോലെ പ്രിന്റ് വരുന്നുണ്ട്. നോക്കി ഇതൊക്കെ കോട്ടണില് ഇതൊക്കെ പോക്കറ്റ് ഉണ്ട്. എല്ലാത്തിനും പോക്കറ്റ് വരുന്നുണ്ട്. കളർ എനിക്ക് ഇഷ്ടമായിട്ടോ, നല്ല അടിപൊളി കളർ. കാണാത്ത ഒരു വെറൈറ്റി കളർ ആയില്ലേ, വിത്ത് പാന്റ്. ഈ സമ്മർ ഐറ്റത്തിൽ കൊടുക്കാൻ പറ്റിയ ഐറ്റംസ് ആണ്. ഇതും കണ്ട, ഇതും ഒരു 2 പീസ് തന്നെ. 2 പീസ് അതും ഷിമ്മറിലാണ്. ഷിമ്മറിൽ വന്നത് ഷോളൊക്കെ നോക്കി ഫുൾ ഒരു വീവിംഗിൽ വരുന്നതാണ് കേട്ടോ. അടിപൊളി ഷോളാണ്. ഇതൊന്ന് വെച്ചതാടാ. കണ്ട ലുക്ക് ഇങ്ങനെയായിരിക്കും. പാന്റില്ല 2 പീസ് വേണമെങ്കിൽ അങ്ങനെ കേട്ടോ. ഇതാണ് ഇത് മസ്ലിനിൽ വന്ന നല്ലൊരു മസ്ലിനില് 3 പീസാണ്. 3 പീസ് കളക്ഷൻ. നല്ല പ്രിന്റ് ആണ്, അടിപൊളി പ്രിന്റ് ആണ്. ഓക്കെ, ഇതൊക്കെയാണ് വെറൈറ്റികൾ. ഇനി വെറൈറ്റികൾ കിടക്കണമല്ലോ. ഇതൊക്കെ ഇവിടെ നിസ്സാര പീസെല്ലാം ആയിട്ടുള്ളൂ. പെരുന്നാൾ ഐറ്റംസ് ഇങ്ങനെ വന്ന് കിടക്കണത് കാണാൻ കിടക്കണുള്ളൂ. ഇതാണ്ടോ ഇതൊക്കെ വീനെക്കിൽ വരുന്ന കളക്ഷൻ. വീനെക്കില് അതുപോലെ തന്നെ സ്ലീവിന്റെ പോർഷനിൽ വരുന്നുണ്ട്. ഇത് പലാസോ സെറ്റ് ആണ്. അടിപൊളിയാണ്. ഇത് ഷോർട്ട് ടോപ്പും വരും, പലാസോ സെറ്റ് ആണ്. സെറ്റ് അങ്ങനെ 3 പീസിൽ രസല്ലേ കാണാൻ. അപ്പൊ ഇതിന് കളേഴ്സ് ഉണ്ട്. ഇത് നമ്മൾ കാണിച്ചു നേരത്തെ കാണിച്ച മസ്ലിന്റെ ഡിഫറെന്റ് പ്രിന്റ് നല്ല കളർ ഡിഫറെന്റ് പ്രിന്റ് ആണ്. നമ്മൾ നേരത്തെ കാണിച്ചതിന്റെ ഡിഫറെന്റ് പ്രിന്റ് കേട്ടോ. അപ്പൊ മസ്ലിൻ ഫാബ്രിക്കില് ഇത് മസ്ലിൻ തന്നെ 2 പീസ് ആണ്. ഇതിന് നല്ല ഡിഫറെന്റ് കളേഴ്സ് ആണ്. ഇതൊക്കെ ലിമിറ്റഡ് എഡിഷൻ ആവുമ്പോൾ ചെയ്യണം. വലിച്ചുവാരി ചെയ്യൊന്നുമില്ല. എല്ലാം ലിമിറ്റഡ് എഡിഷൻ, നല്ല അടിപൊളി കളേഴ്സ്. 5 കടയിൽ മാത്രം കിട്ടാവുള്ളൂ, ബാക്കിയുള്ള കടയിൽ കിട്ടരുത്. അങ്ങനെയാണ് ചെയ്യണം. അതൊക്കെ അങ്ങനെ ചെയ്യണം. അതിനുള്ള വെറൈറ്റീസ് ഉണ്ട്. കേട്ടോ ഇതൊക്കെ യോക്കില് നല്ല വർക്ക് ഒക്കെ വന്ന നല്ല സൂപ്പർ ഐറ്റം ആണ്. ഇത് ജോർജറ്റിൽ വന്ന ഐറ്റം കണ്ട. ജോർജറ്റിൽ അടിയിൽ ഫ്രില്ലൊക്കെ വരും. ഇത് ഇവിടെ നിന്നാണ് കേട്ടോ ഫ്ലീറ്റ് പോയിരിക്കുന്നത്. കറക്റ്റ് നോക്കി അറിയാം. ഇതൊക്കെ ശരിക്കും നമുക്ക് ടീനേജുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയത്. ബാക്കിലാണ് ഇതിന്റെ സിബ് വരുന്നത്. അപ്പൊ ലുക്ക് വൈസ് അടിപൊളി, ഇടാനും സുഖം. ഇത് നോക്കി, ഇത് മസ്ലിനില് 2 പീസ് ഇങ്ങനെ മസ്ലിനില്. അപ്പൊ പ്രിന്റുകൾ ഇന്ന് കണ്ടതാവില്ല, നാളെ കട എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. വെറൈറ്റീസ് എപ്പോഴും ഉണ്ടാവും. നല്ല നല്ല കളക്ഷൻ. ഒരു കോൾ ചെയ്യാണ്ട് അവനെങ്ങനെയെങ്കിലും ഒന്ന് പോകണം. നീ ഇത് കാണിച്ചിട്ട് പോയാ ഒരു കോൾ ചെയ്യാനുണ്ട്. ആകെ ബുദ്ധിമുട്ടിലാണ്. അപ്പൊ നമുക്ക് അടുത്ത 2 മിനിറ്റ് അടുത്ത പീസ് വന്നിട്ടുണ്ട്. കോട്ടണില് 3 പീസ് ആണ്. കോട്ടണില് അടിപൊളി 3 പീസ് കളക്ഷൻ വിത്ത് ദുപ്പട്ടോട് കൂടി വരും. കണ്ട പാന്റ് ഒക്കെ ഇതിനൊക്കെ എല്ലാത്തിനും പോക്കറ്റ് ഉണ്ടാവും പാന്റിന്. ഇതാണ് ഷോളിനൊക്കെ ലെങ്ത് നോക്കി, അടിപൊളി ലെങ്ത്തും നല്ല ഇതൊക്കെ ഇട്ടതിനൊക്കെ പ്രീമിയം ലുക്ക് ആയിരിക്കും. ഇതൊക്കെ വൈഫിന് എപ്പോഴും ഇവിടെ തന്നെയല്ലേ മേടിച്ചു കൊടുക്കണത് കുർത്തീസും കാര്യങ്ങളൊക്കെ. അതൊന്നും പറയണ്ടല്ലോ, വൈഫിന് ഇവിടുന്ന് മേടിച്ചു കൊടുക്കണതൊന്നും പറയേണ്ട ആവശ്യമില്ല. ഞങ്ങളെ സിംഗിളാന്നല്ല അറിഞ്ഞോട്ടെ. ഇത് കോട്ടണില് ഇവിടെയൊക്കെ ഫ്രില്ല് ഉണ്ട്. അഡ്ജസ്റ്റബിൾ ഇങ്ങനെ ചെയ്യാൻ പറ്റും. വേറെ ഷേപ്പ് ഒന്നും ചെയ്തിട്ട് ടോപ്പ് ബോറാക്കണ്ട. അല്ലാണ്ട് നമുക്ക് ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും. നമ്മളായിട്ട് ഷേപ്പ് ആക്കണം. ഇതൊരു പ്ലസ് സൈസ് ആണ്. ഇത് 3 to 6 വരും. വെർട്ടിക്കലില് വീനക്കാണ്. 2 പീസ് കണ്ട പ്ലസ് സൈസ് ആണ്. അപ്പൊ കസ്റ്റമർ ഒക്കെ വരുമ്പോ ഷോപ്പിൽ നിന്ന് ഇറങ്ങി പോവൂല. അതിന്റെ കളേഴ്സ് ആണ്. ഷോപ്പിൽ നിന്ന് പോയില്ലാന്ന് വെച്ചാൽ നിങ്ങളുടെ റീറ്റെയിൽ ഷോപ്പിൽ കാണിച്ചു കൊടുത്താൽ മതി. അവർക്ക് പിന്നെ പറക്കും കിടന്നിട്ടാകാം. ഡിമാൻഡ് ഉള്ളതല്ലേ പ്ലസ് സൈസിനൊക്കെ. ഇതാവുമ്പോ നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ്. പോപ്കോണിൽ തന്നെ നോക്കിയാൽ മെറ്റീരിയൽ ഇങ്ങനെ കണ്ടാലേ ഇങ്ങനെ മനസ്സിലാവുള്ളത്. മെറ്റീരിയൽ അതുപോലെ തന്നെ പ്രിൻസസ് കട്ടാണ്.
ഇത് നോക്കിയേ, ഇത് വെർട്ടിക്കലി തന്നെ ഇതും 2 പീസ് ആണ് വരുന്നത്. 2 പീസിൽ ഇതിന്റെ നെക്ക് കുറച്ച് ഡിഫറെന്റ് ആണ്. നെക്ക് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് നമുക്ക് ഓരോ പാറ്റേൺ ആയിട്ട് അങ്ങനെ ഡിഫറെന്റ് ആയിട്ട് ചെയ്യണല്ലോ. ഓരോ സാധാരണ കാണുന്ന പോലെയല്ല, കുറച്ച് മാറ്റമുണ്ട്. ഒന്നില്ലെങ്കിൽ കട്ടായിരിക്കും, ചേച്ചി വെക്കുമ്പോ തന്നെ ചേച്ചിന്റെ ലുക്ക് തന്നെ മാറിപ്പോയി. എനിക്ക് വയ്യ, ഞാൻ ഇന്ന് ബിരിയാണി മേടിച്ചില്ല കേട്ടാ, നോയമ്പല്ലേ, സോറി. അല്ല, അല്ലെങ്കിൽ സോപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ മേടിച്ചു തരാൻ ഉദ്ദേശിക്കുന്നില്ലാന്ന്. ഇത് നോക്കി, ഫീഡിങ് ആണോ? ഇത് ഫീഡിങ് അല്ല, ഇത് റയോണി തന്നെ. ഇത് നല്ല നല്ല ബിഗ് സൈസ് ആണ്, ഇതും പ്ലസ് സൈസ് ആണ്. 3, 4, 5, 6 വരും, പ്ലസ് സൈസ് ആണ് ഇത്. ഡെയിലി വെയറിന് പറ്റിയിട്ട് പിന്നെ ഡെയിലി വെയറിന് പറ്റിയിട്ടുള്ള നല്ല കംഫർട്ടബിൾ. കണ്ടാ, ഇത് പ്ലസ് സൈസിൽ തന്നെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് റയോണില്. ഇവിടെ ഹാൻഡ് വർക്ക് കണ്ടോ. അപ്പൊ പിന്നെ ഒരു മാറ്റി യൂസ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഹാൻഡ് വർക്ക് ഇല്ലാത്തത് പ്ലസ് സൈസ് ഒക്കെ വരുമ്പോ കസ്റ്റമറാണ്. പിന്നെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ കൊച്ചു ഭാഷയിൽ എല്ലാം തോതൈറ്റം കൊച്ചു ഭാഷയിൽ പറയുകയാണെങ്കിൽ ഫീഡിങ് ആണ്. ഫീഡിങ് ചോദിച്ചാൽ കസ്റ്റമറൊക്കെ എപ്പോഴും റീറ്റെയിൽ ഇടയിൽ വരുമ്പോ കൊടുക്കാനുണ്ടാവൂല. കാരണം അവർക്ക് അറിയില്ല ഫീഡിങ് ഒക്കെ എങ്ങനെയാണ് എടുക്കണ്ടെന്നൊക്കെ. ഇതിപ്പോ ഫീഡിങ് ഉണ്ടെന്ന് പോലും നമുക്ക് അറിയുന്നില്ല, പറഞ്ഞറിയിപ്പിക്കണത്. ഇതും ഫീഡിങ് ആണ്. ഇതൊക്കെ ഒരു ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. കണ്ടോ, ഇത് ഫ്ലാപ്പ് ടൈപ്പ് ആയിട്ടാണ്. ഇത് ഫീഡിങ് ആണ്. ഇത് ജോർജറ്റില് നല്ല ബോക്സ് വർക്കിൽ നല്ല ഇവിടെ തന്നെ നമുക്ക് കെട്ടി അഡ്ജസ്റ്റ് ചെയ്യാം. ഫീഡിങ്ങിന് വേണമെങ്കിൽ ഫീഡിംഗ് ആയിട്ട് യൂസ് ചെയ്യാം. ഇൻവിസിബിൾ സിബ് ആണ് കൊടുത്തിരിക്കുന്നത്. അതൊന്നും അറിയില്ല, ഒന്നും കാണാൻ പറ്റില്ല. ഇതൊക്കെ ഫീഡിംഗ് ആണ്. ഇതൊക്കെ ഫീഡിംഗ് ഒക്കെ എടുത്ത് കാണിക്കാൻ കഴിഞ്ഞ വീഡിയോ നമ്മൾ ഫീഡിംഗ് കാണിച്ചിട്ടുണ്ടായില്ല. അപ്പൊ കുറെ കസ്റ്റമർ പരാതി പറഞ്ഞിട്ടുണ്ടായി. അതുകൊണ്ട് സ്പെഷ്യൽ ഫീഡിംഗ് കുർത്തി കാണിക്കാണ്. കസ്റ്റമർ പരാതി പറഞ്ഞിട്ടുണ്ടായി, അതുകൊണ്ടാണ് കാണിക്കണം. ഇതാണ്ടോ, ഇതും അതന്നെയാ ഫീഡിംഗില്. ഇതൊക്കെ ഫീഡിംഗ് ആണ്. ഇതൊക്കെ ഫീഡിംഗ്. അതിന്റെ സ്ലീവ് ഒന്ന് കാണിച്ചു കൊടുത്ത് നോക്കി. സ്ലീവിന്റെ ഒക്കെ നോക്കി, ഫ്രില്ല് ഉണ്ടോ, കട്ടിങ് വേറെയാണ്. കട്ടിങ് വരെ ഇടുമ്പോ നല്ല ഇങ്ങനെ പഫ് ആയിട്ട് കിടക്കും. ഇത് ചിക്കൻ കറിയിൽ വന്നത്. ഇതാണ്ടാ, പ്രീമിയം ഐറ്റം ആണ്. പ്രീമിയം ഐറ്റം. ഇതിനൊരു പാന്റ് ഒരു ഷോളും സെറ്റ് ചെയ്ത് തന്നെ കണ്ട പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്ത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാം. ഇത് അമ്മ നേരത്തെ കാണിച്ചതിന് വേറൊരു കളറാണത്. ഇത് കണ്ട, ഇത് റയോണില്. ഇതൊക്കെ സിമ്പിൾ നല്ല അടിപൊളിയാണ്. പീസാണ് അതെല്ലാം. അതും സ്ലീവ് ഒക്കെ സെയിം അത് തന്നെ നല്ല കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാം. ഇതാണ്ട, ഇതും വീനക്ക് തന്നെ വന്ന വേറൊരു റയോണിൽ വന്നത്. ഹാൻഡ് വർക്ക് ഹാൻഡ് വർക്ക് ആണത്. ഹാൻഡ് വർക്കിൽ തന്നെ ഐറ്റം. അപ്പൊ ഫീഡിങ്ങിന്റെ കുറെ ഇറക്കിണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എന്താ വെച്ചാൽ നമ്മൾ കാണിക്കാൻ വിട്ടുപോയി. ഈ പ്രാവശ്യം ആണെങ്കിൽ ഫീഡിങ്ങിന്റെ വെറൈറ്റീസ് 3 പീസ് ആണ്. ക്യാപ്സോൾ തന്നെ 3 പീസ്. അതിന്റെ ഒക്കെ നല്ല സൂപ്പർ കളേഴ്സ് ആണ്. അതിന്റെ ലിമിറ്റഡ് കളറാണ് ഇതൊക്കെ. ഇതെന്ന് പറഞ്ഞാൽ ആകെ നമ്മൾ 2 കളർ ചെയ്യുള്ളൂ. അത് വെച്ചാൽ കസ്റ്റമർക്ക് പോയിട്ട് കാണിക്കുമ്പോ തന്നെ പോകണം. ആ സൈസ് കളറാണ്. ഒരു കടയിൽ കണ്ടു കഴിഞ്ഞാൽ ഇത് മറ്റേ കടയിൽ അന്വേഷിച്ച് പോവുക. അത് തന്നെ ഷോളിന്റെ ലെങ്ത് നോക്കിയാ കണ്ടോ, ലെങ്ത്തും വിടുത്തും ഒക്കെ. അതും ഇതൊക്കെ എന്തൊരു കംഫർട്ടബിൾ ആണെന്നറിയാം. മൽമൽ കോട്ടൺ ഒക്കെ മാറി നിൽക്കും. ഇപ്പൊ വെച്ചിട്ട് ലുക്ക് നോക്കി എന്താണ് വയ്യ. എന്താ രസല്ലേ, ഗ്ലാമർ കൂടി. പിന്നെ അത് ആ ടോപ്പിന്റെ പവറാണത്. ഇതാണ്ടോ, ഇത് വെർട്ടിക്കൽ. ഇതൊക്കെ നമ്മുടെ ഓൺ സ്റ്റിച്ചിങ് അല്ലേ. നെക്ക് കണ്ടോ, ശരിക്കും ബ്ലൗസിന്റെ അതിന്റെയൊക്കെ. പിന്നെ ഇതൊക്കെ ഇവര് ഓൺ സ്റ്റിച്ചിങ് ആണ്. അതുകൊണ്ട് തന്നെ എങ്ങനെ വേണമെങ്കിലും എത്ര പീസ് വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ ഒരു പീസ് എടുക്കുമ്പോ ഇത്ര പീസ് എടുക്കണം. അത് ഇനിയിപ്പോ കസ്റ്റമർ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ രീതിയിൽ നമുക്ക് ഇപ്പൊ ഒരു കളറിന് തന്നെ അവർക്ക് ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ അതും ചെയ്തു കൊടുക്കാം. പിന്നെ യൂണിഫോം ആയിട്ട് വേണമെന്ന് വെച്ചാൽ അതും 50, 100 പീസ് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് അങ്ങോട്ട്. അപ്പൊ ഇവിടെ ഒന്ന് വന്നാൽ മതി. കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അബുക്കാന്ന് പറഞ്ഞ സെർച്ച് ചെയ്ത് രാജധാനിന്റെ മുമ്പിൽ തന്നെ ഈ ടോപ്പ് കളർ ഈ എറണാകുളം മാർക്കറ്റ് റോഡ് മേനയിൽ ഇറങ്ങാം. മേനയിലൊന്ന് ഇറങ്ങാം. അവിടെ നിന്ന് ഒന്നിലും ഓട്ടോ വിളിക്കാം, അല്ലെങ്കിൽ നടന്നു ഇങ്ങോട്ട് വരാം. നടക്കാനുള്ള ദൂരമുള്ള ഓട്ടോ വിളിച്ചിട്ട് വരുന്ന കാശുകളെ. ട്രെയിനിലാണെങ്കിൽ സൗത്തിലോ അല്ലെങ്കിൽ നോർത്തിലോ ഒന്ന് ഇറങ്ങാം. എവിടെയായാലും ഇറങ്ങിയാലും ഓക്കെയാണ്. രണ്ടിന്റെ നടുക്കിലാണ്. അവിടുന്ന് ഓട്ടോ എന്തായാലും പിടിക്കേണ്ടി വരും. അവിടുന്ന് നടക്കാൻ പറ്റില്ല. അവിടുന്ന് ഓട്ടോ വിളിക്കണം. ട്രെയിൻ ഇറങ്ങുകയാണെങ്കിൽ ബസ് ഇറങ്ങുകയാണെങ്കിൽ ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് ഉള്ളൂ. ഇനി പാർക്കിംഗ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. ഇതിന്റെ താഴെ തന്നെ നമുക്ക് പാർക്കിംഗ് ചെയ്യാം. എത്ര വണ്ടികളും പാർക്ക് ചെയ്യാം. മേളിലും ചെയ്യാം, അടിയിലും ചെയ്യാം. അടിയിലും മേളിലും ചെയ്യാം. എപ്പോഴാണെങ്കിൽ പാർക്ക് ചെയ്യാം. കാരങ്ങോട്ട് കുത്തിയാൽ മതി. ലിഫ്റ്റിൽ വിളിച്ചാൽ മതി. അമ്മ വന്നിട്ട് കാറെല്ലാം സെറ്റ് ചെയ്ത് തരും. അതെ, ആ ഒരു പ്രശ്നം തീർന്നു. എനിക്ക് കാർ പാർക്കിംഗ് ഇല്ലെങ്കിൽ നമ്മളൊന്ന് വിളിച്ചാൽ മതി. ഫോൺ നമ്പറിൽ അമ്മ വന്നിട്ട് ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് തരും. ആ കാര്യത്തിലും ബുദ്ധിമുട്ടില്ല. കളക്ഷൻ ഇതാണ്ടോ, ഇത് പോപ്കോൺ മെറ്റീരിയൽ തന്നെ 2 പീസ് ആണ്. കോഡ് സെറ്റ് ആയിട്ട് ചെയ്തേക്കണം. പലാസോ സെറ്റ്. നെക്ക് നോക്കി ബട്ടണൊക്കെ വെച്ചിട്ട് നല്ല പ്രീമിയം ആയിട്ടാണ് ചെയ്തേക്കണത്. ബട്ടൺ കണ്ട സൈഡിൽ ഇങ്ങനെ ബട്ടൺ ഇട്ടിട്ട് കുറച്ച് വെറൈറ്റി നെക്കാണ് കേട്ടോ. ഇതാണ്ട, ഇത് മസ്ലിനില്
3 പീസാണ്. 3 പീസ് കളക്ഷൻ. അതിന്റെ ഷോളിന്റെ ഒക്കെ ആ ലുക്ക് ഇതാണ്ടോ കേട്ടോ, ലുക്ക് ഡിഫറെന്റ് ആണ്. പിന്നെ അതാണ്ടോ ഫ്ലോറലാണ് നോക്കിയേ, റെഡ് അല്ല, ഇഷ്ടംപോലെ കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. കളേഴ്സ് ആണ് അതിന്റെ 2 കളേഴ്സ് ഉള്ളൂ. ഇതൊക്കെ ലിമിറ്റഡ് എഡിഷൻ ആണ്. ഏതെടുത്താലും സാധാരണ എല്ലാ കടയിൽ പോകുമ്പോൾ നമുക്ക് 4 കളേഴ്സ് ഉണ്ട്, പക്ഷെ നമുക്ക് 2 കളർ ചെയ്യണുള്ളൂ. അപ്പൊ നമ്മുടെ ഓൺ പ്രൊഡക്ഷനിൽ ഈ ഒരു ഫ്ലോർ നിറയെ കളക്ഷൻ. മെയിൻ കളർ മാത്രം ചെയ്യുള്ളൂ. കോട്ടണില് ഇതൊക്കെ നോക്കി, കോട്ടണില് 2 പീസ്, 3 പീസും ഉണ്ട് 2 പീസും ഉണ്ട്. ഇതിപ്പോ 2 പീസിന്റെ ആണ്. കോട്ടണിൽ വേണമെങ്കിൽ 3 പീസ് ഇതൊക്കെ ഷോളിനൊക്കെ ലെങ്ത് ഉണ്ട്, നല്ല അടിപൊളി ലെങ്ത് ആണ്. നോക്കി നല്ലോണം ഇങ്ങനെ ചുറ്റിയൊക്കെ ഇങ്ങനെ ഇടാൻ പറ്റും. കളറും കണ്ട എന്താ രസം. ഇത് 3 പീസ് ആണ്. 3 പീസാണ്. 3 പീസാണ്. പാന്റ് വേറെ വല്ലോടത്ത് കിടക്കാം. അതാണ് അതായത് വീനക്കിൽ കോട്ടന്റെ ആണ്. ഇന്ന് തിരക്കായതുകൊണ്ട് എവിടെ എന്തൊക്കെ അപ്പൊ കയ്യിൽ കിട്ടിയത് കയ്യിൽ കിട്ടണില്ല, അത് ഭയങ്കര തിരക്കായി പോയി. ചേച്ചിനെ വിളിച്ചിട്ട് കിട്ടണുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഇന്നലെ വന്ന് വീഡിയോ ചെയ്യായിരുന്നു. അതെ, ഇന്നലെ ആവുമ്പോ ഞായറാഴ്ച. ഇന്നലെ വെറുതെ ഇരിക്കണായിരുന്നു ഇവിടെ, ചേച്ചിനെ കാത്തിരിക്കണേ. ഞായറാഴ്ച ആവുമ്പോ ഞങ്ങള് തുറക്കില്ലല്ലോ, അതാണ് പറഞ്ഞത്. ഇവിടെ വെറുതെ ഇരിക്കുക, അല്ലെങ്കിൽ രാവിലെ വരുമ്പോഴേക്ക് നോമ്പായിട്ട് റംസാനായിട്ട് തുറന്നിട്ടുണ്ടായി. സൺഡേ ഓപ്പൺ ആക്കി. ചേച്ചി നമ്മളെ വീഡിയോ ഡേറ്റ് ഉണ്ടായിരുന്നില്ല, അപ്പം അത് കാണിക്കണുണ്ടോ വീഡിയോ? അത് കാണിക്കണ വീഡിയോ ഡേറ്റ് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എന്നെ പൊക്കണം നിന്നെ പൊക്കണം സംഭവം എനിക്കും മനസ്സിലായില്ല, അവനും മനസ്സിലായില്ല. നാട്ടുകാർക്ക് മനസ്സിലാവാണെങ്കിൽ ഒരു കമന്റ് ഇട്ടാ മതി. എന്തൊക്കെ ഞങ്ങൾ പറയണേ, ഞങ്ങൾക്ക് ഒരു ബോധമില്ലാത്ത പോലെ സംസാരിക്കും. കാരണം വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. വെറൈറ്റീസ് ഉണ്ടെങ്കിൽ എന്ത് വായന്ന് വരുന്നത് ഇതും 3 പീസാണ്. ഇതൊക്കെ കോട്ടണിൽ ഇപ്പൊ നല്ല ഈ വേനൽക്കാലത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റമാണ്. ഓഫീസ് വർക്കിനൊക്കെ കണ്ടോ, 3 പീസ്. നമുക്ക് മുകളിലേക്ക് കോട്ട് സെറ്റ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. കണ്ടോ, ഇതൊക്കെ പെരുന്നാളിന് വെറുതെ എന്താ പറയാ അലുവ പീസ് എന്ന് പറയുന്നേക്ക, അലുവ പീസ്. ഇതാണ്ടോ ഇപ്പൊ അലുവയ്ക്ക് പകരം ശരിക്കും പറയാം ചക്ക എന്നാ പറയുന്നത്. ചക്കര സീസണായിട്ട് ഒരു ചക്കര ചോള കിട്ടാനില്ല. ആ സ്ഥലത്താണ് ഇവിടെ ഐറ്റംസ് നോക്കിയേ, സൂപ്പർ. ഇതൊക്കെ നോക്കിയേ, ഇതൊക്കെ പെരുന്നാളിന് കൊടുക്കാൻ പറ്റിയ ഐറ്റംസ് ആണ് എല്ലാം. ഇതൊക്കെ ചീപ്പ് റേറ്റ് ആണ്ടാ. ഇതൊക്കെ കിട്ടണമെങ്കിൽ നേരെ ഇങ്ങോട്ട് വരാം, ടോപ്പ് കളക്ഷനിലേക്ക് വരാം. വരാൻ പറ്റാത്തവർക്കാണെങ്കിൽ വീഡിയോ കോൾ ഉണ്ട്, എല്ലാ സംവിധാനവും ഉണ്ട്. ഒന്ന് വിളിച്ചാൽ മതി, ഫോൺ ചെയ്താൽ മതി. നമ്മളൊന്ന് കോഡ് സെറ്റിൽ മെറ്റീരിയൽ നോക്കിയാ അതൊക്കെ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് എല്ലാം. ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ്. നോക്കി അതിന്റെ ഹാൻഡ് വർക്ക് നോക്കി, ഇതാണ്ടോ സൈഡിലുണ്ടല്ലേ. പിന്നെ അതാണ്ടോ ഇത് വിട്ടേ നോക്കട്ടെ, നല്ല രസമുണ്ട്. അടിപൊളി വർക്കാണ് അതിന്റെ കോട്ട് സെറ്റിൽ കേട്ടോ. ഇപ്പൊ ഇതിന്റെ കളേഴ്സ് ഉണ്ടോ? അതിന്റെ കളേഴ്സ് ഉണ്ട്, 4 കളേഴ്സ് വരും അതിന്റെ. സൂപ്പർ കളേഴ്സ് ആണ്. ഫെസ്റ്റിവലിനൊക്കെ ഇടാൻ പറ്റും. പിന്നെ അതാണ്ടോ ഇതാണ്ടോ ഇതൊക്കെ നോക്കി, ഇത് കഫ്താൻ. ഇതൊക്കെ അത് അടിപൊളിയായിട്ട് ഇരിക്കാൻ പോയിട്ട് സാധനം അവിടെ കിടന്ന് പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്ന സാധനമാണ്. അങ്ങനെ എടുത്തു പറഞ്ഞ പീസാണ് ഇതെല്ലാം. ഇത് കഫ്താനാണ്, ഫ്രീ സൈസ് ആയിട്ട് ഇടണം, ഇങ്ങനെ ലൂസായി കിടക്കണം. അതിന്റെ പാന്റ്, അതിന്റെ കോട്ട് സെറ്റ് ആണ് വന്നത്. അതും വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ്. പിന്നെ ലൈനിങ് ഉണ്ട്. ഇതാണ്, ഇതും ഒരു അടിപൊളി കോട്ട് സെറ്റ് ആണ്. വീനക്കിൽ വന്നത് ഇതാണോ അതിന്റെ പാന്റ്. ഇതൊക്കെ പെരുന്നാളിന് ഇപ്പൊ കൊടുക്കാൻ പറ്റിയ ഐറ്റംസ് ആണ്. പിന്നെ ഇപ്പൊ ട്രെൻഡ് കോട്ട് സെറ്റ് ആണല്ലോ. അതെ, ഇത് ഒരു ഷർട്ട് ആണ്. അതായത് നമ്മളെ ജീൻസിനും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റി, ലൂസായിട്ട് ഫ്രീ ആയിട്ട് ഇടാൻ പറ്റിയ ഫ്ലോർ ഉണ്ട്. പക്ഷെ നമ്മൾ കുറച്ചായിട്ട് ഇവിടെ വെച്ച് വന്നെ പ്രമാണിച്ച് മാറ്റി ഇവിടെ ഇങ്ങനെ നീക്കി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് കിട്ടൂലായിരുന്നു. കസ്റ്റമർ ഓൾറെഡി പർച്ചേസ് ചെയ്ത ഐറ്റം ആണ് ഇത്. ഇപ്പൊ വെസ്റ്റേൺ വെയർ നോക്കുകയാണെങ്കിൽ ഈ കിടക്കുന്നത് മൊത്തം വെസ്റ്റേൺ വെയറിന്റെ കളക്ഷൻസ്. അപ്പൊ ഒരു ഫ്ലോർ മൊത്തം വെസ്റ്റേൺ വെയറിന് വേണ്ടി മാത്രം മാറ്റി. ഇതാണ്ടോ ഇത് കോട്ട് സെറ്റ് ആണ്. നോക്കി, ഇതൊക്കെ നല്ല അടിപൊളി കോട്ട് സെറ്റ് ആണ്. ഹൈലോ പാറ്റേണില്. പിന്നെ അതെ, അതിന്റെ പ്രിന്റ് നോക്കിയാൽ നല്ല ഫ്ലോറൽ പ്രിന്റ് ആണ്. അപ്പ് ആൻഡ് ഡൗൺ ആണ് ഐറ്റം തന്നെ, അപ്പ് ആൻഡ് ഡൗൺ ആണ്. ഇത് ഹൈലോ പാറ്റേണിലാണ് കേട്ടോ ഇത് വരുന്നത് കോട്ട് സെറ്റ്. ഷർട്ട് കണ്ടോ, ഇത് നീ ലെങ്ത് ഷർട്ട് ആണ് ചേച്ചി. മെറ്റീരിയൽ നോക്കണം. അതിന്റെ മെറ്റീരിയൽ നിങ്ങൾ ഇവിടെ വന്നാൽ അതിന്റെ മനസ്സിലാവുള്ളൂ. വീഡിയോയിൽ നമുക്ക് മെറ്റീരിയൽ മനസ്സിലാവില്ല, പ്രിന്റ് മാത്രമേ മനസ്സിലാവുള്ളൂ നിങ്ങൾക്കൊക്കെ. പിന്നെ അതൊക്കെ മനസ്സിലാവണം. ഇതാണ്ടോ, ഇത് സാറ്റണില് കോട്ട് സെറ്റ് ആണ്. സാറ്റൺ ആണ്ടത്. എന്താ സൂപ്പർ മെറ്റീരിയൽ ആണ് എല്ലാം. സാറ്റൺ പറഞ്ഞ തിക്നെസ് ഇല്ല, നല്ല ലൈറ്റ് വെയിറ്റിലാണ് വരുന്നത്. അപ്പൊ ഇനി ഇത് നോക്കി, ഇതും കോട്ട് സെറ്റ് ആണ്. ഇതാണ്ടോ കോട്ട് സെറ്റ്. പിന്നെ കോട്ട് സെറ്റ് ഇതാണ്ടോ നോക്കി. ഇതൊക്കെ റേറ്റ് കേട്ടാ നിങ്ങനെ ഷോക്കായി പോകും. റേറ്റ് ഇത്ര ഉള്ളൂ എന്ന് ചോദിക്കും. പിന്നെ അത്രയും കളക്ഷൻ. ഇനി ബാക്കിയുള്ളതേ അവര് ഇങ്ങോട്ട് വരട്ടെ, നമുക്ക് ഇനി മുകളിലേക്ക് കസ്റ്റമർ പിന്നിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. ഞാൻ ഇവിടുന്ന് പോയിട്ട് വേണം ഇങ്ങോട്ട് ചാടാനായിട്ട്. അപ്പൊ നമുക്ക് മുകളിലേക്ക് പോകാം. അപ്പൊ അങ്ങനെ നമ്മള് ഇറങ്ങി ലിഫ്റ്റ് സൗകര്യങ്ങളുണ്ട്. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടില്ല. ഇപ്പൊ നമ്മൾ ആക്ച്വലി അപ്പുറത്തെ സൈഡായിരുന്നു നിന്നുണ്ടായിരുന്നു. അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിൽ കണ്ട് ലിഫ്റ്റ് ത്രൂ. എന്നാ അപ്പുറത്തും ലിഫ്റ്റ് ഉണ്ട്, ഇപ്പുറത്തും സൗകര്യം അനുസരിച്ച്. കാരണം കസ്റ്റമറുടെ തിരക്കായതുകൊണ്ട് എവിടെയാ
ഇതെന്താ സംഭവം ഇതിപ്പോ അമ്മ ഇപ്പൊ പെരുന്നാളൊക്കെ ആയിട്ട് ഐറ്റംസ് ഇങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ കസ്റ്റമറിന് ഇട്ടോണ്ടിരിക്കുന്നുണ്ട് കണ്ടോ ആഹാ കഴിയുന്നതിനനുസരിച്ച് അപ്പൊ ഇത് ഫുൾ പാക്ക് പൊട്ടിക്കാനുള്ളതാ ഫുള്ള് ബണ്ടിൽ വന്ന് കിടക്കണാണ് ഓ ഇതൊന്നുമല്ല പുതിയ പുതിയ പിന്നെ കളക്ഷൻ ഇങ്ങനെ വന്നോണ്ടിരിക്കണ്ട ഐറ്റംസ് ഇങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ വെച്ചോണ്ടിരിക്കണം ഇതൊക്കെ നല്ല ഷോർട്ട് ടോപ്പ് ആണ് ഇതാണ്ടോ ഇതെല്ലാം നല്ല വെസ്റ്റേൺ ടോപ്സ് ആണ് ഈ കാണുന്നത് ഇതെല്ലാം നമുക്ക് അയച്ച് കാണിക്കും ഇപ്പൊ പൊട്ടിങ്ങനെ ജസ്റ്റ് കാണിക്കണമെന്നുള്ളൂ എല്ലാ ഐറ്റംസ് ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ നല്ല ഇപ്പൊ അനാർക്കലി മോഡൽ ഇപ്പൊ അതൊക്കെ നല്ല സൂപ്പർ മോഡലാണല്ലോ ഫുള്ള് ഇങ്ങനെ ചെക്ക് ചെയ്തോണ്ടിരിക്കാണ് അപ്പൊ ഈ ഫുൾ കസ്റ്റമർ ഇങ്ങനെ വന്ന് ഇങ്ങനെ സാധനം ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നതാണ് ബണ്ടല് കാണിക്കാം കണ്ടോ ഇത്രയും ബണ്ടൽസ് ഉണ്ട് അപ്പൊ ഇവിടെ സെറ്റ് ചെയ്തോണ്ടിരിക്കാണ് ഇതൊക്കെ ഒരു പ്രീമിയം സാധനമാണ് ഇതൊക്കെ ഓപ്പൺ ആയി കാണിച്ചാൽ ഇത് ഇപ്പൊ തന്നെ ഓപ്പൺ ആയി കാണിച്ചാലേ ഇത് ഭയങ്കര വെറൈറ്റി ആണ് ഇത് നമ്മായിട്ട് ഇതിന് പേര് ഇട്ടേക്കുന്നത് തന്നെ ബസൂക്ക എന്നാണ് കണ്ടോ ബസൂക്ക ഇതാണ്ട് നോക്കിയേ ഇതൊക്കെ വെറൈറ്റി സാധനം ഇങ്ങനെ ഷർട്ടിൽ ഉള്ളിൽ ഇഞ്ച് ചെയ്തിട്ട് വേണം സാധനം ഇടാനായിട്ട് അതിന്റെ ഫുൾ വീഡിയോ നമ്മളതിലുണ്ട് ഫോട്ടോസ് നമ്മളതിലുണ്ട് അതെ അത് നമ്മൾ വേണമെങ്കിൽ കാണിക്കാം ബസൂക്ക അടിപൊളി അപ്പൊ ഇതിന്റെ കളേഴ്സ് വരുന്നുണ്ട് ഭയങ്കര കംഫർട്ടബിൾ ആണ് പാന്റും അതിനേക്കാളും കംഫർട്ടബിൾ ആണ് നല്ല സുഖം കേട്ടോ എന്താ ഇവിടെ ഒന്നും മോശമില്ലാത്ത ഒന്നുമില്ല ആ രീതിയിലാണ് പർച്ചേസിങ് അപ്പൊ ആള് ചെക്കിങ് കാര്യങ്ങളൊക്കെ നടക്കട്ടെ നമുക്ക് എന്തായാലും ഇനി ഇപ്പത്തെ സെക്ഷൻ പോയി ഇത് നമ്മുടെ തോതല്ലേ തോതല്ല ഇത് നമ്മളെ നമ്മള് താഴ്ത്ത് പിടിച്ചത് താഴ്ത്ത് പിടിച്ചു അപ്പൊ അവര് കസ്റ്റമർ അവിടെ നടക്കണം അപ്പൊ ഇവിടെ എന്താ വരുന്നത് നമുക്ക് ഐറ്റം അല്ല ഇവിടുത്തെ ഐറ്റം എന്താ ഇവിടെ ചുരിദാർ ഐറ്റംസ് ആണ് കൂടുതൽ എന്നുവെച്ചാൽ റംസാൻ കളക്ഷൻസ് പിന്നെ അടിപൊളി മെറ്റീരിയൽ ഇതാ ആ പീസ് ഒന്ന് കാണിച്ച ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തേ ആഹാ സൂപ്പർ എന്നാ പിടിച്ചോ നല്ല വെറൈറ്റി കളക്ഷൻ അല്ലേ ഇതൊന്ന് പിടിച്ചേ ഇതാണ് ഇപ്പൊ ട്രെൻഡ് ഇത് ഈ മെറ്റീരിയലിന്റെ പേര് എന്ന് പറഞ്ഞാൽ ഫെൻഡി മെറ്റീരിയൽ ആണ് എന്റെ വർക്കൊക്കെ നോക്കിയത് വേണ്ട വെഡിങ് ഐറ്റം പെരുന്നാളൊക്കെ ഇപ്പൊ കൊടുക്കാൻ പറ്റിയ ഐറ്റം ആണ് എന്റെ വർക്ക് അതിന്റെ കളേഴ്സ് വേറെ കാണിച്ചു എന്തായാലും ഈ ഒരു ഫ്ലോറിൽ ഇങ്ങനെയാണ് കളക്ഷൻ ആണെങ്കിൽ ഞാൻ ഒന്ന് മാറിയിട്ട് വരാം കാരണം ഇവിടെ ഇങ്ങനെ നിന്നാ ശരിയാവില്ല അല്ലെ ഇവിടത്തെ വേറെ ഡ്രസ് ഇട്ടിട്ട് വേണം നമുക്ക് കാണിക്കാൻ അതെ ഫെസ്റ്റിവൽ വേറെ ഇപ്പൊ ഇട്ടിട്ട് ഇപ്പൊ വരാം ബണ്ടൽ അവിടെ പൊട്ടിക്കൽ കഴിഞ്ഞിട്ട് കുറച്ചൊക്കെ ഇവിടെയും കൊണ്ടു വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഫുൾ വെസ്റ്റേൺ വെയറിന്റെ കളക്ഷൻ എന്ന് വെച്ചാൽ അപ്പുറത്ത് മൊത്തം വെസ്റ്റേൺ വെയർ അങ്ങനെ പിന്നെ നമ്മളിപ്പോ കാണിക്കാൻ പോണത് മൊത്തം എത്നിക് പാർട്ടി വെയർ കളക്ഷൻസ് അപ്പൊ ഞാനൊക്കെ മാറി വന്നിട്ടുണ്ട് നല്ല അടിപൊളി ഒരു കളക്ഷൻ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം അതിന് മുന്നേ നമുക്കതാ ഇതൊരു അടിപൊളി സംഭവം നല്ല അടിപൊളി കളർ അല്ലേ ബിലാലേ ഇതിനെ കുറിച്ചൊന്ന് പറയേ എങ്ങനെയുണ്ട് ഇതിന്റെ ലുക്ക് അതിന്റെ ഇത് മെറ്റീരിയൽ ഫെൻഡി മെറ്റീരിയലാണ് 3 പീസ് ആണ് പലാസോ സെറ്റ് വരും അതിന്റെ നല്ല ഹാൻഡ് വർക്ക് ആണ് ഇതിന് സൈസ് ഉണ്ട് L XL XL 3XL സൈസ് വരും അപ്പൊ ഇങ്ങനെ പുതിയ കളക്ഷൻസ് പുതിയ കളക്ഷൻ ആണ് ഇതൊക്കെ പെരുന്നാളിന്റെ അടിപൊളി സെലക്ഷൻ വന്നേക്കാണ് അപ്പൊ ഇത് ഡാർക്ക് ഷർട്ട് ആണ് ഞാൻ ഇട്ടിരിക്കുന്നത് ലൈറ്റ് ഷർട്ട് ആണ് അപ്പൊ അതിന്റെ നമുക്ക് നെക്ക് വർക്ക് ഒക്കെ ഡിഫറെന്റ് ആയിട്ട് കിട്ടും ഇത് മാത്രമല്ല കളക്ഷൻസ് കൊണ്ട് കളക്ഷൻസ് ആണ് പിന്നെ പെരുന്നാൾ അതെ പിന്നെ ഇപ്പത്തെ സൈഡ് ഇരിക്കുന്നത് ഇതെല്ലാവരും എന്താ പറയാ ഇങ്ങനെ കുറഞ്ഞ ഐറ്റംസ് ആണ് അതായത് ഇങ്ങനെ വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല കുറഞ്ഞ ഐറ്റംസ് റേറ്റ് കുറഞ്ഞത് അഫോർഡ് ചെയ്യാൻ പറ്റിയത് ഡെയിലി വെയറിന് പറ്റിയ ഐറ്റംസ് ആണ് നമുക്ക് എന്താ പറയാ ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കാൻ പറ്റിയ ഐറ്റംസ് ആണ് ഈ ഒരു സൈഡിൽ എന്ന് വെച്ചാൽ ഇത്ര 3 പീസ് പിടിച്ചോ അങ്ങനത്തെ ഐറ്റംസ് ഇനി നമുക്ക് കുറച്ച് പ്രീമിയം കളക്ഷൻസ് പ്രീമിയം കളക്ഷൻസ് നോക്കുകയാണെങ്കിൽ ഇത് ഇപ്പൊ നമ്മളെ ചേച്ചി ഇട്ടേക്കണതിന്റെ തന്നെ നെക്കിൽ വ്യത്യാസം തന്നെയാണ് വീനെക്ക് അത് റൗണ്ട് നെക്ക് സെയിം മെറ്റീരിയൽ തന്നെ ഹാൻഡ് വർക്ക് മെറ്റീരിയൽ സെയിം സെയിം മെറ്റീരിയൽ തന്നെ ഫെൻഡി മെറ്റീരിയൽ എപ്പോഴത്തേക്ക് നിന്നോ അപ്പൊ എളുപ്പമുണ്ടാവും കാണിക്കാൻ അതാണ് ഇത് ഫെൻഡി മെറ്റീരിയൽ ആണ് ഇതില് ദുപ്പട്ട കളർ നോക്കിയേ ലെവൻഡർ അടിപൊളി കോളറാണ് അത് സൂചി എന്തായാലും കൈ പിടിക്കുന്ന അമ്മാരി കളക്ഷൻ സ്മൂത്ത് ആണ് ഇങ്ങനെ ഒഴുകി പോവാ പിന്നെ ഇത് പലാസോ ആണ് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട് പലാസോ അല്ല കേട്ടോ പലാസോ അല്ല പാന്റ് ആണ് പലാസോ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാണോ ഇത് ഈ മെറ്റീരിയൽ ഇപ്പൊ ഇതാണ് ട്രെൻഡ് ഇത് പെരുന്നാൾ ഇതാണ് എപ്പോഴും നോക്കിയത് എപ്പോഴെങ്കിലും ഈ മാറ്റി ഇട്ട് നടക്കുള്ളൂ പക്ഷെ കളക്ഷൻസിന്റെ വർക്ക് ഡിഫറെന്റ് ആയിട്ട് ഇങ്ങനെ കിട്ടുള്ളൂ ഇത് ഷോർട്ട് കുർത്തിയായിരിക്കും പലാസോ സെറ്റ് വരും ഫ്രണ്ടിൽ ഒരു വെട്ടും കാര്യങ്ങളൊക്കെ വരും അതിന്റെ വർക്ക് ടോപ്പിന്റെ വർക്ക് ഒക്കെ അടിപൊളി ഇങ്ങനെയാണ് പറയുന്നത് ഇവിടെ ഫ്രണ്ടിൽ ഒരു ചെറിയ കട്ടൊക്കെ അടിയിട്ടാന്ന് വെച്ചാൽ ഫുൾ വർക്കോട് കൂടിയിട്ടാണ് ഇത് കണ്ടോ ഇത്രയും വർക്കോട് കൂടിയിട്ടാ വരുന്നത് അടിപൊളി വർക്കാണ് കേട്ടോ ഫുൾ അതുപോലെ സ്ലീവിലും ഈ ഒരു വർക്ക് വന്നിട്ടുണ്ട് പിന്നെ ഇതില് ഓൺലൈനിൽ ഈ മെറ്റീരിയൽ അറിയപ്പെടുന്നത് വെൽവെറ്റ് ഓർഗൻസ എന്നാണ് അറിയപ്പെടുന്നത് ശരിക്കും ഇത് ഫെൻഡി മെറ്റീരിയൽ ആണ് വെൽവെറ്റ് ഓർഗൻസ എന്നാണ് ഓൺലൈനിൽ അറിയപ്പെടുന്നത് ഓൺലൈനിലും അതുപോലെ തന്നെ റീറ്റെയിലൊക്കെ അറിയുന്നത് നമ്മള് ഓർഗൻസ ക്രഷ് ഓർഗൻസ മെറ്റീരിയൽ വെൽവെറ്റ്
അതിന്റെ ദുപ്പട്ട ഷോളിലും ഫുൾ വർക്കാണ് അതിന്റെ. അതെ, എവിടെ നോക്കിയാലും നമ്മള് തിളങ്ങണം അല്ലെ? തിളങ്ങണം, അങ്ങനെ തിളങ്ങി നിക്കണത് പെരുന്നാൾ ഐറ്റായിട്ട് കണ്ട നോക്കി കണ്ട ഈ മാതിരി തിളങ്ങണം. ആ മാതിരി ഐറ്റംസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. തിരക്കാണ് കേട്ടോ, അതിന്റെ ഇടയിലാണ് നമ്മൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ. അതെ, ഇത് കണ്ട, ഇത് മെറ്റീരിയൽ വേറെ ഉണ്ടോ, ഇത് കുറച്ചും കൂടി ഫുൾ വർക്ക് തന്നെ. പക്ഷെ ഇതാകുമ്പോ ത്രെഡ് വർക്ക് ആണ് വരുന്നത്. ജോർജറ്റ് ആണ്, ജോർജറ്റ്. ജോർജറ്റില് ഫുൾ ത്രെഡ് വർക്ക്, ത്രെഡ് വർക്ക് വരും. അതിന്റെയൊക്കെ ഷോളിലൊക്കെ വർക്ക് ഉണ്ടോ, കളർ അടിപൊളി, പിന്നെ അടിപൊളി കളേഴ്സ് ആണ്. അതിന് 4 കളറും തന്നെ അതും കളേഴ്സ് വേറെ നല്ല നല്ല കളേഴ്സാ വരുന്നത് കേട്ടോ. ഇതിന് സൈസ് ഉണ്ട് കേട്ടോ, ബിഗ് സൈസ് ഉണ്ട്, പ്ലസ് സൈസ് ഉണ്ട്, എല്ലാ സൈസും ഉണ്ട്. എല്ലാ സൈസും തരാം, 6XL സൈസ് വരെ എന്തായാലും ഓൾറെഡി എല്ലാ സ്റ്റോക്ക് കൂടെ ഉണ്ട് നിലവിലുണ്ട്. ഇനി എപ്പോഴാ കഴിയാന്നൊന്നും പറയാൻ പറ്റില്ല. പുതിയ പുതിയ കളക്ഷൻസ് വന്നോണ്ടിരിക്കും, പൊട്ടിച്ചോണ്ടിരിക്കും. ഈ ബണ്ടിൽ പൊട്ടിക്കുന്ന സമയത്താവും നിങ്ങൾ എത്താം. അപ്പൊ അതെ, പുതിയ കളക്ഷൻസ് മേടിക്കാൻ ഇങ്ങനെ പിടിക്കാൻ വേണ്ടി റെഡി ആയി നിന്നു. അതാണ് ഇത് നോക്കിയേ, ഇത് ഫെന്റി മെറ്റീരിയൽ തന്നെ, ഇത് നല്ല പേസ്റ്റൽ കളറാണ്. ഈ കളറിന് പേര് തന്നെ ഇല്ല, പറയാൻ പറ്റില്ല, പേര് പറയാൻ പറ്റില്ല കളറിന്റെ. കളറിന്റെ പേര് പറയാൻ പിങ്കിലുള്ള ഫുള്ള് ഇതുപോലെ വർക്ക്, ഡസ്കി പിങ്ക് ആ ഒരു ഷെയ്ഡ്. എന്നുവെച്ചാ പേര് കളറ് പറയാൻ പറ്റാത്തതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ 2 കളറായിട്ട് ഫീൽ ചെയ്യാം. നമുക്ക് അകത്ത് നിൽക്കുമ്പോ വേറെ കളർ, പുറത്ത് നിൽക്കുമ്പോ വേറെ കളർ, വെയിലത്ത് വേറെ കളറാവും, റെയിൻബോ കളറൊക്കെ മാറും. അതാണ് നമുക്ക് പേര് പറയാൻ പറ്റാത്ത കളർ. എന്തായാലും ഇതാണ് കളർ, നിങ്ങൾ കാണുന്ന കളർ. ഇനി നിങ്ങൾ വരുമ്പോ വേറെ കളറായി മാറും. അതായത് വർക്ക് മാറ്റണ്ട. വർക്ക് നോക്കി, ഇതൊക്കെ പ്രീമിയം വർക്കാണ്. അല്ലല്ല, അത് വേറെ, ഇത് പ്രീമിയം വർക്കാണ്. നെക്കിനെ നോക്കി, വി നെക്കിൽ വന്ന ഹെവി ഹാൻഡ് വർക്ക്, പിന്നെ ഹെവി ഹാൻഡ് വർക്കാണ്. എന്റെ പൊന്നോ, പ്രീമിയം സാധനമാണ്, ഐറ്റോണെല്ലാം കാണുമ്പോ കളറെ കാണുമ്പോ തന്നെ കസ്റ്റമറിന് എടുത്തോണ്ട് കൊണ്ടുപോകും. അപ്പൊ പെരുന്നാൾ ഇപ്പൊ ഇതൊരു അടുത്തുള്ള പെരുന്നാൾക്ക് വേണ്ടിട്ട്, ഇത് കഴിഞ്ഞിട്ട് ഇനി വിഷു ഉണ്ട്, പിന്നെ ഈസ്റ്റർ ഉണ്ട്. ഇതിനുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കാണ്. ഒക്കെ റെഡിയാണ്, ഒക്കെ ഇവിടെ ഉണ്ട്. കസ്റ്റമറിനെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്, വന്നാ മതി പൊട്ടിക്കാനായിട്ട്. വെയിറ്റ് ചെയ്തൊക്കെ ഇവിടെ നിക്കാൻ സ്ഥലമില്ലാട്ടോ, വിളിച്ചു വെച്ചിട്ട് വന്നോളാം. അമ്മാരി തിരക്കാണ് ഇവിടെ. ഇത് ഗൗൺ ടൈപ്പ് ആണ്. ഇത് സ്ലീവില് വർക്ക് നോക്കി, ഫുള്ള് കണ്ടോ, അതും പാനൽ വർക്ക് ആണ് കേട്ടോ. ഫുൾ മോളിന്ന് ഫുൾ പാനൽ വർക്ക്. ഈ വർക്കിന്റെ കല്ല് വർക്ക്, സ്റ്റോൺ വർക്ക്. മലയാളത്തിൽ കല്ല് പറയും, ഇംഗ്ലീഷിൽ സ്റ്റോൺ പറയും. സ്റ്റോൺ വർക്ക്, ആ സ്റ്റോൺ വർക്ക് കണ്ടോ. അനാർക്കലി ടൈപ്പ് ആണ്, 3 പീസ് ആണ്, ചുരിദാറാണ് കണ്ടോ, അനാർക്കലി. പാന്റ് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാ മതി, നല്ല രസമുണ്ട്. പക്ഷെ പിന്നെ അതൊക്കെ നല്ല, അതൊക്കെ കളറിന്റെ ഭംഗിയാണ് ചേച്ചി, പിന്നെ ചേച്ചിന്റെ ഭംഗി കണ്ടോ വെക്കുമ്പോൾ. പറഞ്ഞു ഇത്ര സോപ്പ് ഇട്ടായിരിക്കോട്ടാ, നമുക്ക് 6 മണിക്ക് ഒരുമിച്ച് കാണാൻ. എന്തായാലും എനിക്ക് കളർ ഇഷ്ടമായിട്ടാ. മെഹന്തിക്കൊക്കെ നല്ല അടിപൊളിയായിരിക്കും. പിന്നെ പെരുന്നാൾക്ക് പിന്നെ പറയണ്ട, പൊളിച്ചു. കളർ നോക്കി, എന്താ കളേഴ്സ്, ഈ കളേഴ്സ് ഒന്നും കാണാൻ. രണ്ടാളും കൂടെ വന്നേ, വിളിച്ചു, പക്ഷെ അവര് ക്യാമറയിൽ അവര് വരുമോ? അവര് ചേച്ചി ഫാനാണ്, അവര് വരാണ്ടിരിക്കും. വാങ്ങണോ രണ്ടാളും? അവരെ താഴത്ത് വെച്ചിട്ട് മുങ്ങിയതാ, ഞാൻ പിന്നെയും ഇങ്ങനെ പിടിച്ചു. വാ രണ്ടാളും വാ, ഞാനില്ല, വായ കാണട്ടെ. പേര് റിൻഷാദ്. വാ, ഷോപ്പ് എവിടെയാ? കുന്നുംപുറം. എങ്ങനെയുണ്ട് ഇവിടെ കളക്ഷൻസ് മേടിച്ചിട്ട്? അടിപൊളിയാണ്. റേറ്റാ? റേറ്റും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നമുക്ക് ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ട് അറിയേണ്ടത്. ബാക്കി ഷോപ്പിന്റെ പേര് എന്തൊക്കെയാ കാര്യങ്ങൾ? ഞങ്ങളെ ലോറ ഫോട്ടോച്ചിലാണ്, കുന്നുംപുറം. അപ്പൊ റീറ്റെയിൽ ആയിട്ട് വേണമെന്ന് വെച്ചാൽ ഇപ്പൊ ഈ കാണിച്ച കളക്ഷൻ ഇപ്പൊ റീറ്റെയിൽക്കാർ കാണുന്ന വെച്ചാൽ ഇങ്ങോട്ട് പോയാൽ മതി. ഹോൾസെയിലാ വേണമെന്ന് വെച്ചാൽ ഇങ്ങോട്ട് പോരാ, ഡയറക്റ്റ് എറണാകുളത്തേക്ക് വരാം അല്ലേ? കറക്റ്റ് അല്ലേ? അപ്പൊ ഇവിടുത്തെ സാധനങ്ങൾ മേടിച്ചു വെച്ചാൽ ഞങ്ങളുടെ ആൾക്കാരൊക്കെ ഇപ്പൊ റീറ്റെയിൽ ആയിട്ട് ഒറ്റ പീസ് കൊടുക്കും, ഹോൾസെയിൽ ബൾക്കായിട്ട് കൊടുക്കുള്ളൂ. എന്ത് റീറ്റെയിൽ ഒറ്റ പീസ് കൊടുക്കും, ഇവിടെ സെറ്റ് ആയിട്ട് കൊടുക്കുള്ളൂ. ഇവിടെ സെറ്റ് ആയിട്ടേ കൊടുക്കുള്ളൂ. അപ്പൊ രണ്ടാൾക്കാരും കാണുന്നുണ്ടല്ലോ, ഹോൾസെയിൽക്കാരും കാണുന്നുണ്ട്, അതുപോലെ റീറ്റെയിൽക്കാർ നമ്മൾ സാധാ ഒരു ഒറ്റ പീസ് മേടിക്കുന്നവരും കാണുന്നുണ്ട്. അപ്പൊ ഹോൾസെയിലായിട്ട് ബൾക്കായിട്ട് മേടിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡയറക്റ്റ് ഇങ്ങോട്ട് പോരാ. ഇനി സിംഗിൾ ആയിട്ട് ഒരു പീസ് ഇഷ്ടപ്പെട്ടിട്ട് വേണവരൊക്കെ ആണെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞു, ഞങ്ങളുടെ അബുക്കന്റെ കടയിൽ നിന്ന് മേടിച്ച സാധനങ്ങൾ ഇങ്ങോട്ട് എടുക്കുന്നു പറയണം. അപ്പൊ സാധനങ്ങൾ വേഗം മേടിച്ചോണ്ടോക്കോ. ഓക്കെ, സെറ്റ്. താങ്ക് യു. അപ്പൊ ഇനി നമുക്ക് അടുത്ത കളക്ഷൻ വെച്ചിട്ട് തുടങ്ങാം. നമ്മുടെ അത് പറഞ്ഞിട്ടില്ല, പച്ച സാധനം പറഞ്ഞിട്ടില്ല. എവിടെ? പച്ച പറഞ്ഞിട്ടില്ലാന്ന്. ഈ പച്ച ഇത്ര നല്ല അടിപൊളി സാധനം കാണാണ്ട് പോയി. അടിപൊളി കളറാണ്, പ്രീമിയം ഐറ്റം ആണ്. പാന്റിനും പലാസോ സെറ്റ് ആണ്. പലാസോ സെറ്റ് ആണ്, സെറ്റ് ഫുൾ സെറ്റ്. ഹെവി പലാസോ ആണ് കണ്ടോ, സൂപ്പർ പലാസോ ആണ്, അടിപൊളി പലാസോ. അടുത്തത് ഇത് നോക്കി, ഒക്കെ അടിപൊളി ഷെയ്ഡ്. പിന്നെ അതൊക്കെ അങ്ങനെ ചെയ്യിച്ചെടുത്ത് എങ്ങനെയാണെന്ന് അതെ, ഒക്കെ നമ്മുടെ കസ്റ്റമൈസ് കസ്റ്റമറിന് ഇഷ്ടപ്പെടണം ആ രീതിയിലാണ് നമ്മൾ ഇവിടെ പർച്ചേസ് ചെയ്ത്. അത് ത്രെഡിൽ വർക്ക് വേണോ, സ്റ്റോൺ വർക്ക് വേണോ, കിഡ്നിയിൽ കല്ലുള്ളത് ആ കല്ല് വന്നിട്ട് ഇവിടെ ഫിറ്റ് ചെയ്യണോ, എങ്ങനെ എല്ലാ ഐറ്റംസും ആണെങ്കിൽ ഉണ്ടത് കണ്ടാ. ഏത് മോഡൽ വേണമെങ്കിൽ, ഏത് മോഡൽ. ഇത് ജോർജറ്റിൽ അത് ഫുൾ ത്രെഡ് വർക്ക് ആട്ടോ. അതില് ഷോളിലൊക്കെ ഫുൾ ഹെവി വർക്കാണ് കണ്ടോ.
ഷോളിനൊക്കെ വർക്ക് നെക്കിന്റെ വർക്ക് ഉണ്ട്, എന്ത് ഡീസന്റ് എന്ത് ഇതാണ്ടാ ആ ഒരു ഫിനിഷിംഗ് ഉണ്ട്. നെക്ലസ് വർക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ അതിനെ ഓൾറെഡി ഇവിടെ എല്ലാ കസ്റ്റമർ റെഗുലർ ആയിട്ട് എടുക്കുന്ന കസ്റ്റമർ അറിയപ്പെടുന്ന നെക്ലസ് വർക്ക് എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെയാണ് ആ പറഞ്ഞത്. കസ്റ്റമർ എടുക്കണം അങ്ങനെയാണ്. ഓക്കെ, എന്തായാലും അടിപൊളിയാണ്. ഇതിന് സൈസ് ഉണ്ട് അവിടെ കസ്റ്റമർ ചൂണ്ടി കാണിക്കുന്നുണ്ട് കണ്ടോ, അത് വേണമെന്ന് പറഞ്ഞിട്ട്. ഇതിന് സൈസ് ഉണ്ട്. ഇതിന് L, XL, XXL, 3XL, 4XL വരെ സൈസ് വരും. 4XL ഇതിന്റെ ഡാർക്ക് ചാർട്ടും ഉണ്ട്, ഡസ്റ്റി ചാർട്ടും ഉണ്ട്, രണ്ടും ഉണ്ട്. രണ്ട് ചാർട്ടും ഉണ്ട്. ഇതാണ്ട ഇത് ഫെന്റിയിൽ തന്നെ കളർ നോക്കിയേ, മിഠായി കളറാണ് കണ്ടോ. എന്താ രസം കളറും അതിലാ വർക്ക് വരുമ്പോ ഫിനിഷിങ്ങും ആ കളറിലാണ് നോക്കിയാ ഇതിന്റെയൊക്കെ വർക്ക് പോയേക്കുന്നുണ്ടോ. ഫുൾ വർക്കാണ്, ഇതാണ്ടോ ഫുൾ ഹെവി വർക്ക് വിത്ത് ദുപ്പട്ട. ഇതാണ്ടോ അടിപൊളി. ഇതൊക്കെ നിങ്ങൾ റേറ്റ് ഒക്കെ നിങ്ങൾ റേറ്റ് പറയാണ്ടാണ് നിങ്ങൾ റേറ്റ് വിളിച്ചു ചോദിക്കുമ്പോഴായിരിക്കും എത്തിപ്പോണം ഇത്ര ഉള്ളൂ. അതെ, പക്ഷെ നമുക്ക് റേറ്റ് എടുത്ത് പറയാൻ പറ്റില്ല, ഹോൾസെയിൽ ആയതുകൊണ്ട് റേറ്റ് പറയാൻ പറ്റില്ല നമുക്ക്. അപ്പൊ റേറ്റ് അറിയണമെങ്കിൽ നിങ്ങൾ വീഡിയോ കോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര ബഡ്ജറ്റ് വേണോ ആ ബഡ്ജറ്റിലുള്ള ഐറ്റംസ് നമ്മൾ ഇങ്ങനെ സെറ്റ് ആക്കി സ്ലോട്ട് ബുക്ക് ചെയ്യണം കേട്ടോ. ഇപ്പൊ സീസൺ സമയമാണ്, തിരക്ക് തുടങ്ങിയിട്ടുണ്ട്, നല്ല തിരക്കാണ്. അതുപോലെ സൺഡേ ഇപ്പൊ ഓപ്പണിംഗ് ആണ്, ഫുൾ ഓപ്പൺ ആണ്. വിഷു ഈസ്റ്റർ വരെ ഫുൾ ഓപ്പൺ ആണ്. പിന്നെ സമയം എപ്പോഴാണ് നമ്മളെ ഷോപ്പിന്റെ സമയം ഇപ്പൊ കാലത്ത് ഒരു 9 മണിയാകുമ്പോ തുറക്കും. പിന്നെ രാത്രി പൂട്ടാൻ ടൈമില്ല, അങ്ങനെ പ്രത്യേക ടൈം ഒന്നുമില്ല, കസ്റ്റമർ അനുസരിച്ചിരിക്കും. നിങ്ങൾക്കാണ് മുൻഗണന. അതെ, ചിലപ്പോ 11 മണിയാവും 12 മണിയാവും, ഒന്നും പറയാൻ പറ്റില്ല. ബില്ല് ഇവിടെ അടിച്ചു തിന്നതിനനുസരിച്ചിട്ട് എന്തായാലും സാധനം നിങ്ങൾക്ക് എത്തും. അതെ, ഇത് നോക്കിയേ, ഇതൊരു ഡാർക്ക് വെറൈറ്റി, ഇത് കണ്ടോ ഫുൾ വർക്കാണ്. അപ്പൊ ഇതിലിപ്പോ കളർ കാണുന്നതും അതുപോലെ തന്നെ ഇതിന്റെ വർക്കിനും ഒക്കെ ഡിഫറെന്റ് ഉണ്ട്. പല രീതിയിൽ പല വർക്ക് പല മെറ്റീരിയലായിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ ട്രെൻഡ് ഈ ഒരു മെറ്റീരിയൽ ആണ്. ഇപ്പൊ അത് ഇച്ചിരി ഇപ്പൊ റേറ്റ് പറയാൻ പറ്റാത്തോണ്ടാണ്. അല്ലെങ്കിൽ റേറ്റ് കസ്റ്റമർ അറ്റൻഡ് ചെയ്യുമ്പോൾ റേറ്റ് പറഞ്ഞ് ശീലിച്ചുകൊണ്ട് പെട്ടെന്ന് റേറ്റ് പറയും. അത്രേ ഉള്ളൂ. അതന്നെ ഈ സെയിം മെറ്റീരിയൽ തന്നെ അത് കുറഞ്ഞതും കുറഞ്ഞതും പറയാലോ നമുക്ക്. അത് പറയാം, റേറ്റ് അല്ല പറയാൻ പറ്റില്ല. 1, 2, 3, 4 അങ്ങനത്തെ നമ്പർ പറയാൻ പാടില്ലാത്തത്. കൂടിയതും ഉണ്ട് കുറഞ്ഞതും ഉണ്ട് ഈ സെയിം മെറ്റീരിയൽ തന്നെ. അപ്പൊ നിങ്ങൾക്ക് ബഡ്ജറ്റ് എങ്ങനെ എടുക്കാൻ പറ്റുന്ന ആ രീതിയിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അത്രയും ചെയ്ത് വെച്ചേക്കാണ്. അപ്പൊ സെയിം ഇതിൽ തന്നെ 2 ക്വാളിറ്റി ഉണ്ട്, ഹൈ ക്വാളിറ്റി ഉണ്ട്, ലോ ക്വാളിറ്റി ഉണ്ട്. കാണുമ്പോ ഏകദേശം നമുക്ക് ഒരുമിച്ച് ഒരുപോലെ ഫീൽ ചെയ്യും, പക്ഷെ ഇടുമ്പോഴാണ് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവണം. അതിന്റെ ഷോൾ അതിൽ വർക്കിലും കാര്യങ്ങളൊക്കെ നല്ല വ്യത്യാസം വരും. ഇതിലെന്താ സംഭവം വെച്ചാൽ ചിലതിലൊക്കെ കോസ്റ്റ് കുറയണതിന്റെ റീസൺ വെച്ചാൽ ഈ ദുപ്പട്ടയിലൊക്കെ ഭയങ്കര വ്യത്യാസം വരും, വർക്കിലും കാര്യങ്ങളൊക്കെ വ്യത്യാസം. ഇത് വേണ്ട ഫുൾ പ്ലെയിൻ ആണ്, അതിൽ ദുപ്പട്ട ഫുൾ വർക്കായിരിക്കും, ചിലപ്പോൾ ലേസ് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ റേറ്റിന്റെ അങ്ങനെ മാറ്റങ്ങൾ അങ്ങനെയാണ് വരുന്നത്. എന്തായാലും മെറ്റീരിയലും കംഫർട്ടബിൾ ഒക്കെ ഒന്ന് തന്നെ. ഇത് നല്ല ഹെവി മെറ്റീരിയൽ ആണ്. ക്രഞ്ചി മെറ്റീരിയൽ ക്രഞ്ചി ഷിമ്മർ. അതിന്റെ ഷോൾ നോക്കി ഇതിലൊക്കെ സൈസ് ഉണ്ടാവും, ഫുൾ സൈസ് ആണ്. ദുപ്പട്ടയിലും ഫുൾ ഇങ്ങനെ ത്രെഡ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാറ്റേണിൽ തന്നെ 4 കളേഴ്സ് വരും, അതിൽ തന്നെ 4-5 സൈസ് വരും. അതൊക്കെ ഇപ്പൊ കാണിക്കുന്ന മൊത്തം 3 പീസ് ആണ്. ഈ സെക്ഷൻ ഇതാണ്, ഈ സൈഡ് ചേച്ചി ഈ സൈഡ് ഫുള്ള് 3 പീസ് ആണ്. ഇത് കാണുന്നത് മൊത്തം 3 പീസ് ആണ്. ഐറ്റംസ് ആണ് ഫുള്ള്. ഇനിയിപ്പോ ഇത് എടുക്കേണ്ടത് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഇതുപോലെ തന്നെ 4 പീസ് ആയിട്ട് എടുക്കും. അത് ഡിഫറെന്റ് കളേഴ്സ് വരും, സൈസസ് എങ്ങനെയാ വരാം. അതിപ്പോ ഈ ഒരു സെറ്റിൽ നമുക്ക് ചില പാറ്റേൺ കോംബോ ആയിട്ട് വരും, ചില പാറ്റേൺ നമുക്ക് ഒറ്റ സൈസിൽ തന്നെ വരും. അത് ഒറ്റ സൈസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ XL ആണെങ്കിൽ ഈ ഫുൾ സെറ്റ് XL ആയിരിക്കും. അപ്പൊ ഡിഫറെന്റ് കളർ ആയിരിക്കും. ഡിഫറെന്റ് കളർ ആയിരിക്കും, 4 കളർ ആയിരിക്കും. ചിലയില് ഇപ്പൊ ഇതുപോലത്തെ ഐറ്റംസ് ആണെങ്കിൽ ഫുൾ കോംബോ സൈസ് ആണ്. ഇതാണ്ടോ ഒറ്റ കളറിൽ സൈസ്. അപ്പൊ മീഡിയം, ലാർജ്, XL, XXL അങ്ങനെ. പിന്നെ പ്ലസ് സൈസ് ആണെങ്കിൽ XXL, XXL, 4XL, 5XL, 6XL അങ്ങനെ 4 എണ്ണത്തിന്. എങ്ങനെ പോയാലും 4 എണ്ണം ഉണ്ടാവും. ആ 4 എണ്ണം എടുത്തേ പറ്റുള്ളൂ. ഹോൾസെയിൽ ആണ്, റീറ്റെയിൽ ഇല്ല ഇവിടെ. അത് വീണ്ടും വീണ്ടും എടുത്ത് ഓർമ്മിപ്പിക്കാം. കളക്ഷൻസ് കാണുമ്പോഴേ നമുക്ക് അങ്ങനെ മേടിക്കാൻ തോന്നും. അങ്ങനെ കളക്ഷൻസ് അവിടെ നിന്ന് ഇങ്ങനെ എറിയണം. നല്ല നല്ല വെറൈറ്റീസ് കണ്ട. ഇതിലും ഷോളിൽ ഇങ്ങനെ പ്ലെയിൻ ആണ്. അതൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നിങ്ങൾക്ക് വിളിച്ചു അങ്ങനെ കോൾ ചെയ്താലേ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാ സൈസും ഉണ്ട് കേട്ടോ. കളറിലാണ് എല്ലാം ഹൈലൈറ്റ്. അതെ, പിന്നെ എപ്പോഴും വീണ്ടും പറയാണ്, ഇപ്പൊ ഈ നേരത്തെ ഇപ്പൊ താഴത്ത് വെച്ചിട്ട് ഒരാൾ എന്നോട് പറഞ്ഞേ, ഇത് ഷെൽമിയുടെ വീഡിയോ കണ്ടിട്ട് ആ സാധനം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞങ്ങൾ വന്ന് ചോദിച്ചത് എപ്പോഴാണ് 2 മാസം കഴിഞ്ഞിട്ടാണ് ഈ കടയിലേക്ക് പോണത്. അത് ചേച്ചി നമ്മൾ ഇതിന് മുമ്പ് ചെയ്തപ്പോഴും ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു. കസ്റ്റമർ ഇപ്പൊ ചേച്ചി വീഡിയോ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചിട്ട് നിങ്ങൾ എന്താണ് വീഡിയോ ചെയ്തിട്ട് പീസ് തന്നില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചായിരുന്നു. അത് ചേച്ചി പറഞ്ഞ പോലെ 1 മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് അവർ ചോദിക്കണം. അതുകൊണ്ടാണ് ഇന്നിപ്പോ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ നാളെ വീഡിയോ ഔട്ട് ആകുമ്പോ ആ പീസ് ഇവിടെ നിലവിലുണ്ടാവും. ഇനിയിപ്പോ ആ കസ്റ്റമർ ബുദ്ധിമുട്ടാണെങ്കിൽ ഇത് പീസ് വേണമെന്നുണ്ടെങ്കിൽ അത് വരുത്തിച്ചു കൊടുക്കാനും തയ്യാറാണ്. പക്ഷെ ഈ 1 മാസം കഴിഞ്ഞിട്ടുള്ള ഈ തന്നെ സ്ക്രീൻഷോട്ട് വെച്ചിട്ട് വരാണെങ്കിൽ ചിലപ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ വീഡിയോ കണ്ട അപ്പൊ തന്നെ നിങ്ങൾ വരാൻ ശ്രമിക്കുക. അല്ലാണ്ട് പിന്നീടേക്കാവാം, നാളേക്കാവും. വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് വിളിച്ചാൽ മതിയല്ലോ. വിളിച്ചാൽ നമുക്ക് വീഡിയോ കോളോ വാട്സാപ്പിൽ ഫോട്ടോ ആക്കി എന്തെങ്കിലും ചെയ്യും. എന്ന് വെച്ചാൽ ചിലരിപ്പോ വീഡിയോ കാണാൻ ചിലപ്പോൾ അവരിലേക്ക് വരാൻ നേരം വൈകുക. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. താഴത്ത് ഒരു കസ്റ്റമർ പരാതി പറഞ്ഞോട്ടോ. അവര് സ്ഥിരം എന്റെ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ അതേ ഷെൽമിയുടെ
വീഡിയോ കണ്ടിട്ട് എല്ലാ കടയിലും ഞാൻ പോയി. ഇതേ സ്ക്രീൻഷോട്ട് എടുത്ത് പോണോടത്തൊക്കെ സാധനം കഴിയും, സാധനം കിട്ടാനില്ലാന്ന്. അത് എന്റെ കുറ്റമല്ല, കടക്കാരുടെ കുറ്റമല്ല, നിങ്ങൾ വീഡിയോ നേരത്തെ കാണാത്തതിന്റെ കുറ്റമാണ്. ഓക്കെ, അടുത്തത് നോക്കിയേ. ഇതെ അതിലും കളറൊക്കെ ഈ 2-3 ഷെയ്ഡ് ആയിട്ട് വരുന്നതാണ്. കുറച്ച് ചെറിയൊരു വർക്ക് വേണമെന്ന് പറയുകയാണെങ്കിൽ ആ രീതിയില്, കൂടുതൽ വർക്ക് വേണമെന്ന് പറയുകയാണെങ്കിൽ ആ രീതിയില്. കടന്നോ കസ്റ്റമർ ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പോകണ്ട. അന്ന് നെവർ മൈൻഡ്, നമുക്ക് കളക്ഷൻസിലേക്ക് കിടക്കാം. ഇത് മെറ്റീരിയൽ സ്റ്റാർ ജോർജറ്റ്. ഇപ്പൊ പല മെറ്റീരിയൽ ഉണ്ട്. ഇപ്പൊ ഫെൻഡി ആണിച്ച്, ക്രഞ്ചി ആണിച്ച്, ഇത് സ്റ്റാർ ജോർജറ്റ്, നോർമൽ ജോർജറ്റ് ഉണ്ട്. പല മെറ്റീരിയൽ, പല റേറ്റില്, പല ഐറ്റത്തില്, പല വർക്കിലെല്ലാം ഐറ്റംസ് ഇവിടെ നിലവിൽ അവൈലബിൾ ആണ്. ഇത് നോക്കിയേ, അതും ഇതൊരു ബ്ലൂമിംഗ് ജോർജറ്റ്, സ്റ്റാർ ജോർജറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. പല സ്ഥലത്തും പല പേരാണ് ഇതിന് അറിയപ്പെടുന്നത്. ബ്ലൂമിംഗ് ജോർജറ്റ് എന്ന് പറയും. ചെറുതായിട്ട് ഒരു തിളക്കൊക്കെ ഇതിനും ഉണ്ട്. ആവും ഇതാണ്ടാ ഈ കളർ നോക്കി, ഇതാണ്ടാ വർക്കും കളേഴ്സും നോക്കി വെച്ചാ സൂപ്പർ അല്ലേ? പ്രീമിയം പ്രീമിയം എന്ന് പറയുമ്പോ തുണി വൈസ് പ്രീമിയം ആണ്, അല്ലാണ്ട് റേറ്റ് വൈസ് പ്രീമിയം അല്ല. പ്രീമിയം എന്ന് പറയുന്നത് മെറ്റീരിയൽ ആ ഐറ്റത്തിനാണ് പ്രീമിയം എന്ന് പറയണ്ട. റേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ അതാണ് വിളിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും റേറ്റ് ഒക്കെ എത്രയാണ്. പാന്റ് ഒക്കെ വരുമ്പോ കണ്ടോ എന്താ ലുക്ക് നോക്കിയത് വെക്കുമ്പോ തന്നെ. ഇനി ഇതിപ്പോ സിംഗിൾ ഷെയ്ഡിൽ വേണമെങ്കിൽ അങ്ങനെയുണ്ട്. ഇപ്പൊ നമുക്ക് കോൺട്രാസ്റ്റിൽ വേണമെന്ന് പറയുകയാണെങ്കിൽ അതും അവൈലബിൾ ആണ്. നേരിട്ട് വരാം, അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്യാം. നല്ല കളക്ഷൻസ് ഒരുക്കിയിട്ടുണ്ട്. കളർ നോക്കി വെച്ചാൽ മിഠായി കളറാണെല്ലാം എല്ലാ ഐറ്റും. അതെ, വൈൻ ഷെയ്ഡ് ഇതാണ്ടോ സൂപ്പർ. ഇത് ഷോളില് ബീറ്റ്സ് വർക്ക് ഒക്കെ വരുന്നുണ്ട് കണ്ടോ. ചെറുതായിട്ട് വർക്ക് വേണമെങ്കിൽ വർക്ക് ഉണ്ട്, കൂടുതൽ വർക്ക് വേണമെങ്കിൽ അങ്ങനെയുണ്ട്. ഫുൾ സ്റ്റോൺ വർക്ക് ആട്ടോ, ഫുൾ സ്റ്റോൺ വർക്കാണ്. അതെ, ഇങ്ങനെ ഫുൾ ഐറ്റം പെരുന്നാളിന് പൊളിക്കാൻ പറ്റിയ ഐറ്റംസ് ആണ് ടോപ്പ് കളക്ഷനിൽ വെച്ചേക്കണത് മൊത്തം. ഇങ്ങോട്ട് എടുക്കുമ്പോളെ ഇത് പാകിസ്ഥാനിന്റെ മസ്ലിന്റെ, പാകിസ്ഥാൻ മസ്ലിം തന്നെ. അതിന് ഷോൾ നോക്കി, ഇതിപ്പോ ട്രെൻഡാണ്. പിന്നെ ഇല്ല, ഇനി ഈ പ്രിന്റിന്റെ ഒരു കഫ്താൻ വന്നിട്ടുണ്ട് ചേച്ചി. അതിപ്പോ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല, ഓൾറെഡി മെഷീനിൽ കിടക്കണം, വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അത് നിലവിൽ വരും. എന്തായാലും നെക്സ്റ്റ് വീക്ക് ഐറ്റം ഇവിടെ എത്തും. അപ്പൊ നിങ്ങൾ വരുമ്പോ ഞാൻ കാണിച്ചതല്ലാത്ത കുറെ കളക്ഷൻസും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ തുണിയില് ഈ പ്രിന്റില് കഫ്താൻ വന്നിട്ടുണ്ട്. പെരുന്നാള് പൊളിക്കാൻ പറ്റിയ ഐറ്റമാണ് വന്നത്. പൊളിക്കാൻ കുറെ കളക്ഷൻസ് ഇറക്കിണ്ടല്ലേ. അപ്പൊ അങ്ങനെ 3 പീസിന്റെ കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഇനി ഇത് ഈ ഡമ്മിലിട്ടതൊന്നും നോക്കിയാൽ നല്ല ഹൈലൈറ്റ് പീസ് ഷോർട്ട് ടോപ്പ് വരും. അത് ഗറാറ എന്നാണ് പറയുന്നത്. ഗറാറ സറാറ. അതില് ടോപ്പ് നോക്കിയാൽ ഫുൾ ഹെവി വർക്ക് ആട്ടോ. നല്ല ഇതില് കളർ ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? കളർ ഓപ്ഷൻസ് ഉണ്ട്, നല്ല രസമായിട്ടുണ്ട്. എന്തായാലും നല്ല സൂപ്പർ സൂപ്പർ കളക്ഷൻസും ഉണ്ട്. ഇനി അത്ര ഹെവി വേണ്ട, നോർമൽ ആയിട്ടുള്ള രീതിയിൽ സ്റ്റാൻഡേർഡ് ഐറ്റം വർക്ക് പറ്റാത്തവർക്കൊക്കെ ആണെങ്കിൽ അതിന് പറ്റിയ ഐറ്റംസ് ഉണ്ട്. കുറച്ച് സിമ്പിൾ ആയിട്ട് സിമ്പിൾ ആയിട്ട്. അതായത് മെറ്റീരിയൽ ആണെങ്കിലും നല്ല പ്രീമിയം മെറ്റീരിയൽ ആണ്. ഡിജിറ്റൽ പിന്നെ പാന്റിന്റെ ഒക്കെ മെറ്റീരിയൽ ആണല്ലോ. സെയിം മെറ്റീരിയൽ തന്നെയല്ലേ? പിന്നെ പാന്റും ഷോളല്ല, പാന്റും ടോപ്പൊക്കെ ഒറ്റ മെറ്റീരിയൽ ആണ്. വീട്ടിലിരിക്കാൻ ഇനി സമയമില്ല, വേഗം വന്നോ. നല്ല വേഗം വന്നു. ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. വെർട്ടിക്കലാണ് കേട്ടോ മെറ്റീരിയൽ. നമ്മള് ഫസ്റ്റ് താഴ്ത്തിട്ടപ്പോ ആ ഒരു മെറ്റീരിയൽ ആയിരുന്നു. അതിന്റെ 3 പീസ് കളക്ഷൻ ആണ്. ഇത് ഷോളിലൊക്കെ മസ്ലിൻ മെറ്റീരിയൽ ആണ് തന്നെ. ടോപ്പ് വന്നത് ഇതാണ്, ഇതാണ് കേട്ടാ അതില്. അപ്പൊ ഈ ഒരു മെറ്റീരിയലും ഇപ്പൊ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണ്ട. ഇപ്പൊ കൂടുതൽ മൂവിംഗ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. ഇത് വെർട്ടിക്കലി പ്രിന്റ് വരുന്നത് അല്ലേ? അതും 3 പീസ്. അതും 3 പീസ് ഷോളാണ്. അതിന്റെ ഒക്കെ അടിപൊളി ഐറ്റം ആണ്, പ്രീമിയം സാധനമാണ്. അതെ, അതും പ്രിന്റില് അതില് ഫുൾ ഓവറോൾ ഈ ഒരു പ്രിന്റ് നോക്കി നല്ല രസം. പ്രിന്റ് കാണുന്നുണ്ട്, പാന്റിന്റെ പ്രിന്റ് നോക്കി വെച്ചത് ഫുൾ പ്രിന്റ്. അതും ഫോയിൽ പ്രിന്റും വരുന്നുണ്ട്. നോർമൽ ഇത് വാഷ് ചെയ്തൊന്നും പോവാൻ ചാൻസ് അത്രയും ഗ്യാരണ്ടിയിൽ പറയണതാ. അതിന്റെ കളർ നോക്കി നല്ല നല്ല കളേഴ്സ്. പ്രിന്റും ഡിഫറെന്റ് കളേഴ്സ്, പ്രിന്റ് ഡിഫറെന്റ് ആട്ടോ അതിന്റെ വരുന്നത്. അപ്പൊ ഇതായി ഇനിയും കളക്ഷൻസ് ഇവിടെ കണ്ടാലും തീരെ അത്രയും ഐറ്റംസ് കാണിക്കാനുണ്ട് നിങ്ങളാ. ഇതാണ്ടോ, ഇതൊക്കെ ഇതിലാണ് സ്റ്റാർ ജോർജറ്റിൽ വന്ന ഐറ്റംസ് ആണ്. ബ്ലാക്കിലും വെക്കുമ്പോ അതിന്റെ ഷോ ആണ് ടോപ്പിന്റെ. ഇതാണ്ടോ ഫുൾ ബ്ലാക്ക് ഇതൊക്കെ പ്രീമിയം ആണ്. വെഡിങ് പരിപാടിക്കൊക്കെ പോകുമ്പോ ഇതൊക്കെ ഇട്ട് പോയിക്കാൻ ചോദിക്കും. നല്ല വർക്ക് ഫുൾ ഉണ്ട്. അതുപോലെ ലൈറ്റ് ഷെയ്ഡിൽ വേണമെങ്കിൽ ലൈറ്റ് ഷെയ്ഡ് തരാം. അടിപൊളി ഷോളൊക്കെ. പിന്നെ ഷെയ്ഡൊക്കെ നല്ല ഡാർക്ക് വേണമെങ്കിൽ ഡാർക്ക്, പേസ്റ്റൽ വേണമെങ്കിൽ പേസ്റ്റൽ, കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ, കുറവ് വേണമെങ്കിൽ കുറവ്, എല്ലാം ഉണ്ട്. എല്ലാതും എവിടെ കിട്ടും? നമ്മൾ ടോപ്പ് കളക്ഷനിൽ കിട്ടും. ബുക്കിന്റെ കട എന്ന് പറയണ്ട. ടോപ്പ് കളക്ഷൻ പറഞ്ഞാൽ അറിയില്ല പെട്ടെന്ന്. ഫുൾ വർക്ക്. അത് പാന്റിലും ഫുൾ വർക്ക്. പാന്റിൽ പലാസോ വരും, വർക്കിലും അതിലും വർക്കാണ്. ഫുൾ വർക്കാണ്. സ്റ്റോണും സെറി വർക്കും കാര്യങ്ങളൊക്കെ. നമ്മളിവിടെ ഈ ടോപ്പ് കളക്ഷൻസ് എന്താ പറയാ മാർക്കറ്റ് റോഡിലാണ്. ഇപ്പൊ ഇവിടെ ഏകദേശം ഒരു കൊല്ലം 2 കൊല്ലം. ഇവിടെ ഇപ്പൊ ഇന്നലെ വാർഷികം
1ാമത്തെ വർഷം അറിഞ്ഞില്ല ഇവിടെ വന്നതിന് ശേഷം ചേച്ചി വിളിച്ചിട്ട് ഫോൺ എടുക്കണ്ടായില്ലല്ലോ. എന്താ അപ്പൊ ആക്ച്വലി ഇത് 1 വർഷമായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീലിംഗ് വേണ്ട. ആക്ച്വലി ഇവിടെ ഒരു 30-40 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. എന്താ കാരണം എന്നറിയാം, ഇവർക്ക് ഒരു ഷോപ്പ് കൂടി ഉണ്ട് അവിടെ നമ്മുടെ പോസ്റ്റ് ഓഫീസ് റോഡിൽ. അവിടെ നിന്നാണ് തുടക്കം. ആ ഒരു തുടക്കം ഇപ്പൊ ഒരു 4 ഫ്ലോർ ആയിട്ടുള്ള മൊത്തം. അവിടെ ചെറിയ ഷോപ്പാണ്, സ്പേസ് കുറവായതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ഇപ്പൊ ഏകദേശം 1 കൊല്ലം കഴിഞ്ഞു. കസ്റ്റമറിന് വന്നിട്ട് എല്ലാ ഐറ്റം അവിടെ ചെയ്യാൻ പറ്റുള്ള കസ്റ്റമറിന്റെ അവര് പറഞ്ഞതിനെ നമ്മൾ ഇവിടെ തുടങ്ങിയിട്ട് ഇങ്ങനെ ഒരു സെറ്റപ്പ് ആയി. അപ്പൊ 4 ഫ്ലോർ മൊത്തം കളക്ഷൻസ് ഉണ്ട്. കളക്ഷൻസാ ഇത് 4 ഫ്ലോർ എന്ന് ശരിക്കും പറയാൻ പറ്റില്ല, ശരിക്കും 8 ഫ്ലോർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താ വെച്ചാൽ ഇതേപോലെ 4 ഫ്ലോർ തൊട്ട് അപ്പുറത്തും ഇതുപോലെ 4 ഉണ്ട്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ 8 ഫ്ലോർ 2 സൈഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ വീഡിയോന്റെ എൻഡിൽ നമ്മൾ ആ ഒരു കടയും കൂടി കാണിക്കാം. ഇനി അവിടുന്ന് വരുന്നവർക്കാണെങ്കിൽ അവിടേക്ക് കയറാം, ഇവിടുന്ന് വരുന്നവർക്ക് ഇവിടെ കയറാം. അപ്പൊ പോസ്റ്റ് ഓഫീസ് ഭാഗത്താണ് കേട്ടോ ഒരു ഷോപ്പ് ഉള്ളത്. സെയിം ടോപ്പ് കളക്ഷൻ അവിടെ ഉണ്ടാവും, 2 സ്ഥലത്തും ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് ഇവിടേക്ക് എത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവിടുന്ന് എടുത്ത് തരുന്നതായിരിക്കും, നോ പ്രോബ്ലം. അതിനൊന്നും ഒരു പ്രശ്നമില്ല. അവർക്ക് എങ്ങനെ സന്തോഷിപ്പിക്കാൻ പറ്റും അത് രീതിയിൽ ചെയ്തു. അതെ, നിങ്ങള് തൃപ്തിയാവാ, നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് തൃപ്തിയാക്കണ പോലെ തന്നെ. അതിന്റെ പാന്റ് ഇതൊക്കെ സ്റ്റാർ ജോർജറ്റ് ആണ് കണ്ടോ, എല്ലാ കളേഴ്സും അയച്ച് കാണിക്കാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എല്ലാം ഐഡിയ കാണിക്കണം, ഡീറ്റെയിലും കാണിച്ചു. വെറൈറ്റികള് കുറച്ചുകൂടി ലെങ്ത് കൂടിയത് വേണോ, ലെങ്ത് കുറഞ്ഞത് വേണോ, ഷോർട്ട് വേണോ, സൈസ് ഉണ്ട്, എല്ലാ പാറ്റേണും ഉണ്ട്. അങ്ങനെ ഇത് ജോർജറ്റിൽ ഇതാ, ജോർജറ്റില് പെട്ടെന്ന് കുറേ ഉണ്ട്. നമുക്ക് ഇഷ്ടംമാതിരി ആയിട്ടുണ്ട്. കാണിച്ചാല് ഇന്നൊന്നും വീഡിയോ എടുത്ത് കഴിയൂല, അത്രയും സെലക്ഷൻ ആണ് ഇവിടെ വെച്ചേക്കണം. ഇതൊക്കെ ഫുള്ള് നമുക്ക് എത്നിക് കളക്ഷൻസ്. അതിന് ഒരു ഫ്ലോർ മൊത്തം വെസ്റ്റേൺ വരുന്നുണ്ട്, അപ്പുറത്തെ സൈഡ് വെസ്റ്റേൺ വരുന്നുണ്ട്. അപ്പൊ വെസ്റ്റേൺസിനും ഒരു കുറവില്ല. ഇതിൽ തന്നെ കുറഞ്ഞ ഐറ്റംസും കാണിക്കുന്നുണ്ട്. റേറ്റ് പറയാൻ പറ്റാത്ത ബുദ്ധിമുട്ടാണ് ഒന്നും പറയാത്തത്. അപ്പൊ ഈ കാണിക്കുന്ന ഐറ്റംസിൽ റേഞ്ച് കുറഞ്ഞതുകൊണ്ട് കൂടിയതുകൊണ്ട് രണ്ടും മിക്സ് ഹെവി ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാ ഐറ്റവും കാണിക്കുന്നുണ്ട് ഇതിലൊക്കെ. അതെ, അപ്പൊ അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നേരിട്ട് വരാം. അത് ഒരാഴ്ചക്കുള്ളിൽ വരാണെങ്കിൽ കളക്ഷൻസ് കിട്ടും. ഇല്ലെങ്കിൽ ആ പെട്ടിയിൽ ആ ഇതില് എന്തൊക്കെയുള്ളതെന്ന് വെച്ചാൽ ഐറ്റംസ് കിട്ടും. അപ്പൊ ചിലപ്പോ ഇതിനേക്കാളും നല്ലതായിരിക്കും ബണ്ടൽ. ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ നന്നാക്കാനല്ലേ നോക്കാം. പുതിയത് ഇത് നോക്കിയാൽ മൊത്തം തിളങ്ങണത് കണ്ടോ. ആ ഒരു പോപ്കോൺ മെറ്റീരിയൽ പോലെ ഫീൽ ചെയ്യൂല, നല്ലൊരു ഇമ്പോർട്ടന്റ് ഫാബ്രിക് ആണ്. ഫുള്ള് പാന്റും ഷോള് ദുപ്പട്ട ഒക്കെ തിളങ്ങണതാണ്, ഒക്കെ തിളങ്ങണത്. ഇനി കുറച്ച് എന്താ പറയാ അനാർക്കലിന്റെ ഡെയിലി വെയറിന് നമുക്ക് സിമ്പിൾ ആയിട്ട് ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഓഫീസ് വർക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ്. അതിന്റെ കളേഴ്സ് ആണ്, അതിന്റെ കളേഴ്സും പ്രിന്റും മാറി വരും. പിന്നെ അതുപോലെ ഇത് കോംബോ സൈസ് ആണ്. M2 S2 3XL വരെയും വരും, M2 3XL വരെയും വരും സൈസസ് വരുന്നത്. പിന്നെ ഇത് ഡെയിലി വരുന്നത്. ഇതൊക്കെ നമുക്ക് ഡിസ്കൗണ്ടിൽ നമുക്ക് സെയിൽ ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു ഡിസ്കൗണ്ട് കാണിച്ചിട്ട് കടയിലെ ആൾക്കാരെ വരുത്തിക്കാൻ പ്രീമിയം കളക്ഷൻസ് അങ്ങോട്ട് വിൽക്കാം. ഇതിനൊക്കെ ധാരാളം കസ്റ്റമറുകളുണ്ട്. ഇതിന്റെ സാധനല്ലേ ഈ പെൺകുട്ടി ഇട്ടത്, ഇങ്ങോട്ട് വന്നടി. അല്ല, അത് വേറെ ഐറ്റം. എന്തായാലും ആയിട്ട് ഒന്ന് കാണിച്ചു തരാം. വാ, ഓടി ചാടി വാ. ഈ ഐറ്റം ഒന്ന് കാണിക്കുന്നുണ്ട് നമ്മളാ കോട്ട് സെറ്റ് ഒക്കെ കാണിക്കാം. ഇത് നോക്കട്ടെ, ഇത് പറയും, ഇതിനെ കുറിച്ച് പറയും. ഇത് കോട്ടൺ ആണ്. ഒരു മിനിറ്റ് മൈക്കില്ല അവിടെ. പറഞ്ഞോ. ഇത് നമ്മളുടെ ഓൺ സ്റ്റിച്ചിങ് ആയിട്ട് കേട്ടോ. നമ്മൾ ഫസ്റ്റ് നമ്മൾ താഴത്ത് കുറെ ഐറ്റംസ് ഉണ്ടല്ലേ, അതിനകത്ത് വരുന്ന ഒരു വെറൈറ്റി ആണ്. ഇത് ചെയ്തേക്കുന്നത് ഫ്ലെയറിലാണ്. നമ്മള് കറക്റ്റ് ഫിറ്റിംഗിൽ നിൽക്കണ്ടല്ലേ. നമ്മളുടെ എല്ലാ ഐറ്റംസും കറക്റ്റ് ഫിറ്റിംഗ് ആയിരിക്കും, കറക്റ്റ് സൈസ് ആയിരിക്കും. അതിനകത്തൊന്നും ഒരു ഡൗട്ടും വേണ്ട. കല്യാണം കഴിഞ്ഞ കുട്ടിയുണ്ട്, കണ്ടാ പറയോ ഡ്രസ്സിന്റെ കുട്ടികളുണ്ട്. ഇനി ഇത് ഫിറ്റിംഗ് കാണിച്ചു കൊടുക്കും. ഫ്രണ്ട് പുഷ് നല്ല അടിപൊളി കറക്റ്റ് ഫിറ്റ് ആണ്. അതെന്നുവെച്ചാലേ ആ ഫ്ലീറ്റ് കാണിക്കാനാണ് ഞാൻ. ഫ്ലീറ്റ് ഒക്കെ നല്ല കറക്റ്റ് ഫ്ലീറ്റിലാണ് ചെയ്തിട്ടുള്ളത്, നല്ല ഫിനിഷിംഗിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഫ്ലീറ്റ് മാത്രമല്ല, എനിക്ക് ഒരു കാര്യം കൂടി കാണിക്കാണ്ട്. സാധാരണ നോർമൽ ഫ്ലീറ്റിനേക്കാളും ഇവിടെ ഒരു പൈപ്പിങ്ങിന്റെ ഡീറ്റെയിലിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോർമൽ എല്ലായിടത്തും ആ ഒരു പൈപ്പിംഗ് ഡീറ്റെയിലിംഗ് കൊടുക്കാറില്ല, വെറുതെ അറ്റാച്ച് ചെയ്തിട്ട് ഫ്ലീറ്റ് ചെയ്ത് പോയി. ഇതൊരു പൈപ്പിങ്ങിന്റെ ഡീറ്റെയിലിംഗ് കൂടി കൊടുത്തിട്ടുണ്ട്. അതാണ് മെയിൻ ഹൈലൈറ്റും കൂടി പറയാനുള്ളത്. കോട്ടന്റെ മെറ്റീരിയൽ ആണ്. 2 പീസ് ആണ്. 2 പീസ് ആണ്. ഇനി നീ മാറി പോയേ. ഇനി അടുത്ത ആള് കാണിക്കണേ ചേച്ചി. നമ്മളെ പെരുന്നാളിന് നമ്മ മെയിൻ ആയിട്ട് ചെയ്തേക്കണ ഐറ്റം നമ്മുടെ മുതലാളിയാണ് കേട്ടോ. മുതലാളിനെ കാണിക്കാനല്ല വിളിച്ചത്, ആക്ച്വലി ഐറ്റം കാണിക്കാനാണ്. ഇതിനെ കുറിച്ച് പറഞ്ഞു. ഇത് കോട്ട് സെറ്റ് ആണ്, കട്ട് വർക്ക് വരുന്നുണ്ട്. ഇതിന്റെ എല്ലാ സ്ലീവില് കട്ട് വർക്ക് വരുന്നുണ്ട്. ലോങ് നല്ല ലെങ്ത് ഉണ്ട്. ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ്. ഇടാൻ സുഖല്ലേ, നല്ല കംഫർട്ടബിൾ ആണ്. ഇത് ഇന്നലെ വന്ന പീസ് തന്നെ അപ്പൊ തന്നെ തീരുകയും ചെയ്തു.
രണ്ടാമത് റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി ഓർഡർ കൊടുത്തേക്കണുള്ളൂ. കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതാണ് ഇത് ആവശ്യമുണ്ടെങ്കിൽ എടുത്ത് പറയണം. കാണിക്കുന്നത്. അപ്പൊ അത്രയും ഡിമാൻഡ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇപ്പൊ ഈ വെയർ ചെയ്തിരിക്കുന്നത്. 2 പീസിലാണ് ഇത് മെയിൻ ആയിട്ട് വരുന്നത്. സിംഗിൾ കുർത്തി വേണമെങ്കിൽ അങ്ങനെയും ചെയ്തിട്ടുണ്ട് അല്ലേ? പിന്നെ ഇങ്ങനെ കുർത്തി വന്നിട്ടുണ്ട് അതിന്റെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഡിമാൻഡ് ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നവര് എന്ന് വെച്ചാൽ നമ്മൾ ട്രാവലിംഗ് അല്ലെങ്കിൽ 24 hours നമുക്ക് അത് ഇട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ഡെഫിനറ്റ്ലി സൂപ്പർ. കോട്ടണിനേക്കാളും അടിപൊളിയാ ഇല്ലേ? സൂപ്പർ അല്ലേ? അറിയൂല സത്യം സത്യം. അതാണ് ഞാൻ ഉള്ളിന്ന് വരുന്നതാട്ടോ ഇതൊക്കെ അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള മറ്റേ. ഓക്കെ, അപ്പൊ താങ്ക് യു. അപ്പൊ അടുത്ത കളക്ഷൻസിലേക്ക് കിടക്കാം. നമുക്ക് അടുത്ത അനാർക്കലി കാണിച്ചതിന്റെ തന്നെ അതിന്റെ പ്രിന്റ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിച്ചു വിടണമെന്നുള്ളൂ. അതിന്റെ എല്ലാ പ്രിന്റും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഓപ്പൺ ആക്കി കാണിച്ചു വിടണമെന്നുള്ളൂ. നല്ല നല്ല പ്രിന്റ് ആണ് അതൊക്കെ. പ്രിന്റും അതില് യോക്കിൽ ഇങ്ങനെ വർക്ക്. അതിന്റെ 10 കളർ 15 കളറത്തോളം കളർ വരും. ഇതിങ്ങനെ നിലവിൽ ഇങ്ങനെ സ്റ്റോക്ക് തീരും, രണ്ടാമത് റീസ്റ്റോക്ക് ചെയ്യും. അങ്ങനെ റെഗുലർ ഐറ്റം ആണ്. അനാർക്കലി സ്റ്റൈലാണ്. ഇത് നീ ലെങ്ത് ടോപ്പാണ് ജീൻസിന്റെ. കണ്ടോ, ഇത് പിൻടെക് ഉണ്ടാവും. അത് കാണില്ലേ യോക്കിൽ ഒരു പോർഷനിൽ പിൻടെക് വരും. കണ്ടോ, അതിൽ തന്നെ എത്ര ഇഷ്ടമായ ഷെയ്ഡ് ഉണ്ട്, സൈസ് ഉണ്ട്. എസ്, എം, എൽ, XL, XXL വരെ സൈസ് വരും. അതും ഇതൊക്കെ ലിവ സർട്ടിഫൈ ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നോ ഡൗട്ട് നല്ല മെറ്റീരിയൽ, കമ്പനി ആയിട്ട് നോ ഡൗട്ട് കണ്ണടച്ച് നമുക്ക് മേടിക്കാം. അതെ, ഒക്കെ ലിവ സർട്ടിഫൈ ആയിട്ടുള്ള ക്വാളിറ്റി ഐറ്റംസ് ആണ് കേട്ടോ. ഇത് കുറച്ച് വെക്കണം നമ്മുടെ കടയിൽ. എന്നാലാണ് നമുക്ക് ആൾക്കാർക്ക് നമുക്ക് ആ ഒരു പ്രീമിയം കളക്ഷൻസ് കാണിച്ചു കൊടുത്തിട്ട് നമുക്ക് ആൾക്കാരെ വെട്ടിക്കാൻ പറ്റും. അപ്പൊ ഇത് കാണുമ്പോ എന്തായാലും ഡെഫിനറ്റ്ലി ആ ഒരു പ്രീമിയം കളക്ഷൻസ് മേടിച്ചിട്ട് പോകും. അപ്പൊ ഇതിന്റെ ഒരു വടിക്ക് 2 പക്ഷിന്ന്, ഇത് മേടിക്കുമ്പോ അതും മേടിക്കാം. അങ്ങനെയാണ് കച്ചവടം നടത്താം. ഇനി പെരുന്നാളായിട്ട് കുറച്ച് ഗൗണും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് വെഡിങ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെയും വെക്കാം. പാർട്ടി വെയർ ആയിട്ട് ആണെങ്കിൽ അങ്ങനെ. അപ്പൊ ഒരു ഗൗൺ മോഡൽ ഷോളിലൊക്കെ കണ്ടോ, ഷോൾ അതിന് 3 പീസാ വരുന്നത് കേട്ടോ. 3 പീസാണ്, എല്ലാത്തിനും 3 പീസാണ് വരുന്നത്. വിത്ത് ദുപ്പട്ട അതുപോലെ തന്നെ പാന്റ് എല്ലാം അടക്കം വരുന്ന ഒരു കളക്ഷൻ. ഇതാണ് ഇതിന്റെ ഫുൾ കളക്ഷൻ. അതില് മോഡൽസ് ആണ് കേട്ടോ. മോഡൽസ് ആണ്. ഗൗൺ ജസ്റ്റ് ഇങ്ങനെ അല്ല കാണിക്കുന്നുള്ളൂ. ഇതിന്റെയൊക്കെ വേറെ സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നിലവിൽ. ഇങ്ങനത്തെ ഐറ്റംസ് ഉണ്ടെന്നാണ്. മോഡൽ ഉണ്ട്. ഇതിന്റെ ഇഷ്ടം പോലെ വർക്കുകൾ ഉണ്ട്. ഇപ്പൊ ഇത് നെക്ക് ഇങ്ങനെയാണ്. സ്ലീവിൽ ഇങ്ങനെ ഫുൾ വർക്ക് വന്നിട്ടുണ്ട്. ഫുൾ പാനൽ വർക്ക് ആണ് കേട്ടോ. മോളിനാട്ടി വരെ അതിലും വർക്ക് ഉണ്ട്. 3 പീസാണ്. ഇത് ഫുൾ വർക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ വെറൈറ്റി ഇഷ്ടം പോലെ ഒരുക്കിയിട്ടുണ്ട് ഈ പ്രാവശ്യം. എല്ലാ പ്രാവശ്യം വരുമ്പോ ഒന്നിലൊന്നും മെച്ചപ്പെട്ടുണ്ട്. നല്ല കളക്ഷൻസ് ഇറക്കിയിട്ടുണ്ട്. വെസ്റ്റേൺ വെയർ ഒന്നും പോയിട്ടില്ല. അബുക്കന്റെ കട വെസ്റ്റേൺ വെയർ എന്ന് പറയുമ്പോ അഫോർഡബിൾ റേഞ്ച് ആണ്. ആ കളക്ഷൻസ് ഇനി കാണാൻ കെടുക്കുന്നുള്ളൂ നമുക്ക്. ഇത് നോക്കിയാ എത്നിക്കില് അനാർക്കലി സ്റ്റൈല് നല്ല വർക്കാണ്, ഹെവി വർക്കാണ്. വർക്കൊക്കെ ഇട്ട പോലെ ഇരിക്കും. പിന്നെ അതൊക്കെ ചോദിക്കും കസ്റ്റമർ എവിടെ നിന്ന് എടുത്താന്ന് ചോദിക്കും. കണ്ടോ, എലിഫന്റ് പാന്റ് ആണ്. കണ്ടോ, ഫുൾ വർക്കോട് കൂടിയിട്ട്. ഇത് ഫെന്റി മെറ്റീരിയൽ ഗൗൺ ആണ്. അതാണ് ഇത് പ്രീമിയം ഗൗൺ ആണ്. കണ്ടോ, ഓക്കെ. പ്രീമിയം ഗൗൺ എന്ന് പറഞ്ഞാൽ റേറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഐറ്റത്തിന്റെ കാര്യം കൊണ്ട് പ്രീമിയം എന്ന് പറയുന്നത്. ഇത് 2 പീസിലാണ് വരുന്നത്. 2 പീസിലാണ് വരുന്നത്. വിത്ത് ദുപ്പട്ട അങ്ങനെയാണ് ഇതിന്റെ കളക്ഷൻ. ഓ എന്താ രസം. മൈലാഞ്ചിക്കൊക്കെ ഇടാൻ പറ്റിയായിട്ടാണ്. ഇതിന്റെ കളേഴ്സും അവൈലബിൾ ആണ് കേട്ടോ. അങ്ങനെ 4 ഷെയ്ഡ്സ്, നല്ല നല്ല ഷെയ്ഡുകളാണ് വരുന്നത്. അതും വിത്ത് പാഡറാണ്. ഷേപ്പിന്റെ കാര്യം പിന്നെ നോക്കണ്ട. ഇത് ഷോർട്ട് ടോപ്പില് ഇതിങ്ങനെ ഗറാറല്ല പലാസോ സെറ്റ് വരും. അതിനാ ഡെമ്മിൽ ഇപ്പം അതിന്റെ വേറെ ഷെയ്ഡാണ് കാണുന്നത്. അത് ഡാർക്ക്, ഇത് പേസ്റ്റൽ കളർ. അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതെ ബിലാലിനെ പിടിച്ച നല്ല നല്ല കളക്ഷൻസ് കാണിക്കും. ഇല്ലേ ബിലാലെ ഐറ്റം കാണിക്കാലോ. എന്താ ബിലാലെ പിടിച്ചെന്ന് പറഞ്ഞ അവിടെ വേറെ ആൾക്കാരുണ്ട്. അവരൊക്കെ കാണിച്ചു തരുന്ന ബിലാലിനെ പിടിച്ചോട്ടാ കളക്ഷൻസ്. എന്നാ ഞങ്ങളുടെ ഇവിടുത്തെ ചോണക്കുട്ടികൾ ഇഷ്ടം പോലെ സ്റ്റാഫ്മാരുണ്ട്. ഒക്കെ ലാസ്റ്റ് ഞാൻ കാണിക്കാം. അപ്പൊ ആരെയാണ് പിടിക്കണത് നോട്ട് ചെയ്തിട്ട് വന്നോളാം. നമ്മള് ഫോൺ വിളിച്ചിട്ട് സ്ലോട്ട് ബുക്ക് ചെയ്തിട്ട് വന്നോളാം. ഒക്കെ ഒന്നിലൊന്നും മെച്ചുള്ള ടീമുകള് കേട്ടാ. ഇതൊക്കെ 3 പീസാണ്. 3 പീസ് വിത്ത് പാന്റോട് കൂടിയിട്ട്. അതും തിളങ്ങണത് പാന്റ് കേട്ടോ. പാന്റ് തിളങ്ങണത് ഷോളിൽ ഇനി തിളക്കം വേണ്ട, കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് പ്രീമിയം ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമായിരിക്കും. അങ്ങനെ യൂസ് ചെയ്യാനുള്ള ഐറ്റംസ് ഉണ്ട്. അതിന്റെ ഷോളാണ് ഈ കാണുന്നത്. അടിപൊളി ഐറ്റം ആണ്. ആ മെറ്റീരിയലൊക്കെ നിങ്ങൾ ക്യാമറ കണ്ടാൽ തന്നെ മനസ്സിലാവൂല. വന്ന് അതിന്റെ നോക്കിയാലേ മനസ്സിലാവുള്ളൂ. തൊട്ട് തന്നെ ഫീൽ ചെയ്യണത്. തൊട്ട് ഫീൽ ചെയ്യാൻ നോക്കിയേ.
ഇത് നമ്മ നേരത്തെ കാണിച്ച അനാർക്കലിന്റെ തന്നെ 2 പീസ് ആണ്. 2 പീസ് ആണ്. അതും സൈസ് വരുന്നുണ്ട്. അപ്പൊ 2 പീസ് വേണമെങ്കിൽ 2 പീസ് ഉണ്ട്. പാന്റ് സെപ്പറേറ്റ് കിട്ടൂട്ടാ, ലെഗിൻസ് സെപ്പറേറ്റ്, അങ്ങനെ അതൊരു ഫ്ലോർ നിറച്ച് കളക്ഷൻസ് ആണ്. അതിൽ ബോട്ടം വെയറിന്റെ എല്ലാ ഐറ്റംസും അതിലുണ്ട് കേട്ടോ. അത് സെപ്പറേറ്റ് നമുക്ക് ഒന്ന് ജസ്റ്റ് ഓടിപ്പിച്ച് കാണിക്കാം. എന്തായാലും ഇപ്പൊ പെരുന്നാളായതുകൊണ്ടാണ് ഇതുമ്മക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യണത്. ഇതല്ലാത്ത വേറെ കളക്ഷൻസ് ഇനി നമുക്ക് ലെങ്ത്തിലേക്ക് നോക്കിയാലോ? ശരി പോവാം. വെസ്റ്റേൺ അപ്പുറത്ത് വെസ്റ്റേണില് കേട്ടോ. വെസ്റ്റേൺ വെയറിന്റെ കളക്ഷൻസ് അഫോർഡബിള് ഇനിയും ഉണ്ടെന്ന് ഒരെണ്ണം കാണിക്കാണ്ട്. ഇനി കാണിക്കാനുള്ളത് നമ്മളെ കുർത്തീസ് കാണിക്കാനുണ്ട്. അതായത് ചുരിദാറും അല്ല, വെറുതെ സിമ്പിൾ കുർത്തീസ്, കുറച്ച് ബ്രാൻഡ് ഐറ്റം, പ്രീമിയം ഐറ്റം ഒരിക്കും. നല്ല ഐറ്റം, നല്ല ഹെവി മെറ്റീരിയൽ ആണ്. റയോണിൽ തന്നെയാണെങ്കിലും നല്ല ഹെവി മെറ്റീരിയൽ, ഹെവി റയോണിൽ വരുന്ന GSM കൂടിയ ടൈപ്പ് കൂടിയത് തന്നെ, അത് തന്നെ ആ ഒരു ടൈപ്പ് ആണ് കേട്ടോ. അപ്പൊ ഇത് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഓഫീസ് വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല കളക്ഷൻസ് ഉണ്ട്. ചൈനീസ് കോളർ വേണം. ഇത് സ്ലീവ്ലെസ് തന്നെ ടോപ്പാണ്. ഇതാണോ സ്ലീവ്ലെസ് ആണ്. ഇതൊക്കെ ഡെമ്മിലൊരു ഡിസ്പ്ലേ ഇട്ടാൽ തന്നെ ഭയങ്കര ലുക്ക് ആയിരിക്കും. അത് അത് ചേച്ചി സ്ലീവ്ലെസ് ഇപ്പൊ സ്ലീവ് ഉള്ളതുകൊണ്ട് വെച്ചിട്ട് ഭംഗി ഉണ്ടാവില്ല. അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പൊ ഇത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് സ്ലീവ്ലെസ് ഇട്ട് നടക്കുന്നത് കേട്ടോ. പിള്ളേർക്കൊക്കെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. ഇതാണ് ട്രെൻഡ്, ഫുൾ സ്ലീവ്ലെസ് ആണ് ഇപ്പൊ കൂടുതൽ ഇതാണ് കളക്ഷൻസ് പോണത്. പിന്നെ നോക്കി പ്ലസ് സൈസ്, അത് മെറ്റീരിയലും അതിന്റെ ആ ഫിനിഷിംഗ് നോക്കി. മെറ്റീരിയൽ മനസ്സിലായി. ഇത് സൈസ് 6XL ആണ്. 6XL സൈസ് വരെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതാണ് ഈ ഐറ്റം കേട്ടോ. കണ്ടോ 6XL സൈസ്. ഇതൊക്കെ ബിഗ് സൈസ് ആണ്. 6XL ആണ്. ഇതൊക്കെ 6XL ആണ്. 6XL ഒക്കെ എടുത്ത് കാണിക്കണേ. 6XL ഒക്കെ എടുത്ത് കാണിക്കണാണ്. 6XL സൈസ് വെറുതെ പറയണതല്ല. 5XL 6XL സൈസസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. വലിയ സൈസസ്. ഇതും അതന്നെ, ഇതൊക്കെ 6XL തന്നെയാണ്. അതും പ്രീമിയം കളക്ഷൻസ്, പ്രീമിയം കളക്ഷൻസ്, ക്വാളിറ്റി ഉള്ളത് പ്രീമിയം കളക്ഷൻസ്, പ്രീമിയം മെറ്റീരിയൽ. നല്ല സ്റ്റാൻഡേർഡ് ഐറ്റം ആണ്. ഇതൊക്കെ വനിതന്റെ ബ്രാൻഡ് തന്നെ ഐറ്റം ആണ്. ബ്രാൻഡഡ് ഐറ്റം ആണ്. ഇതിന്റെ നമുക്ക് 2XL സൈസ് ആണ്. അതിലല്ല കോംബോ ആണ്. എല്ലാ സൈസും വരും. എല്ലാ സൈസ് വരും. ഓക്കേ. ഇതൊക്കെ ഉണ്ടോ? ഇതൊക്കെ ഇതന്നെ നോക്കി. ഇതൊക്കെ റയോണിൽ തന്നെ. ഇത് ബിഗ് സൈസ് ആണ്. 3 to 6 ആണ് ഇതൊക്കെ സൈസ് വരുന്നത്. അപ്പൊ പ്ലസ് സൈസ് ചോദിച്ചു മേടിച്ചോ? അപ്പൊ അത് സെപ്പറേറ്റ് ഉണ്ട് കേട്ടോ. പ്ലസ് സൈസസ് വരുന്നത് ചോദിച്ചു മേടിക്കണ്ട. അല്ല, ഒരു കസ്റ്റമർ വന്നാൽ ഫുൾ കവർ ചെയ്യുന്ന ഫുൾ കാണിച്ചിട്ടേ വിടുള്ളൂ. അപ്പൊ എന്തായാലും ഒരു ദിവസം ഫുൾ ആയിട്ട് വന്നോളൂ. രാവിലെ വന്നിട്ട് വൈകുന്നേരം ആയിട്ട് പോവാട്ടോ ഇവിടുന്ന്. കളക്ഷൻ ഇത് നോക്കി. ഇത് നമ്മൾ നേരത്തെ കാണിച്ച സ്ലീവ്ലെസ്സിൽ തന്നെ 2 പീസ് ആണ്. വെക്കേഷൻ ഒക്കെ ടൂറൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ ഐറ്റംസ് ആണ് ഇതെല്ലാം. വെക്കേഷൻ ഒക്കെ തുടങ്ങിയല്ലോ. ഇതാണ്ടാ കളർ നോക്കി. സൂപ്പർ കളേഴ്സ് ആണല്ലോ. സ്റ്റാൻഡേർഡ് ഇതാണ്ടാ. ഇത് കോട്ടന്റെ ബിഗ് സൈസ്. ഇത് വലിയ സൈസ് അല്ലേ? പിന്നെ ബിഗ് സൈസ് ആണ്. ബിഗ് സൈസ് ലൈറ്റ് വെയിറ്റ് കോട്ടൺ കേട്ടോ. നല്ല GSM കൂടിയ ടൈപ്പ് 50 സൈസ്. ഇതൊക്കെ ഇട്ടേന ഭയങ്കര ലുക്ക് ആയിരിക്കും. ഇത് സാധാരണ ഇങ്ങനെ ഈ കോട്ടണിലൊന്നും ബിഗ് സൈസ് കിട്ടാറില്ല. കസ്റ്റമർ ബിഗ് സൈസിൽ ഇടണവർക്കൊക്കെ ഭയങ്കര വിഷമമാണ് ടോപ്പ് കിട്ടാൻ. ഇനി വിഷമിക്കണ്ടല്ലോ. ടോപ്പ് കളക്ഷനിലേക്ക് വന്നാൽ മതിയല്ലോ. ടോപ്പ് കളക്ഷനിലേക്ക് വന്നാൽ മതി. ഇത് നോക്കിയാ ഫുൾ ചിക്കൻ കറി. അതും 2 പീസ് കേട്ടോ. 2 പീസ്. ഇതിന് 6 കളേഴ്സ് വരും. ഇതില്ലേ ചിക്കൻ കറി തന്നെ. അതും ചിക്കൻ കറിയൊക്കെ വർക്ക് ഫിനിഷിംഗ് ഒക്കെ നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ വരുന്നത്. സൈസും അവൈലബിൾ ആണ്. അപ്പൊ ലൊക്കേഷൻ നമ്മുടെ എറണാകുളത്ത് മാർക്കറ്റ് റോഡിലാണ് കേട്ടോ നമ്മളിപ്പോ നിൽക്കുന്നത്. മേനക ബസ് സ്റ്റോപ്പ് ആണ് കുറച്ചുകൂടി അടുത്തായിട്ട് വരുന്ന സ്ഥലം. 2 പീസിന്റെ ഇത് 3 പീസ് അല്ല 2 പീസാ? ഇത് 3 പീസ് ആണ്. ഇതിന്റെയൊക്കെ റേറ്റ് ഇതാ പറയുക. റേറ്റ് പറയാൻ പറ്റാത്തൊരു വിഷമം മാത്രമേ ഉള്ളൂ. റേറ്റ് കേട്ടാലേ നിങ്ങൾക്ക് ആകെ നെട്ടിപ്പോവും, ഷോക്കായി പോകും. നിങ്ങൾ ഈ 3 പീസ് നയറാക്കാട്ടിന് ഇത്ര റേറ്റ് ഉള്ളൂ നിങ്ങൾ ഇതായി പോകും. പിന്നെ കച്ചവടക്കാര് മാത്രം റേറ്റ് വിളിച്ച് ചോദിച്ചാൽ സാധാരണ അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കച്ചവടക്കാര് വിളിക്കുമ്പോ പറയണത്. കാരണം ചിലര് റേറ്റ് അറിയാൻ വേണ്ടി മാത്രം വിളിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് നമ്മൾ റേറ്റ് പറഞ്ഞു കൊടുക്കില്ല. ചില അങ്ങനെ ഒരു പരാതി വരും. അപ്പൊ അത് തീർത്ത് കൊടുക്കാം. ഇതൊക്കെ ഞാൻ ഇപ്പൊ ഞായറാക്കാട്ട് കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ വേറെ വേറെ പ്രിന്റ് ആണ്. ഇതൊക്കെ 3 പീസ് അതൊക്കെ 3 പീസ് കളക്ഷനിൽ വന്ന പ്രിന്റ് ഒക്കെ നമുക്ക് ഇഷ്ടം പോലെ പ്രിന്റ്സ് കിട്ടും. ഇഷ്ടം പോലെ പ്രിന്റ് ഉണ്ട്. ബണ്ടൽ പൊട്ടിക്കുമ്പോ തന്നെ അതിനൊക്കെ ധാരാളം കസ്റ്റമർ ഓൾറെഡി നമുക്ക് ഇവിടെ നിലവിലുള്ളതാണ്. ഇത് കോട്ടന്റെ നോർമൽ ബിഗ് സൈസ് ആണ് അല്ലേ? 52 സൈസിന്റെ അംഗ്രക്ക സ്റ്റൈൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഈ പ്ലസ് സൈസ് നോർമൽ നമുക്ക് സിംഗിൾ സ്ട്രൈറ്റ് കുർത്തി ഉണ്ടാവും, അനാർക്കലി സ്റ്റൈലൊക്കെ ഉണ്ടാവും. അംഗ്രക്ക സ്റ്റൈൽ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. 3 പീസിന്റെ സെയിം ആ ഒരു കളർ ടോണില് വിത്ത് ദുപ്പട്ടയ്ക്കും ലെങ്ത് ഉണ്ട്. പിന്നെ കോട്ടൺ ആണെന്ന് പറഞ്ഞ ലെങ്ത് ഒന്നും കുറച്ച് വെച്ചിട്ടൊന്നും അടിപൊളി ലെങ്ത് തന്നെ വെച്ചേക്കണം. ലെങ്ത് ഒക്കെ പക്കയാണ്. അതൊക്കെ പ്ലസ് സൈസിൽ വരുന്നത്. ഇതിപ്പോ ചേച്ചി പറഞ്ഞതിന്റെ പ്രിന്റ് ആണ്. ഇതിപ്പോ ചേച്ചി പറഞ്ഞതിന്റെ പ്രിന്റ് ആണ്. എനിക്കറിയില്ലായിരുന്നു അതിന്റെ പേര്. ചേച്ചി പറഞ്ഞപ്പോഴാണ് ആ പേര് പഠിച്ചത്. പ്രിന്റിന്റെ പേരല്ല അത് പറഞ്ഞത്. അതന്നെ സ്റ്റൈലിന്റെ പേര് പഠിച്ചില്ലേ? പിന്നെ അംഗ്രക്ക സ്റ്റൈല് ബിഗ് സൈസിന്റെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. അപ്പൊ ഇത് ബിഗ് സൈസിന്റെ കേട്ടോ. കുർത്തി ലെങ്ത് ഉള്ളത് വേണോ ഷോർട്ടിൽ വേണോ? ഇത് കോട്ടണിൽ തന്നെ ചീപ്പ് റേറ്റ് ആണ്. റേറ്റ് പറയാൻ പറ്റാത്ത വിഷമമാകുള്ളൂ. ചീപ്പ് റേറ്റ് എന്ന് പറഞ്ഞാൽ ചീപ്പ് റേറ്റ് 3 പീസ് ആണ്.
ഇതാണ്ടാ റേറ്റിന്റെ കാര്യത്തിൽ മുട്ടണ്ടാ പിന്നെ അല്ലെ ചീപ്പ് എന്ന് പറഞ്ഞാൽ അത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ. ഒക്കെ റേറ്റ് പക്ഷെ റേറ്റ് കുറവാണില്ല, ക്വാളിറ്റി ഒക്കെ പക്ക ക്വാളിറ്റിയാണ്. ഷോളിലേക്ക് ലെങ്ത് കണ്ടോ, ലെങ്ത് ഉണ്ട്. അത് 2 പീസ് 3 പീസ് സിംഗിൾ പീസ് ഏത് മോഡൽ നിങ്ങൾക്ക് വേണോ. ഇനിയിപ്പോ വെസ്റ്റേൺ ആണെങ്കിൽ വെസ്റ്റേൺ ഉണ്ട്, എക്സ്പോസ് ചെയ്യണ വിധത്തിൽ അങ്ങനത്തെ ഉണ്ട്. എല്ലാ ഐറ്റംസ് നമുക്ക് ഇവിടെ കിട്ടൂട്ടാ. നിങ്ങളൊന്ന് വന്ന് നോക്കാം, നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. ഇതും 3 പീസ് തന്നെ, ലൈറ്റ് ഷെയ്ഡ് ഡാർക്ക് ഷെയ്ഡ് അങ്ങനെയൊക്കെ വെറൈറ്റീസ്. നല്ല പ്രിന്റ് ആണ്. 3 പീസിന്റെ കളക്ഷൻസ് ഇത് എങ്ങനെ വാരി ഇട്ടോണ്ടിരിക്കണം. നമ്മുടെ ക്യാമറയുടെ മുന്നിൽ കൂടെ വാരി ഇടാണ്ട് ഇങ്ങോട്ട് വാരിയിട്. കളക്ഷൻസിന്റെ കുറവില്ല കണ്ടോ. നല്ല വർക്കാണ് വീനക്കിന്റെ. കളറ് നോക്ക്, എല്ലാത്തിനും സൈസ് നല്ല പ്രിന്റ് ആണ് നോക്കി കണ്ടാ. പ്രിന്റ് തന്നെയല്ല, കളറാണ്. ഇതൊക്കെ എവിടെ കണ്ടാലും പെണ്ണുങ്ങള് അടിച്ച് റാഞ്ചി കൊണ്ട് പോകുന്നു. അമ്മാരി കളക്ഷൻ ആണ്. ഇത് ആ ടോപ്പിൽ തന്നെ ടോപ്പില് സിമ്പിൾ കുർത്തിയാണ് കണ്ടോ നോക്കി. നല്ല സ്റ്റാൻഡേർഡ് പ്രിന്റ് ആണ്, അടിപൊളി പ്രിന്റ് ആണ്. പെരുന്നാൾക്ക് അടിച്ചു പൊളിക്കാട്ടോ. വിഷു ആയാലും ഈസ്റ്റർ ആയാലും നല്ല കളക്ഷൻസ്. വെക്കേഷൻ ഉണ്ടല്ലോ, മെയിൻ സെയിൽ എന്ന് പറഞ്ഞാൽ വെക്കേഷൻ ആണ്. മെയിൻ സെയിൽ കണ്ടോ. വെക്കേഷൻ ഇനി പിള്ളേർക്ക് ഡ്രസ്സുകൾ വേണ്ടി യൂണിഫോം ഒന്നല്ല, ടൂർ പോക്കും ഇതൊക്കെ തന്നെയല്ലേ. അപ്പൊ അതിനുവേണ്ടിയുള്ള എല്ലാ സാധനവും റെഡിയാക്കി വെച്ചേക്കാണ്. എല്ലാം റെഡിയാണ്. ഇനി അതിന്റെ അപ്പുറം ഇനി വെസ്റ്റേൺ കാണിക്കാനുണ്ട്. അതെ, വെസ്റ്റേണിലേക്ക് കേറിയിട്ടില്ല വെസ്റ്റേണിലേക്ക് കയറിയല്ലോ. ഓൾറെഡി നമ്മൾ ജസ്റ്റ് ഒരു 3 പീസിന്റെ സെക്ഷനും കോട്ടൺ ടോപ്പ് അത് മാത്രം കണ്ടിട്ടുള്ളൂ. അതെ, ചെറിയൊരു ഭാഗം മാത്രം. 2% നമ്മൾ ഷോപ്പിന്റെ കാണിച്ചിട്ടുള്ളൂ. കാണാൻ കഴിയുള്ളൂ. ഇതൊക്കെ നല്ല കുർത്തിയാണ്. 2 പീസ് 3 പീസ് 2 പീസ് വരണേ. അപ്പൊ ചൈനീസ് കോളറിൽ ചൈനീസ് കോളർ അതൊക്കെ സൈസ് ഉണ്ട്. എല്ലാ സൈസും അവൈലബിൾ ആണ്. ഇതൊക്കെ നോക്കി കോട്ടണിൽ ഇതാണ്ടോ, നല്ല പ്രിന്റ് ആണ്. അതൊക്കെ പ്രിന്റ് നല്ലതാണ്. ടെസൽസ് ഒക്കെ വരുന്നുണ്ട്. കെട്ടണമെങ്കിൽ കെട്ട കൗടി ഉണ്ട് കേട്ടോ. അല്ലേ ഇല്ല അല്ലേ, കൗടിയാന്ന് വിചാരിച്ചത് പെട്ടെന്ന് കണ്ടപ്പോ. 2 കൗടിയും കൂടി വെച്ചോ, ടൂർ പോകുമ്പോ കളിക്കാലോ നമുക്ക് അല്ലേ. 2 പീസിന്റെ കേട്ടോ. ഇത് വെട്ടിയതാണ് വെർട്ടിക്കലി. സിംഗിൾ പീസും ഉണ്ട്. ഇത് കോംബോ M2+ലാണ് കോംബോ. നല്ല പ്രിന്റ് ആണ് നോക്കി, പ്രീമിയം പ്രിന്റ് ആണ് അല്ല. അപ്പൊ ഇങ്ങനെയാണ് എടുക്കേണ്ടത്, കെട്ട് കെട്ടായിട്ട്. അതില് ബാട്ടിക് പ്രിന്റ്, ഇക്കത്തിന്റെ പ്രിന്റ്, അങ്ങനെ പലതരം പ്രിന്റ്സ് വരുന്നുണ്ട്. ഇപ്പൊ കണ്ടതാവില്ല, ഒരാഴ്ച കണ്ടു കഴിഞ്ഞാൽ. അപ്പൊ വീണ്ടും പറയാണ്, സ്ക്രീൻഷോട്ട് എടുത്ത് വരുമ്പോൾ നിങ്ങൾ ആ കളക്ഷൻസ് പ്രതീക്ഷിച്ച് വരരുത്. പുതിയ കളക്ഷൻസ് അതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് കിട്ടും, അവൈലബിൾ ആണ്. അപ്പൊ ജസ്റ്റ് കോൾ ചെയ്യുക, അല്ലെങ്കിൽ നേരിട്ട് വരാം. ഇനി നമുക്ക് കുറച്ച് വെസ്റ്റേണിലേക്ക് കിടക്കാം. ഇതൊക്കെ മൊത്തം എത്നിക്കിന്റെ കഴിഞ്ഞിട്ടില്ല, ഇനിയും കാണിക്കാൻ കിടക്കുന്നുള്ളൂ. ഇനി നമുക്ക് വെസ്റ്റേണിലേക്ക് പോകാം. യെസ്, ഇപ്പൊ നമ്മള് വെസ്റ്റേൺ വെയറിലേക്ക് നിൽക്കണം. നല്ല തിരക്കുള്ള സമയം, ലോഡിങ് ഇങ്ങനെ പോട്ടെ. അപ്പൊ നമ്മൾ വെയർ ചെയ്തിരിക്കുന്ന ഡ്രസ് എന്ന് പറയുമ്പോ ഇപ്പൊ പുതിയൊരു മോഡലാണ് കോട്ട് സെറ്റ്. അതിന്റെ സ്ലീവിലും വർക്കും കാര്യങ്ങളൊക്കെ നോക്കി. അതിന്റെ ഇതൊക്കെ ഇപ്പൊ ചേച്ചി ഇട്ടിട്ട് അതിന്റെ ലുക്ക് കണ്ടോ, ഹെവി ആയിട്ടാണത്. സോഫ്റ്റ് മെറ്റീരിയലാണ് ചിട്ടിട്ട് അതിന്റെ പറഞ്ഞത്. കംഫർട്ടബിൾ ആണ് നമ്മൾ വെയർ ചെയ്യുമ്പോൾ. ഏത് കാലാവസ്ഥയ്ക്ക് നമുക്ക് സൂട്ടബിൾ ആണ്. ഇതിന്റെ ഇതേപോലെ തന്നെ അടിപൊളി കളേഴ്സ് ആണ്, പ്രീമിയം കളേഴ്സ് ആണ് എല്ലാം നമ്മൾ ചെയ്തേക്കണോ. ഇതിന് തന്നെ പല പാറ്റേൺ ഉണ്ട് വേറെ. ഇതൊക്കെ കണ്ടിട്ട് ഇതൊക്കെ പൊട്ടിച്ചിട്ട് വില പോലും ഇട്ടിട്ടില്ല. നിങ്ങളെ പിന്നെ ചേച്ചി വന്നുകൊണ്ട് വീഡിയോ എടുത്തോണ്ട് കാണിക്കുന്നുണ്ട്. കണ്ടോ കണ്ടോ, ഇതൊക്കെ സാധനം നോക്കി, അടിപൊളി ഐറ്റം ആണ് ഇതൊക്കെ. കോട്ട് സെറ്റിൽ തന്നെ അപ്പ് ആൻഡ് ഡൗൺ മെറ്റീരിയൽ കണ്ടോ. പ്ലെയിനും ഉണ്ട്, പ്രിന്റും ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതാണ്ടാ, ഇതൊരു ഗൗൺ ആണ്. ഇതൊക്കെ ഈ പെരുന്നാളായിട്ട് ഇതായിട്ട് ചെയ്തേക്കുന്ന ഐറ്റംസ് ആണ്. ഇതാണ്ടാ നോക്കി, അതിന്റെ പ്രിന്റും കാര്യങ്ങളാണ്. ഇത് ഫുള്ള് അതിന്റെ പ്രിന്റ് ആണ്. അടിപൊളി ഷെയ്ഡാണ്. ഇതാണ്ടാ, എല്ലാം നല്ല പേസ്റ്റൽ കളറാണ്. നോക്കി, ഇതൊരു നല്ലൊരു ഗൗൺ ആണ്. ഫ്രോക്ക് കണ്ട, ഇതൊന്നും വിലയിടാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ പിന്നെ പെട്ടെന്ന് കാണിച്ചാണ്. ഗൗൺ ആണ്, പോപ്കോൺ മെറ്റീരിയൽ തന്നെ ഫ്രോക്കാണ്. കണ്ട, സ്ലീവ് ഒക്കെ നോക്കി, നല്ല അടിപൊളി ഫ്രോക്ക് കണ്ടോ. സ്ലീവ് കണ്ടോ, അടിപൊളി ഫ്രോക്കാണ്. അതിന്റെ തന്നെ ഫ്രോക്കിൽ തന്നെ ഈ പാറ്റേൺ വരും. കണ്ടോ നോക്കി, ഇതൊക്കെ കണ്ടോ. ഇതൊക്കെ വില ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ അപ്പൊ തന്നെ ഇപ്പൊ ചേച്ചി വന്നുകൊണ്ട് മാത്രം കാണിക്കണത്. നോക്കി, സ്ലീവ് ഒക്കെ നോക്കി, നല്ല. ഈ സ്ലീവിന്റെ പേര് എന്താണ് ചേച്ചി? ഇത് അംബ്രല്ല സ്ലീവ് ആണ്. അത് 3 ഫ്ലയർ ഉണ്ട്. 2 നല്ലതാണ്, പക്ഷെ 3 ഫീൽ ചെയ്യാം. അത്രയും ഫ്ലയർ. അതിന്റെ ഷെയ്ഡ് കണ്ടോ, നല്ല ഡിഫറെന്റ് ഷെയ്ഡാണ്. ആ അയച്ചേക്കണ കളർ തന്നെ നോക്കി, നല്ല സൂപ്പർ കളറാണ്. നെക്സ്റ്റ് ഇതേ ഒരു കോട്ട് സെറ്റിൽ തന്നെ കഫ്താനാണ്. കഫ്താനില് കോട്ട് സെറ്റ് ആണ്. കണ്ടോ പ്രിന്റ് ആണ്, ഡിജിറ്റൽ പ്രിന്റ് ആണ്. ഇതൊക്കെ റേറ്റിലാണ് അതിന്റെ ഹൈലൈറ്റ് സാധനം ഇരിക്കണം കേട്ടോ. ഇതിപ്പോ ബണ്ടലിന്ന് പൊട്ടിച്ചിട്ട് കൈയോടെ കാണിക്കണം. റേറ്റ് ഇട്ടിട്ട് പോലും ഇല്ല. ഇതൊക്കെ പീസ് കണ്ടോ നോക്കിയേ, എന്താ കളറും അതിന്റെ ഫിനിഷിങ് കണ്ടില്ലേ. കണ്ടോ, അതിന്റെ ഫ്രണ്ട് ഒന്ന് കാണിച്ചു കൊടുത്തു. നോക്കി, ഇത് വർക്ക് ഉണ്ട്, കട്ട് വർക്ക് പോലെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. അതിന്റെ കളേഴ്സ് കണ്ടോ, ജസ്റ്റ് ഇത് കണ്ടോ. കളേഴ്സ് ഒക്കെ നോക്കിയോ. റേറ്റ് ആവാത്തോണ്ട് നിങ്ങൾ എടുത്തെടുത്ത് പറയണേ റേറ്റ് ആയിട്ടില്ല. പക്ഷെ നിങ്ങൾ വരുമ്പോഴേക്കും അത് തന്നെ. പിന്നെ അതെ, ഇത് സാറ്റിനുള്ള ഒരു ഗൗൺ ആണ്. കണ്ടോ, സൂപ്പർ. ഇത് ഗൗൺ അല്ല, കോട്ട് സെറ്റ് ആണ്ടോ, സോറി. ഇതാണ്ടാ സാറ്റിനുള്ളത്. നോക്കി, ലൈറ്റ് വെയിറ്റില്. ഇതൊക്കെ ഇട്ടേനാ അറിയത്തൂല, അത്രയും സോഫ്റ്റ് മെറ്റീരിയൽ ആണ് അതൊക്കെ. അതിന്റെ തന്നെ 2 പ്രിന്റ് ഉണ്ട്. കണ്ടോ, 2 പ്രിന്റ്. മെറ്റീരിയൽ മാറി, ചെറിയ വ്യത്യാസം വരുള്ളൂ. പക്ഷെ റേറ്റിലൊക്കെ അങ്ങനെ
റേറ്റ് ഒക്കെ കേട്ടാൽ നിങ്ങൾ നെട്ടിപ്പോ, അതുകൊണ്ടാണ് പറയാത്ത റേറ്റ് ഒക്കെ. അതെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്താൽ മതി. ഇതൊക്കെ സെറ്റാണ്. സെറ്റാണല്ലോ ഇത് നോക്കി. ഇത് ആ കഫ്താനില് ഷർട്ട് മാത്രം ഇതാണോ. എന്താ മെറ്റീരിയൽ നോക്കി പറഞ്ഞു കൊടുത്ത മെറ്റീരിയലിനെ കുറിച്ച്. മെറ്റീരിയൽ ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ ആണ്, സോഫ്റ്റ് ആണ്, അതുപോലെ വേറെ അത്രയും കംഫർട്ടബിൾ ആണ്. അതിന്റെ 4 ഷെയ്ഡുള്ള ആകെ. സൂപ്പർ. കഫ്താനില് കുറെ കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഡയറക്റ്റ് വരാണെങ്കിൽ നല്ല കളക്ഷൻ. ഈ സെക്ഷൻ ഫുള്ള് ഈ പെരുന്നാളിന് വേണ്ടി വെസ്റ്റേണിന് വേണ്ടി മാത്രം ചെയ്തേക്കുന്ന ഐറ്റംസ് ആണ് ഫുള്ള്. കസ്റ്റമർ ഓൾറെഡി എല്ലാരും ഇങ്ങനെ കുറച്ച് കസ്റ്റമർ കുറച്ച് റഷ് ആയി പോയി, അതുകൊണ്ട് കാണിക്കാനും പറ്റുള്ള കസ്റ്റമറെ ഒതുക്കാനുള്ള സമയം പിന്നിലൊക്കെ കസ്റ്റമർ ആണ്. ഫുള്ള് കസ്റ്റമർ നിൽക്കുന്നോണ്ട് നമുക്കൊന്നും കാണിക്കാനും പറ്റുള്ള തിരക്കായി പോയി. ഇതൊക്കെ ഒരു അടിപൊളി ഗൗൺ ആണ്. കണ്ടോ, സാറ്റിന്റെ ഗൗൺ ആണ്. നോക്കി കണ്ടോ, ഒരു സൈഡിൽ നിന്നിട്ട് കിട്ടണത് നമ്മൾ കാണിച്ചു തരാണ്. ഈ മഞ്ഞ അതൊക്കെ സൂപ്പർ ആണ്. കോട്ട് സെറ്റ് കണ്ടോ, ഇതാണ്ടോ കോട്ട് സെറ്റ് ആണ് ഇതൊക്കെ. നോക്കി കോട്ട് സെറ്റിൽ നല്ല നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഫുൾ വെസ്റ്റേൺ. ഇപ്പൊ കുറച്ച് പീസസ് നമ്മൾ കാണിച്ചിട്ടുള്ള ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട്. ടാൻ ടോപ്പ് ഉണ്ട്, ടീഷർട്ട് ഉണ്ട്, ഇനി തായ്ലാൻഡ് ടീഷർട്ട് ഉണ്ട്. അതായത് ഇങ്ങനത്തെ മോഡലൊക്കെ കണ്ടോ, ജസ്റ്റ് കാണിച്ചത് ഇങ്ങനത്തെ ക്രോഷ്യന്റെ ഐറ്റം കണ്ടോ, തായ്ലാൻഡ് ഐറ്റംസ് കണ്ടോ, ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വരും. അതിനൊക്കെ ചീപ്പ് റേറ്റ് ആണ്ടോ. അതെ, പിന്നെ കണ്ടോ വെസ്റ്റേൺ വെയറിന്റെ റേറ്റ് കുറവ് നോക്കുകയാണെങ്കിൽ അബുക്കന്റെ കടയിൽ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് കയറി വന്നാ മതി, ഒന്നും നോക്കാനില്ല. നിങ്ങൾ അത്രയും റേറ്റ് കുറവാണ്. ചീപ്പ് റേറ്റ് ആണ്. പിന്നെ ഇങ്ങനത്തെ ഫ്രോക്ക് ഐറ്റംസിലുണ്ട് കണ്ടോ, സ്മോക്ക് വർക്ക്. നോക്കി പ്രിന്റ് നല്ല പ്രിന്റ് ആണ്. അതിന്റെ ഒരു 25ഓളം പ്രിന്റ് വേറെ സെപ്പറേറ്റ് വരും. നല്ല അടിപൊളി പ്രിന്റ്, 25ഓളം പ്രിന്റ് വരും അതിന്റെ. അപ്പൊ കളക്ഷൻസ് ഉണ്ട്, അതിനൊരു കുറവില്ല. ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട്. ഒരെണ്ണം എന്തായാലും നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ അതും കൂടി കാണിച്ചു തരാം. ഓൾറെഡി നോക്കിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് ഞാൻ പിടിച്ചു വെച്ചത്. എന്നാ പിടിച്ചോ. അപ്പൊ നമുക്ക് ഇനി മറ്റേ നിങ്ങളൊക്കെ എവിടുന്ന് വരുന്നേ? നല്ലൊരു എന്താ പറയാ സെറ്റ് മുണ്ട് സെറ്റ് സാരി ഒക്കെ നെയ്യുന്ന ഒരു സ്ഥലത്ത് ആ ഒരു ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത് അല്ലേ? എങ്ങനെയുണ്ട് ഇവിടുത്തെ കളക്ഷൻസ്? സൂപ്പർ ആയി, ഇഷ്ടപ്പെട്ടു. പേര് പറഞ്ഞില്ല? മുഖം കാണിക്കുന്നോണ്ട് ബുദ്ധിമുട്ടുണ്ടോ? ഒരു കുഴപ്പമില്ല, ഒന്ന് തിരിഞ്ഞോ, ജസ്റ്റ് ഒന്ന് കാണിച്ചങ്ങോട്ട് ഒരു ഹൈ പറഞ്ഞോ നമ്മുടെ ആൾക്കാരോട്. അപ്പൊ എന്തായാലും അടിപൊളി കളക്ഷൻസ് ആണ്. റേറ്റ് വൈസ് ഓക്കെ ആണെന്ന് പറയണം. അപ്പൊ എല്ലാവരും പോകുന്ന വേഗമുണ്ട്. അപ്പൊ നമുക്ക് ഇനി ജീൻസിന്റെ ഈ ഫ്ലോർ ആണെങ്കിൽ ഫുൾ ജീൻസ്, ബോട്ടം വെയർസ്, ലെഗിൻസ്, ജഗിൻസ്, അങ്ങനത്തെ സംഭവം പലാസോ എല്ലാ ഐറ്റംസും ഉണ്ട്. ഇത് കണ്ട മിഡി ജീൻസിന്റെ മിഡി ലോങ് ഉണ്ട്, ഷോർട്ട് ഉണ്ട്, എല്ലാ സൈസും വരും. ML XL XL സൈസ് വരും. അങ്ങനെ എടുക്കട്ടെ. അതിന്റെ ഇപ്പൊ ചെറുതാണെങ്കിൽ ഇത് അതിന്റെ ലോങ്. അങ്ങനെ ഇതിന്റെ കളേഴ്സും വരും കേട്ടോ. ബ്ലാക്ക്, ഐസ് ബ്ലൂ, ഗ്രേ എല്ലാ കളേഴ്സും വരും. ജസ്റ്റ് കണ്ടത് ഇങ്ങനെ ഒന്ന് വീഡിയോ ഇത് അത് പോക്കറ്റ് ബാഗി, ഇത് മിലിറ്ററി, ഇത് മംഫിറ്റി, ഇത് പലാസോ, ഇത് സ്ക്രാച്ച് തന്നെ ഒരു പലാസോ സെറ്റ്. അതിന്റെയൊക്കെ അതിലുപരി വേറെ ഒരു 100 വെറൈറ്റീസ് വേറെ ഇനി കാണിക്കാൻ വേണ്ടി കിടക്കേണ്ടത്. പലാസോ സെറ്റ് വരും. ഇതൊക്കെ നല്ല മെറ്റീരിയൽ ആണ്, ഹെവി മെറ്റീരിയൽ ആണ്. ഇതൊക്കെ എല്ലാ സൈസും ഉണ്ട്. 30 മുതൽ 44 സൈസ് ഉണ്ട്. ഇനി അതിന്റെ ബിഗ് സൈസ് വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ ബിഗ് സൈസും ഉണ്ട്. പ്ലസ് സൈസ് വേറെ അവൈലബിൾ ആണ്. അതിന്റെ കളേഴ്സ് ആണ്. ഇതൊക്കെ നോക്കി, ഇത് ചാർക്കോൾ മെറ്റീരിയൽ ആണ്. കണ്ടോ, ചാർക്കോൾ ആണ് അതിന്റെ കളർ. ഈ കളറൊക്കെ ഇപ്പൊ ഭയങ്കര ട്രെൻഡ് കളറാണ്. ഈ കളറൊക്കെ ചാർക്കോൾ വന്നത്. ഇത് നോക്കി ഇതാണ്ടോ, ഇതൊക്കെ ഒരു പുതിയ വെറൈറ്റീസ് ആണ് ഇതെല്ലാം. ഇത് പോക്കറ്റ്, ഇതില് കൂടുതലും വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഈ പോക്കറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് വരലും, പിന്നെ മംഫിറ്റ്, ബാഗി, അങ്ങനെ ഓരോരോ പാറ്റേണിൽ വന്നാണ്. ഇതൊക്കെ കണ്ട കളർ നോക്കി, ലാവൻഡർ ഷെയ്ഡ് ഇതാണോ, ലാവൻഡർ അടിപൊളി ഷെയ്ഡാണ്. അതൊക്കെ സൂപ്പർ ഷെയ്ഡാണ്. ഇപ്പൊ ഈ ഷെയ്ഡും ഈ ഇതാണ്ടോ, ഇതൊക്കെ നോക്കി, ഇതൊക്കെ മംഫിറ്റിലാണ്. ഇതാണ്ടോ, ഇതൊക്കെ നല്ല പ്രീമിയം ലുക്കാണ്. അതിന്റെ മെറ്റീരിയലൊക്കെ നല്ല ഹെവി മെറ്റീരിയലാണ്. ലോക്കൽ ഐറ്റം അല്ല കാണിക്കണം. ഇതാണ്ട ഇതിന്റെയൊക്കെ ഷെയ്ഡ് നോക്കി, ഷെയ്ഡുകളുണ്ട്. ഒരു പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ തന്നെ പ്ലസ് സൈസ് വരെയും പാറ്റേൺ കിട്ടും. അതിന്റെ എല്ലാം അടിപൊളി മോഡലാണ്. ഇതൊക്കെ കണ്ട മംഫിറ്റിലാണ്. പിന്നെ ഈ ജോഗർ ബാഗി മംഫിറ്റ് കൂടാണ്ട് തന്നെ നമുക്ക് നല്ല തായ്ലാൻഡ് പലാസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ട നോക്കി, തായ്ലാൻഡ് പലാസവും അതിന്റെ തന്നെ ഒരു പാറ്റേണിൽ തന്നെ 12 കളർ വരും. പിന്നെ ഇല്ല, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അത് റിപ്പീറ്റ് കളർ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ കളർ എടുക്കേണ്ടി വരും. റിപ്പീറ്റ് കളർ മാറ്റണം. അപ്പൊ പലാസോ, ഇത് മൊത്തം പലാസോന്റെ സെക്ഷൻ ആണ്. കണ്ടോ, ഈ കളറൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് നോക്കി. പലാസോന്റെ കളേഴ്സ് ആണ്. ഇതൊരു പാറ്റേണിൽ തന്നെ എല്ലാ പലാസോ ഇതെല്ലാം വരും. എല്ലാം നിങ്ങളെ കാണിക്കണമെന്നുണ്ട്. പക്ഷെ കസ്റ്റമർ ഒന്ന് തിരക്കായോണ്ട് ഇതൊക്കെ ചീപ്പ് റേറ്റ് ആണ്ടാ. അതിനും ചീപ്പ് റേറ്റ് ആണ് ഞാൻ ഈ കാണിക്കണ മെറ്റീരിയൽ. ഇതാണ്ടോ, അതിനും ചീപ്പ് റേറ്റ് ആണ്. നിങ്ങൾക്ക് നല്ല സിമ്പിൾ ആയിട്ട് കൊണ്ടുപോവാ. അടി കാണിച്ച കുർത്ത ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണല്ലോ.
ഇതൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഷൈനിങ് കൊടുക്കുന്ന ഒരു മെറ്റീരിയൽ. പിന്നെ നമുക്കിനി അതായത് ഇങ്ങനത്തെ പാന്റ് ഉണ്ട്, ഇതാണോ ഇതൊക്കെ കൊറിയൻ പാന്റ് ആണ്. നോക്കി ഇതാണോ കൊറിയൻ പാന്റ്, കൊറിയൻ ബാഗ്, ഇതൊക്കെ നല്ല മെറ്റീരിയലാണ്. അതായത് ഓഫീസ് വർക്കിനൊക്കെ പോകുമ്പോഴാൻ പറ്റുന്ന വേറൊരു പാന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മള്. ഇതാണോ ഫോർമൽ പാന്റ്, ഇതാണോ ഇതൊക്കെ ഫോർമൽ ബാഗ്, ഫോർമൽ ബാഗ്, ഫോർമൽ മംഫിറ്റ്, എല്ലാ ഐറ്റംസും ഉണ്ട്. എല്ലാ ഐറ്റംസും ഉണ്ട്. ഇത് കൂടാണ്ട് തന്നെ ഇതിന്റെ ഒക്കെ സ്റ്റോക്ക് വെച്ചാൽ നമ്മൾ അപ്പുറത്താണ്. കാരണം ഇവിടെ എല്ലാം നമുക്ക് വെക്കാൻ പറ്റില്ല, കൊള്ളാൻ പറ്റില്ല. നേരത്തെ താഴത്തെ ഫ്ലോറിൽ നോക്കിയപ്പോഴും ഇതേപോലെ ബണ്ടൽ ഉണ്ടായിരുന്നു പൊട്ടിക്കാൻ. ഇപ്പോൾ ഈ ഫ്ലോറിലാണ് ഇവിടെ ഇപ്പോഴും നമുക്ക് ഇതൊക്കെ പൊട്ടിക്കാൻ പറ്റാത്തോണ്ട് നമുക്ക് വെച്ചേക്കുന്നത്. ഇതാണ്ടോ ഇതൊക്കെ ഇനി പൊട്ടിക്കണം. കാരണം ഇവിടെ തന്നെ ഇങ്ങനെ ലോഡ് കണക്കിന് ഇങ്ങനെ നീങ്ങണം. പിന്നെ കസ്റ്റമേഴ്സ് ഇപ്പോഴും ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നോണ്ട് നമുക്ക് ഒന്നാമത് ടൈമും കിട്ടണില്ല പൊട്ടിക്കാനായിട്ട്, വെക്കാനുള്ള സൗകര്യമില്ല. ഇപ്പൊ നമ്മള് ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നിട്ട് ഇവിടെ നല്ല തിരക്കാണ്. പിന്നെ കണ്ട ഇതൊക്കെ കസ്റ്റമേഴ്സ് വന്നിട്ട് ഇതൊക്കെ ഒതുക്കാനായിട്ട് നല്ല പണിയുണ്ട് അവർക്ക്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു കടയും കൂടി ഉണ്ടെന്നുള്ളത്. അത് ഒരു കടയും കൂടി ഉണ്ടെന്നല്ല, ശരിക്കും ആക്ച്വലി ഫസ്റ്റത്തെ കട അവരുടെ പോസ്റ്റ് ഓഫീസ് റോഡിലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായ ഷോപ്പാണ് ഇത്. ഇതുവരെ ആനിവേഴ്സറിക്ക് നമ്മളെ വിളിച്ചില്ല, അതിന്റെ ഒരു പരാതി ഉണ്ടിട്ടാ ബുക്ക. ബിസി ആയതോടെ പിന്നെ കൂടുതലൊന്നും പറയുന്നില്ല. എന്തായാലും ഞാൻ ആ ഒരു ഷോപ്പിലേക്ക് ഒന്ന് പോയിട്ട് വരട്ടെ. ഓക്കെ, അപ്പൊ നിങ്ങളിവിടെ കാര്യങ്ങൾ നടത്തണം. അവരുടെ ക്യാഷ് ബിസി എന്തെങ്കിലും ഒക്കെ ആയിക്കഴിഞ്ഞാൽ വില 500-ന്റെ നോട്ടൊക്കെ മാറിപ്പോയാൽ പിന്നെ എന്റെ മെക്കെട്ട് കയറും. അപ്പൊ നമുക്ക് ആ ഷോപ്പിലേക്ക് ഒന്ന് പോയിട്ട് വരാം. പോവാം. കിഡ്സ് സെക്ഷൻ കൂടി ഉണ്ടായിരുന്നു. അപ്പൊ ആ ഭാഗം കവർ ചെയ്തിട്ട് നമുക്ക് മറ്റേ കടയിലേക്ക് പോവാട്ടോ. അപ്പൊ ഈ ഒരു പോർഷനിൽ എന്താ കിഡ്സിന്റെ ഐറ്റംസ് ആണ്. കിഡ്സിന്റെ ടീഷർട്ട്, ജോഗർ, ബാഗ്, മംഫിറ്റി, ഇങ്ങനെ ഹുഡീസ്, കോട്ട് സെറ്റ് പോലെയൊക്കെ വരും. ഫ്രണ്ടിൽ കിടങ്ങാണ് ഈ കുട്ടികളുടെ ഇതൊക്കെ കിഡ്സിൽ വന്ന എന്താണ് 5 സ്ലീവ് ടീഷർട്ടാണ്. 22, 36 വരെയും വരും. 16, 18, 24 അങ്ങനെ സൈസ് ഒക്കെ വരും. നോക്കി ഇതൊക്കെ അടിപൊളി മെറ്റീരിയലാണ്, ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ്. കണ്ടോ കളർ ചാർട്ടൊക്കെ നോക്കി എല്ലാ പാറ്റേണുകളും ഉണ്ട്. ഇതിന്റെ ഇതാണ്ടോ എല്ലാ പാറ്റേണും, ഇതെല്ലാം വെവ്വേറെ ഐറ്റംസ് ആണ്. കണ്ടോ ഹൈനെക്കിലുണ്ട്, റൗണ്ട് നെക്കിലുണ്ട്. നോക്കി ഇതിന്റെയൊക്കെ കോഡ് സെറ്റും ഉണ്ട്, ഷോർട്സും ഉണ്ട്. ഇതിപ്പോ ടീഷർട്ടിന്റെ സെക്ഷൻ ആണ്. ഇനി ഇങ്ങനെ കോഡ് സെറ്റ് ആയിട്ട് വരും. കണ്ടോ 2 പീസ് ആയിട്ട് വരും. ഇത് ഷോർട്സും ടീഷർട്ടും കാണാം ഇങ്ങനെ വരും. ഇതൊക്കെ ചീപ്പ് റേറ്റ് ആണോ. ചീപ്പ് റേറ്റ് വളരെ ചീപ്പ് റേറ്റ് ആണ്. റേറ്റ് നിങ്ങൾ വന്നാലും നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. പിന്നെ അതെ ഇപ്പൊ അവിടെ ഇട്ടേക്കണ കോഡ് സെറ്റിന്റെ തന്നെ അടുത്ത കളറാണ്. കണ്ടോ ഹുഡീസ്, ഇതൊക്കെ ബിഗ് സൈസ്. ഇതിൽ 22 മുതൽ സൈസ് സ്റ്റാർട്ടിങ് ആണ്. കണ്ടോ 22 മുതൽ വരും. പിന്നെ ഇതിന്റെ തന്നെ ഇനി ഇതിന്റെ പാറ്റേൺ വേറെ പാറ്റേൺ വരുമ്പോൾ കിഡ്സിന്റെ ജോഗർ, ബാഗി, മംഫിറ്റി, സ്ക്രാച്ച് ഉള്ളത്, അങ്ങനെ പല പാറ്റേൺസും ഉണ്ട്. കണ്ടോ നോക്കി എല്ലാ പാറ്റേൺസും. സൈസ് എല്ലാ സൈസും കിട്ടും കിഡ്സിന്റെ. 22 മുതൽ സ്റ്റാർട്ടിങ് ആണ് എല്ലാ സൈസും. ഇതാണ്ടോ ഇതൊക്കെ അതിന്റെയാണ്. പിന്നെ ഇതൊക്കെ പുതിയ ഇപ്പൊ വന്ന കോട്രോയിന്റെ, ഇപ്പൊ പെരുന്നാളായിട്ട് ഇപ്പൊ പുതിയത് ഇറക്കിയ കോട്രോയിന്റെ പിള്ളേര 3/4 ആണത്. അതിന്റെ ഒരു 10-20 കളേഴ്സ് തന്നെ വരുന്നുണ്ട്. അടിപൊളി മെറ്റീരിയലാണ്, സൂപ്പർ മെറ്റീരിയലാണ്. അതിന്റെ കളർ ചാർട്ടൊക്കെ കണ്ടോ ലാവൻഡർ, ഗ്രീൻ, വൈൻ, വൈറ്റ്, നല്ല അടിപൊളി കളേഴ്സ് ആണ്. നോക്കി ആണ്. പിന്നെ ഈ സെക്ഷൻ ഫുള്ളിരിക്കണ നമ്മളാ തിരുപ്പൂർ ഐറ്റംസ്, അതായത് ലേഡീസിന്റെ ഡെയിലി യൂസറിനൊക്കെ പറ്റിയ ഐറ്റംസ് ആണ് ഈ ഇരിക്കുന്നത് ഫുള്ള്. ഇതിലും സൈസ് ബേസ് ഉണ്ട്. കണ്ടാ ഇത് S മുതൽ സ്റ്റാർട്ടിങ് ആണ്. S മുതൽ സ്റ്റാർട്ടിങ് വരും. സർപ്ലസ് ആയിട്ടാണ്, നല്ല മെറ്റീരിയൽ ആണ് ഇതിന്റെയൊക്കെ. ഇത് S, M, L, XL, XXL, 3XL വരെയും സൈസ് വരും. ഇതിനൊക്കെ പറ്റിയ വീട്ടിലിടാൻ പറ്റിയ പാന്റും ഉണ്ട്. വേണ്ട പാന്റും ഉണ്ട്. ഇതിങ്ങനെ പാന്റ് വരും. നോക്കി വേണ്ട ഇങ്ങനെ പാന്റ് വരും. ഇതിലും അതേപോലെ തന്നെ സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാന്റും ഉണ്ട്. പിന്നെ അതിന്റെ 3/4 ഉണ്ട്. ക്യാപ്രി ഉണ്ട്. കണ്ടോ ഇത് അതിന്റെ ക്യാപ്രി ആണ്. ഇതിലും ബിഗ് സൈസ് തന്നെ ഉണ്ട് കേട്ടോ. എല്ലാ സൈസും തന്നെ ഉണ്ട്. അങ്ങനെ അപ്പൊ ഇതിന്റെ ഫുൾ ബണ്ടൽ ഹിന്റ് തന്നു മാത്രം. നമുക്ക് അത്യാവശ്യം ലെങ്തി ആവാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ്. അതാണ് പെട്ടെന്ന് പറഞ്ഞു പോണത്. സ്കിപ്പ് ചെയ്താണ് കളയും. അതെ, ഇനിയിപ്പോ നമുക്ക് പോണ്ട സ്ഥലം എന്ന് പറയുന്നത് നമ്മളെ പഴയ ഷോപ്പ്. നമ്മളെ വന്ന ആ തുടക്കം മുതലുള്ള. അതെ, നമുക്ക് അവിടെ നിന്ന് തുടങ്ങിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പൊ വീണ്ടും ആ തുടക്കത്തിലേക്ക് നമുക്ക് പോവാം. ഇവിടെ പോസ്റ്റ് ഓഫീസ് റോഡിൽ ഒരു ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ഷോപ്പാണ് കേട്ടോ ഇത്. സംഭവം സാമ്പിൾസ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം കുറച്ച് കളക്ഷൻസ് ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പൊ ഉള്ളിൽ കയറി നോക്കാം. അപ്പൊ പോസ്റ്റ് ഓഫീസ് റോഡാണ് ഈ ഒരു റോഡിനെ പറയുന്നത്. അപ്പൊ അവിടെ നിന്നും അധികം ദൂരമില്ല. ഇനി ഇവിടെ വന്നാലും അങ്ങോട്ട് പോവാം, അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് വരാം. അവിടെയാണെങ്കിൽ കുറച്ച് വലിയ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇവിടുത്തെ സ്പേസ് ഒന്ന് നമുക്കൊന്ന് കയറി നോക്കാം. വരും. ഇവിടെയും അതേപോലെ ഡിസ്പ്ലേ കാര്യങ്ങളെല്ലാതും എന്ന് വെച്ചാൽ പുതിയ പുതിയ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ അപ്പം സ്പേസ് ജസ്റ്റ് നോക്കി പോവാം. ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആ കാണുന്നത് അവിടെ നിന്നാണ് പോസ്റ്റ് ഓഫീസ് റോഡിലേക്ക് ഇങ്ങനെ വരിക. ഡിസ്പ്ലേ ഒക്കെ കണ്ടത് എന്ത് രസമാണ് കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ മാഡം ഇട്ടുണ്ടായിരുന്നില്ലേ, ഇവിടുത്തെ ഓണർ ഇട്ടുണ്ടായിരുന്നില്ലേ, ആ ഓണർ അവിടെ വേറെ ഒരു കളർ ഇട്ടുണ്ടായിരുന്നു. അതിൻ്റെ സെയിം കളർ ചേഞ്ച് ആണ് കേട്ടോ. ഇനി
നമുക്ക് അകത്തേക്ക് കയറിയിട്ട് ഒരു സ്പേസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാം. അപ്പോൾ ഈ കാണുന്നതാണ് സ്പേസ്. ഇവിടെയുള്ള കളക്ഷൻസ് അവിടെയുണ്ട്, അവിടെയുള്ള കളക്ഷൻസും ഇവിടെയുണ്ട്. പക്ഷേ ഇവിടെ കുറച്ച് ലിമിറ്റ് ആയിട്ട് അവിടെ ആകുമ്പോൾ എന്ന് പറയുമ്പോൾ 4 ഫ്ലോർ മൊത്തം 8 ഫ്ലോർ എന്ന് പറയാൻ പറ്റില്ല. 4 ഫ്ലോറും അപ്പുറത്തെ സൈഡ് 4, അങ്ങനെ മൊത്തം 8 സൈഡിൽ നിറച്ച് കളക്ഷൻസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ വേണ്ടവർക്ക് ഇവിടെ വരാം, അവിടെ വേണ്ടവർക്ക് അവിടെ വരാം. അപ്പോൾ ലൊക്കേഷൻ ഒന്നുകൂടി പറയാം. നമ്മൾ നിൽക്കുന്നത് എറണാകുളം മാർക്കറ്റ് റോഡിലും അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് റോഡിലാണ് ടോപ്പ് കളക്ഷൻസ്. അപ്പോൾ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.